ഗുഡ് ഈവനിങ്. ഇപ്പോൾ നമ്മുടെ ലൈവ് ബയോളജിയുടെ ലൈവ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ എല്ലാവരും എത്തിയിട്ടുണ്ടോ? ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. നീറ്റ് 2023 ഓക്കെ, ഇറ്റ് വാസ് വണ്ടർഫുൾ. പേപ്പർ ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ച് കണ്ടിരുന്നു ആൻഡ് ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് എഴുതിയ മെജോറിറ്റി ഓഫ് കുട്ടികൾക്കും ഐ എം ഡാം ഷുവർ ഈ പറയുന്ന ബയോളജി ഭയങ്കര ഈസി ആയിരുന്നു. അതിൽ യാതൊരു തർക്കമില്ല. കാരണം മോക്ക് ടെസ്റ്റിലിട്ട ക്വസ്റ്റ്യൻസ് ആണ് മെജോറിറ്റി ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റിലിട്ട ക്വസ്റ്റ്യൻസ് ആണ്. അത് ആ ഒരു അഷ്വറൻസ് വരെ കുട്ടികളുടെ ഫീഡ്ബാക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ NTA കുറച്ചുകൂടെ എന്താ പറയുക, ഒരു സഹാനുഭൂതിയുള്ളൊരു ഗ്രൂപ്പായി മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഓപ്ഷൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിരി വരും. ഇപ്പം മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ഒരെണ്ണം കറക്റ്റായാൽ ആ ഓപ്ഷനാണ് കറക്റ്റ്. അപ്പം അങ്ങനത്തെ കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളെ ചുറ്റിക്കാതിരിക്കാനുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ അങ്ങനെ ചുറ്റിക്കുന്ന രീതിയിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻഡ് ഇറ്റ്സ് വണ്ടർഫുൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും, ഐ തിങ്ക് എല്ലാവരും നന്നായിട്ടാണ് ചെയ്തിരിക്കണമെന്ന് തോന്നുന്നു. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഫാസ്റ്റായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ എണ്ണം 7 ആയി. ഓക്കെ, അപ്പോൾ ഇനിയും മാക്സിമം വ്യൂവേഴ്സ് വരട്ടെ. നമുക്ക് വ്യൂവേഴ്സ് വന്ന ഉടനെ നമുക്ക് തുടങ്ങാം. നമ്മുടെ കുട്ടികൾ തന്നെ വരട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ സമയത്ത് ഒരു ഡിസ്കഷനായിട്ട് തന്നെ പോവാം. ഓക്കെ, സോ ഓക്കെ, നമ്മുടെ വ്യൂവേഴ്സ് 8 ലൈക്ക് വ്യൂവേഴ്സൊക്കെ വന്നിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേടാ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡെന്ന് പറയുന്നത് H1 ആണ്. കോഡ് H1 ആണ്. അപ്പോൾ H1 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ള ആൾക്കാർക്ക് ഓക്കെ ഫൈൻ, അവർ H1 തന്നെ ഫോളോ ചെയ്താൽ മതി. അല്ലാത്തവരെന്ത് ചെയ്യുക, ഈ പറയുന്ന എന്താ പറയുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നോക്കുക. So given below are two statements. One is labeled as assertion and the other is labeled as reason. ഇടയ്ക്ക് വെച്ചൊരു കാലഘട്ടത്തിൽ ഈ പറയുന്ന എൻട്രൻസിൻ്റെ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് കാണാതായ ഒരു ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ അസേർഷൻ റീസൺ. ഇപ്പോൾ അത് തിരിച്ചു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ എൻട്രൻസിനുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ നിങ്ങളെ ചിന്തിപ്പിക്കാനും വായിപ്പിക്കാനും വേണ്ടിയിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്, ഈ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തെ ഇത് നോക്കാം. അസേർഷൻ: lead wood has fewer ciliary elements with narrow vessels and reason cambium is less active in winters. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് വുഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് 2 തരം വുഡാണുള്ളത്. ഓക്കെ, സ്പ്രിംഗ് വുഡ് ആൻഡ് ഓട്ടം വുഡ്. സ്പ്രിംഗ് വുഡിനെ നമ്മൾ ഏർലി വുഡ് എന്നും മറ്റേതിനെ നമ്മൾ ലേറ്റ് വുഡ് എന്നും വിളിക്കും. അപ്പോൾ അതിൽ ഈ പറയുന്ന ലേറ്റ് വുഡിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? അതിനകത്തുള്ള സൈലറി എലമെന്റ്സിന്റെ സൈസ് എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ടാണ് അത് ഡാർക്ക് കളറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യത്തെ അസേർഷൻ എന്താണ്? ശരിയാണ്. ഇനി കേമ്പിയം ഈസ് ലെസ് ആക്റ്റീവ് ഇൻ വിന്റർ സീസൺ ആകുമ്പോഴത്തേക്ക് കേമ്പിയത്തിന്റെ ആക്ടിവിറ്റി എന്താവും? കുറയും എന്നാണ് പറയുന്നത്. ശരിയല്ലേടാ? അപ്പോൾ ഈ പറയുന്ന 2 കാര്യം ശരിയല്ലേ? 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി കേമ്പിയത്തിന്റെ ആക്ടിവിറ്റി ലെസ് ആവുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സൈലറി എലമെന്റ്സിന്റെ സൈസ് കുറയുന്നത്. സോ ഇറ്റ് ഈസ് ആൻസർ ഈസ് എന്താണ്? ഈ പറയുന്ന 3 ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ അതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. 3 ആണ് ആൻസർ വരിക. ക്ലിയർ? പിന്നെ ഈ പറയുന്ന എൻട്രൻസ് എക്സാം എഴുതിയ സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഐ തിങ്ക് നിങ്ങൾക്ക് സമയത്തിൻ്റെ മാനേജ്മെൻ്റ് ഒക്കെ പ്രോപ്പർ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളിവിടുന്ന് ട്രെയിൻ ചെയ്താണ്, ഈ പറയുന്ന കുട്ടികളെ ട്രെയിൻ ചെയ്താണ് സമയത്തിൻ്റെ മാനേജ്മെൻറ്റിന് വിട്ടത്. അപ്പോൾ ആ ഒരു മാനേജ്മെൻ്റ് ഒക്കെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലേടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 102. The historic convention on biological diversity, the Earth Summit, was held in Rio de Janeiro in the year. Direct question. ടെക്സ്റ്റിൽ അതേ സെൻറ്റൻസ്. ഇനി ഇതിൽ വലിയ ഡിസ്കഷൻസ് ഒന്നും വേണ്ട, വേറെ വലിയ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ഓൺ 1992. ആൻസർ കിട്ടിയില്ലേടാ? ആൻസർ കിട്ടിയില്ലേ? ഓക്കെ, നിങ്ങൾക്ക് റെസ്പോൺസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഈ പറയുന്ന ആൻസേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെസ്പോൺസ് ആയിട്ട് തരാം.
ഓക്കെ, ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 103 ഇൻ ദ ഇക്വേഷൻ GPP മൈനസ് ആർ എന്താണ്? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിൽ നിന്ന് R മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി കിട്ടും. GPP is ഗ്രോസ് പ്രൈമറി പ്രൊഡക്റ്റ് എല്ലാം തന്നൊക്കെയാണ്. NPP is നെറ്റ് പ്രൈമറി. R എന്താണെന്നാണ് ഇതറിയാത്ത ആരാണുള്ളത്? അല്ലെ, ഇതറിയാത്ത ആരാണുള്ളത്? R എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടാവോ? നോ. ഇറ്റ് ഈസ് എന്താണ്? റെസ്പിറേറ്ററി ലോസ്. ഇതാ നടക്കുന്നു. ആൻസർ കിട്ടിയില്ലേ? ഓക്കെ, സോ അപ്പോൾ അതാണ് 103യുടെ ആൻസർ. 103യുടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് എന്താണ്? 104ലേക്ക് പോവല്ലടാ. 104 ആരും എന്താണ് കമൻറ്റ് ചെയ്യുന്നില്ല? ഓക്കെ, കമൻറ്റ് ചെയ്തോളൂ, നിങ്ങൾ മാക്സിമം കമൻറ്റ്സ് ചെയ്തോളൂ. നമുക്ക് അറിയാം, നിങ്ങൾ ഇനിയിപ്പോൾ പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി യു ഹാവ് ഗിവൺ യുവർ OMR ഷീറ്റ്. നിങ്ങൾ OMR ഷീറ്റ് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്താണ് റെഡിയാണോ, അല്ലെങ്കിൽ ആൻസേഴ്സ് കറക്റ്റാണോ തെറ്റാണോ, എന്താണ് ശരിയാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. ഓക്കേടാ, റെഡി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ടാസൽസ് ഇൻ കോൺകോപ്പ്? ഇതൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിനകത്ത്. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിക്ചർ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ ഏത് ചാപ്റ്ററാണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ആ പിക്ചറിൻ്റെ തൊട്ടടുത്തുള്ള പാരഗ്രാഫ് വായിച്ചാൽ ഇത് കിട്ടും. എന്തിനാണ് ഈ പറയുന്ന കോൺകോപ്സ്, ഈ പറയുന്ന ഈ ടാസൽസ്, ഓക്കെ, അത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇങ്ങനെ ലാഞ്ചി കളിക്കുന്ന ഒരു സാധനം. ആ സാധനം എന്തിനാണ് വെച്ചിരിക്കുന്നത്? ഡിസ്പേഴ്സൽ ഓഫ് പോളൻ ഗ്രെയിൻസ് ആണോ, അല്ലെങ്കിൽ ടു പ്രൊട്ടക്ട് ദ സീഡ്സ് ആണോ, അല്ലെങ്കിൽ ടു അട്രാക്ട് ദ ഇൻസെക്ട്സ് ആണോ, ടു ട്രാപ്പ് ദ പോളൻ ഗ്രെയിൻസ് ആണോ? ഇതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്തത്. അപ്പം 104ന്റെ ആൻസർ എന്താണ് വരിക? ടു ട്രാപ്പ് ദ പോളൻ ഗ്രെയിൻസ് എന്ന് അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആൻസർ ഈസ് 4. ഓക്കെ, ആൻസർ ഈസ് 4. യെസ്, നമ്മുടെ വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. ഇനിയും വരട്ടെ ആൾക്കാർ. 105 വാട്ട് ഈസ് ദ റോൾ ഓഫ് RNA പോളിമറേസ് 3? ഇതാണ് ഞാൻ പറഞ്ഞത്. NTA നിങ്ങളുടെ അടുത്ത് ഭയങ്കര സ്നേഹവും കാണിച്ചു, അതേപോലെ NTA നിങ്ങളെ ഒന്ന് പെടുത്താനും നോക്കി. നിങ്ങൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇതിൽ എല്ലാവർക്കും പറ്റുന്ന അബദ്ധം എന്താണെന്ന് അറിയാമോ? ഇപ്പം നിങ്ങൾക്കറിയാം RNA പോളിമറേസ് 1, RNA പോളിമറേസ് 2, RNA പോളിമറേസ് 3 ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻസ് നിങ്ങൾക്കറിയാം. ഇവരെ ചോദിച്ചിരിക്കുന്ന RNA പോളിമറേസ് 3. അപ്പോൾ RNA പോളിമറേസ് 3 എന്ന് പറയുന്നത് tRNAയുടെ സിന്തസിസിന് വേണ്ടിയുള്ളതാണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ആദ്യമേ പോയിട്ട് tRNA എന്ന് പറഞ്ഞിട്ട് എടുക്കും. അപ്പോൾ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അവിടെ, ഓക്കെ, ഈ പറയുന്ന അവിടെ യെസ്, ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് tRNA 5 srRNA ആൻഡ് snRNA അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ കറക്റ്റ് അല്ലേ? യെസ്, ആൻസർ കറക്റ്റ് അല്ലേ? ഓക്കെ, ആൻസേഴ്സ് കറക്റ്റ് അല്ലേ? 4th ഓപ്ഷൻ കറക്റ്റ് അല്ലേ? യെസ്, 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 കിട്ടിയില്ലേ? ആൻസർ കിട്ടിയില്ലേ? ടെക്സ്റ്റിനകത്തുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Now 106 upon exposure to UV radiation, വീണ്ടും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. Upon exposure to UV radiation DNA stained with ethidium bromide will show എന്താണ് കാണിക്കുക? ബ്രൈറ്റ് ഓറഞ്ച് കളർ. എടാ, ഇതൊക്കെ എത്രയോ പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞെന്ന കാര്യമാണ്. ഇറ്റ് ഈസ് ബ്രൈറ്റ് ഓറഞ്ച് കളർ. അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സിമ്പിൾ ആണോ എന്ന് വെച്ചാൽ സിമ്പിൾ ക്വസ്റ്റ്യൻ. യാ. 107 the thickness of ozone in a column of air in the atmosphere is measured in the terms of. നിങ്ങളുടെ സ്നേഹമാണ്, അതിയായ സ്നേഹമാണ് NDAക്ക്. അതിയായ സ്നേഹം, അല്ലാതെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒന്നും ഇടില്ല. ഓക്കെ, the thickness of ozone in a column of air in the atmosphere is measured in the terms of Dobson unit. അല്ലേടാ, ഡോപ്സൺ യൂണിറ്റ്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? DU, ഡോപ്സൺ യൂണിറ്റ്. ഇതാ അടക്കുന്നു. ആൻസർ കിട്ടിയില്ല. ആൻസർ. Okay, now next 108 the phenomenon of pleiotropism refers to. എന്താണെടാ പ്ലിയോട്രോഫിസം? പ്ലിയോട്രോഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ജീൻ ഒന്നിലധികം കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? പ്ലിയോട്രോഫിസം എന്ന് പറയുക. അവിടെ നോക്കൂ, എ സിംഗിൾ ജീൻ അഫക്റ്റിംഗ് മൾട്ടിപ്പിൾ ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ. നിങ്ങൾക്ക് അവിടെ തന്നെ ആൻസർ കിട്ടിയില്ലേടാ? ആൻസർ കിട്ടിയില്ലേ? ആൻസർ ആയില്ലേ? ദാ അടക്കുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ആൻസർ കിട്ടി. ദാ കിടക്കുന്നു. ഫസ്റ്റ് വൺ ആൻസർ. യെസ്, ഗുഡ്. എടാ, ഇനിയും കുട്ടികൾ എന്ത് റെസ്പോൺസ് വരട്ടെ കേട്ടോ, നല്ലപോലെ റെസ്പോൺസ് വരട്ടെ. നെക്സ്റ്റ് 109 spraying of which of the following phytohormone on juvenile conifers helps in hastening the maturity period that leads to early seed production. ഇത് ഈ സെന്റൻസ് ഡയറക്റ്റ് ആണ്, ഡയറക്റ്റ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക്, NCERT ടെക്സ്റ്റ് ബുക്ക് ആണ്. ദാറ്റ് ഈസ് ഗിബറലിക് ആസിഡ്. ദാ ഗിബറലിക് ആസിഡ്. ഓക്കെ, ദാ അടക്കുന്നു ഗിബറലിക് ആസിഡ്. ക്ലിയർ അല്ലേ? 109 കഴിഞ്ഞു. അടുത്തത് എന്താണ്? 110
110. Given below are two statements. One is labeled as assertion and the other is labeled as reason. കണ്ടോ, അസേർഷനും റീസണുമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അതാണ് ഉത്തരം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം കേട്ടോ. വായിക്കാം. ഓക്കെ, സോ വായിക്കാം. Assertion: the first stage of gametophyte in the life cycle of Moses is protonema stage. ശരിയാണ്. അപ്പോൾ ഈ പറയുന്ന ക്യാപ്സ്യൂളിനകത്തുനിന്ന് സ്പോർ റിലീസ് ചെയ്ത് ആ സ്പോർ താഴെ വീഴുന്ന ആദ്യം ഉണ്ടാകുന്ന ഹാപ്ലോണ്ടിക് സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ പറയുന്ന ഗാമറ്റോഫൈറ്റ് എന്ന് വിളിക്കുക. റെഡി, അത് കറക്റ്റാണ്, പ്രോട്ടോണിമ സ്റ്റേജ് ആണ്. ഓക്കെ, ഇനി അടുത്ത് പ്രോട്ടോണിമ ഡെവലപ്സ് ഡയറക്ട്ലി ഫ്രം ദ സ്പോർസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ക്യാപ്സ്യൂൾ. അതും ശരിയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളും ശരിയാണ്. എയും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. കിട്ടിയില്ലേ? ഇനി എന്താണ്? റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണ്. ശരിയാണ്. ഇത് ടെക്സ്റ്റിനകത്തുണ്ട് കേട്ടോ, സെൻറ്റൻസ് ഉണ്ട്, നിങ്ങൾക്ക് നോക്കി എടുക്കാവുന്നതാണ്. യെസ്, എവിടെയാണ്? അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലാണ് കിടക്കുക. ഓക്കെ, നൗ പ്ലാന്റ് കിങ്ഡത്തിലാണ് കിടക്കുക, അനാട്ടമിയിലല്ല, പ്ലാന്റ് കിങ്ഡത്തിൽ. 111 ഡ്യൂറിംഗ് ദ പ്യൂരിഫിക്കേഷൻ പ്രോസസ് ഫോർ റീകോമ്പിനന്റ് DNA ടെക്നോളജി അഡീഷൻ ഓഫ് ചിൽഡ് എത്തനോൾ പ്രസിപ്പിറ്റേറ്റ്സ് ഔട്ട്. അപ്പോൾ നിങ്ങൾ ചിൽഡ് എത്തനോൾ ഒഴിക്കുമ്പോഴത്തേക്ക് അവിടെ എന്താണ്? ഈ പറയുന്ന നാരുകൾ പോലൊരു സാധനം എന്താണ് അതിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരും. ആ സാധനം എന്താണെന്നാണ് ചോദിക്കുന്നത്. സാധനം ഈസ് DNA. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഉണ്ടാവാൻ വഴിയില്ല, ഡയറക്റ്റ് ആണ്. ഈ പ്രോസസ്സിനൊരു പേരൊക്കെ ഉണ്ട് അവിടെ. ഓക്കെ, ആ പറയുന്ന പ്രോസസ്സിന് താഴെ അതിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. യു ക്യാൻ വിസിറ്റ് ഇറ്റ്. ഓക്കെ, ദ റിയാക്ഷൻ സെൻറ്റർ ഇൻ PS2. ഓക്കെ, എന്തൊക്കെ വരുമെന്ന് പ്രതീക്ഷയാണ്. ഓക്കെ, വന്നിരിക്കുന്നത് നോക്കൂ. റിയാക്ഷൻ സെൻറ്റർ ഇൻ PS2 ഹാസ് ആൻ അബ്സോർപ്ഷൻ മാക്സിമ അറ്റ് PS2ൻ്റെ അബ്സോർപ്ഷൻ മാക്സിമം എത്രയാണ്? 680 നാനോമീറ്റർ ആണെന്ന് അറിയണം. 680 നാനോമീറ്റർ ആണ്. ഇതാ കിടക്കുന്നു, 680 നാനോമീറ്റർ. ഓക്കെ. Next question. Family Fabaceae differs from Solanaceae and Liliaceae with respect to the statement. Pick out the characteristics specific to family Fabaceae but not found in Solanaceae or Liliaceae. ഇതെങ്ങനെയെന്ന് അറിയാം അവിടെ ഈ ആൻസർ കിട്ടുക? ഇത് പഠിക്കണം, ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫ്ലോറൽ ഫോമുല കൊടുത്തിരിക്കുന്ന ഭാഗത്ത് പോകണം. എന്നിട്ട് അവിടെ ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞിട്ട് ഓരോ ഫ്ലോറൽ ഫോമുലയിലും കൊടുത്തിട്ടുണ്ട്. അവിടെ ഡയാഡൽഫസ് ആൻഡ് ഡൈത്തീക്കസാന്തർ എന്ന് എവിടെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ? ഈ പറയുന്ന ഫബേസിയയിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേറൊരിടത്തും കൊടുത്തിട്ടില്ല. സോ ഇറ്റ് ഈസ് ഡയാഡൽഫസ് ആൻഡ് ഡൈത്തീക്കസ് ആന്തർ ആണെന്ത് കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുക. ഓക്കെ, നെക്സ്റ്റ് 114 വിച്ച് മൈക്രോന്യൂട്രിയൻ്റ് ഈസ് റിക്വയർഡ് ഫോർ. അയ്യോ, ഇത്രയും സിമ്പിൾ ആക്കി തന്നിരിക്കുകയാണ്. എന്താണ്? വിച്ച് ഓഫ് ദ മൈക്രോന്യൂട്രിയൻ്റ് ഈസ് റിക്വയർഡ് ഫോർ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ മോളിക്യൂൾ ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്യാൻ ഏത് മൈക്രോന്യൂട്രിയൻ്റ് ആണ് വേണ്ടത്? മൈക്രോന്യൂട്രിയൻ്റ് ആണ് വേണമെന്ന് വേണ്ട എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് എന്താണ് അറിയില്ല നിങ്ങൾക്ക്? ഇറ്റ് ഈസ് മാംഗനീസ്. കിട്ടി, ആൻസർ കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്തെന്താണ്? 115 എമംഗ് ദ ഈവിൾ ക്വാർട്ടറ്റ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു പ്രീവിയസ് ഇയറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണെന്ന് തോന്നുന്നു. ഇന്നലത്തെ ഡിസ്കഷനിലെങ്ങാണ്ട് പ്രീവിയസ് ഇയറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദ ഈവിൾ ക്വാർട്ടറ്റ് വിച്ച് വൺ ഈസ് കൺസിഡേർഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് ഡ്രൈവിംഗ് എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസ് എക്സ്റ്റിൻഷന് കാരണമാകുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. പറയാമോ നിങ്ങൾക്ക്? ഇറ്റ് ഈസ് ഏതാണ്? തേർഡ് വൺ, ദാറ്റ് ഈസ് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. ഓക്കെ, നൗ 115 കഴിഞ്ഞു. ഇനി അടുത്ത ഏതാണ്? 116 മൂവ്മെന്റ് ആൻഡ് അക്യൂമുലേഷൻ ഓഫ് അയോൺ അക്രോസ് എ മെംബ്രെയിൻ എഗൈൻസ്റ്റ് ദെയർ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ. ഓക്കെ, എഗൈൻസ്റ്റ് ദെയർ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എതിരായിട്ടാണ് പ്രവർത്തിക്കണമെങ്കിൽ ലോവർ ടു ഹയർ ആയിരിക്കും പോവുക. ലോവർ ടു ഹയർ ആണെങ്കിൽ വിത്ത് എക്സ്പെൻഡിച്ചർ ഓഫ് എനർജി ആയിരിക്കും. ദ ആൻസർ വിൽ ബി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. ദാ കിടക്കുന്നു. ഓക്കെ, ഓക്കെ, സോ നിങ്ങൾ നോക്കൂ, 116 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? 116 വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇറ്റ് ഈസ് വെരി ഈസി അല്ലേ? ഇനി അടുത്ത്, ഇൻ ടിഷ്യൂ കൾച്ചർ എക്സ്പെരിമെന്റ്സ് ലീഫ് മീസോഫിൽ സെൽസ് ആർ പുട്ട് ഇൻ എ കൾച്ചർ മീഡിയം ടു ഫോം കാലസ്. ദിസ് ഫിനോമിനൻ മേ ബി കോൾഡ് അസ്. ഓക്കെ, ഈ ഫിനോമിനൻ്റെ പേരെന്താണ്? ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ പ്ലാന്റ് സെൽസും ഉണ്ടായിരിക്കുന്നത് സൈഗോട്ട് എന്ന് പറയുന്ന ഒറ്റ സെല്ലിൽ നിന്നാണ് അല്ലേ? ഈ സൈഗോട്ട് എന്ന് പറയുന്ന സെല്ലിൽ നിന്നുണ്ടാകുന്ന ബാക്കി സെല്ലുകൾ ഡിഫറൻഷിയേറ്റ് ചെയ്താണ് ഓരോ സ്ട്രക്ചേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് പറയുന്നത് എന്താണ്? മീസോഫിൽ സെൽ എന്ന് പറയുന്നു. അപ്പോൾ മീസോഫിൽ സെൽ എന്ന് പറയുന്നത് സൈഗോട്ടിക് സെല്ല് ഡിവൈഡ് ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്ന സെൽസിൽ നിന്നാണ് എന്ത് വന്നിരിക്കുന്നത്? മീസോഫിൽ സെൽസ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് സെൽസ്, ഡിവൈഡിങ് സെൽസിൽ നിന്നാണ് മീസോഫിൽ വന്നിരിക്കുന്നത്. അപ്പോൾ മീസോഫിൽ സെൽ ഈസ് ഓൾറെഡി എന്താണ്? ഡിഫറൻഷിയേറ്റഡ് സെല്ലാണ്.
ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ആ മീസോഫിൽ സെല്ലിനെ കൊണ്ടുപോയിട്ട് കൾച്ചർ മീഡിയത്തിൽ ഇട്ടിട്ട് വളർത്താൻ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ഇവന് നഷ്ടപ്പെട്ട ക്യാരക്ടറിനെ തിരിച്ചു കൊണ്ടുവരികയല്ലേ. അതായത് ഇവൻ ഡിവിഷനൊക്കെ സ്റ്റോപ്പ് ചെയ്ത ആളാണ് മീസോഫിൽ സെല്ല്. അതിനെ നമ്മൾ കൾച്ചർ മീഡിയത്തിൽ കൊണ്ടുവന്ന് വീണ്ടും ഡിവൈഡ് ചെയ്യിക്കുകയാണ്. ദെൻ ദ പ്രോസസ് ഈസ് കോൾഡ് ഡീഡിഫറൻസിയേഷൻ. കിട്ടിയില്ലേടാ ആൻസർ? ഓക്കെ, കിട്ടിയില്ല ആൻസർ. Now next question, the process of appearance of recombination nodules occurs at which substage of prophase 1 in meiosis? അയ്യോ, എന്ത് സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ തന്നെ മനസ്സിലാക്കണോ. മിയോസിസ് നടക്കുന്ന സമയത്ത് ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്, ഞാൻ ഇത് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ ഈ പറയുന്ന കാര്യങ്ങളിൽ സിനാപ്സിസ് നടക്കുന്നൊന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾ പാക്കറ്റീൻ സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് എന്ത് നടക്കുന്നത്, ക്രോസിംഗ് ഓവർ നടക്കുന്നത്, റീകോമ്പിനേഷൻ നോഡ്യൂൾ ഉണ്ടാവുന്നതൊക്കെ. സോ ദ ആൻസർ ഈസ് ഫോർത്ത് വൺ. ഓക്കെ, സോ ഫോർത്ത് വൺ. 118 കഴിഞ്ഞു. 119 given below are two statements. വീണ്ടും സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നമ്മുടെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞ ആ ടെക്നിക്ക് നിങ്ങൾ ഫോളോ ചെയ്തിരുന്നുവെങ്കിൽ ദ ക്വസ്റ്റ്യൻ പേപ്പർ വാസ് സോ ഈസി. നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം ഈ സ്റ്റേറ്റ്മെന്റ്സിനെ അവസാനത്തേക്ക് വെച്ചാൽ മതിയായിരുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിനെ ലാസ്റ്റിലേക്ക് വെച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ എന്ത് നടന്നാലും നമുക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ OMR ഷീറ്റ് കൊടുത്തു കഴിഞ്ഞു. സോ നമ്മൾ ബാക്കിലോട്ട് പോയി നോക്കുന്നില്ല, നമ്മൾ ഇനി ഫ്രണ്ടിലേക്ക് നോക്കുന്നു. 119 given below are two statements. The forces generated by transpiration can lift a xylem-sized column of water over 130 meters high. Okay, 130 meters high. ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. ഇനി അപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് ട്രാൻസ്പിറേഷൻ്റെ അഡ്വാൻറ്റേജസിൻ്റെ ആ പോർഷനിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിനകത്ത്. അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ട്രാൻസ്പിറേഷൻ കൂൾസ് ലീവ് സർഫസ് സംടൈംസ് 10 to 15 degrees by evaporative cooling. So the answer is both statement 1 and statement 2 are correct. ഓക്കെ, 119 കഴിഞ്ഞു. ഇനി 120. ആക്സിയൽ പ്ലാസന്റേഷൻ ഈസ് ഒബ്സർവ്ഡ് ഇൻ. ഇവിടെയാണ് ഞാൻ വീണ്ടും പറഞ്ഞത് നിങ്ങളെ പെടുത്താനുള്ള ഒരു കളി അവിടെ കളിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ബുദ്ധിപരമായിട്ട് കളിച്ചാൽ എന്താണ്, നിങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിനകത്ത് ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഈ പറയുന്ന ആക്സിയൽ പ്ലാസന്റേഷൻ ഈസ് ഒബ്സർവ്ഡ് എന്ന് പറഞ്ഞിട്ട് ടൊമാറ്റോനെ ഫസ്റ്റ് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വേറൊരു കാര്യം നോക്കുക, ഈ പറയുന്ന ചൈന റോസിനെ പല സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലെമൺ ഒരിടത്തേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ ഇടയിൽ പെറ്റൂണിയനെ കയറ്റിയിട്ടു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പ്രശ്നം വരുമെന്നറിയാമോ, നിങ്ങൾ പ്ലാസന്റേഷൻ്റെ അവിടെ പോയിട്ടുള്ള എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങൾ എവിടെ പോകണമെന്നറിയാമോ, നിങ്ങൾ ഫാമിലീസിലേക്ക് പോകണം. ആ ഫ്ലോറൽ ഫാമിലീസിലേക്ക് പോയിട്ട് അവിടെ പ്ലാസന്റേഷൻ കൊടുത്തിട്ടുണ്ട്. അതിലൊരിടത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് പെറ്റൂണിയനെയും കാണാം. ദ ആൻസർ ഈസ് ചൈന റോസ്, പെറ്റൂണിയ ആൻഡ് ലെമൺ. ഇതാണ് ആൻസർ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ആൻസറിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനിയുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഈ പറഞ്ഞ ആക്സിയൽ പ്ലാസന്റേഷൻ എന്ന് പഠിച്ചു വെക്കുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് മാത്രം പഠിച്ചാൽ പോരാ. നമ്മൾ എവിടെ പോകണം, ഫാമിലിയിൽ പോയിട്ട് അവിടെയും ഏതാണ് പ്ലാസന്റേഷൻ എന്ന് നോക്കി പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് വരുന്ന അടുത്ത ചാലഞ്ച്. ഓക്കെ, 121 which of the following stage of meiosis involve division of centromere? എന്ത് ക്വസ്റ്റ്യൻ ആണിത് നോക്കൂ. നിങ്ങൾ ആനാഫേസ് 2 കൊടുത്തിട്ടുണ്ട്, ടീലോഫേസ് കൊടുത്തിട്ടുണ്ട്, മെറ്റാഫേസ് 1 കൊടുത്തിട്ടുണ്ട്, മെറ്റാഫേസ് 2 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഈ പറയുന്ന മിയോസിസ് 1 നടക്കുമ്പോൾ ക്രോമസോമിനെയാണ് വലിച്ചുകൊണ്ട് പോകുന്നത്. ക്രോമസോമിന്റെ സെൻട്രോമിയറിനെ എന്താണ് ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. ഒരു ക്രോമസോമിന്റെ സെൻട്രോമിയർ അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും, അത് ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ അവിടെ എന്താണ് ഈ പറയുന്ന മിയോസിസ് 1 നടക്കുന്നത് ഒരു പ്രോസസ്സ് നിങ്ങൾ തൊടാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ എവിടെ തൊടണം, മിയോസിസ് 2. ഇനി വലിച്ചോണ്ട് പോകണം, ആനയാണ് വലിക്കുക, ആനാഫേസ് 2. ദ ആൻസർ ഈസ് എന്താണ്, ആനാഫേസ് 2. ഓക്കെ, 121, 122. Frequency of recombination between gene pairs on some chromosome as a measure of the distance between genes to map their position on chromosome was used for the first time by. ഇത്രയൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഇത് എന്താണ് ചാപ്റ്റർ എന്നറിയില്ലേ നിങ്ങൾക്ക്. നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷനിൽ ഡ്രോസോഫില മെലനോഗാസ്ട്രിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിരിക്കുന്ന ഭാഗമുണ്ട്. ആ ഭാഗം പോയിട്ട് അതിൻ്റെ താഴത്തെ ഒരു പാരഗ്രാഫ് ഉണ്ട്, ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ. ആ ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ എന്ന് പറയുന്ന ആ പാരഗ്രാഫ് നിങ്ങൾ വായിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടിയിരിക്കും. ദാറ്റ് ഈസ് ആൽഫ്രഡ് സ്റ്റുവർട്ട്. കിട്ടിയ ആൻസർ. യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 123. സെല്ലുലോസ് ഡസ് നോട്ട് ഫോം ബ്ലൂ കളർ വിത്ത് അയഡിൻ. നമുക്കറിയാം ഈ പറയുന്ന നമ്മൾ പോളിസാക്രൈഡ്സ് പഠിക്കുന്ന സ്ഥലത്ത് നമ്മൾ പറയും അയഡിൻ ടെസ്റ്റ് എന്താണ്, സ്റ്റാർച്ചിന് പോസിറ്റീവ് റിസൾട്ട് കാണിക്കും. കാരണം ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് സ്റ്റാർച്ച്.
ഹെലിക്കൽ സ്ട്രക്ചറാണ് എന്തിനുള്ളത്, ഈ പറയുന്ന സ്റ്റാർച്ചിനുള്ളത്. പക്ഷേ ആ സ്ട്രക്ചർ ആർക്കില്ല, നമ്മുടെ സെല്ലുലോസിനില്ല, പാവം. അതുകൊണ്ടാണ് ദ ആൻസർ വന്നില്ലേ. ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ കോംപ്ലക്സ് ഹെലിക്സസ് ആൻഡ് ഹെൻസ് കനോട്ട് ഹോൾഡ് അയഡിൻ മോളിക്യൂൾ. യെസ്, ഓക്കെ. നമ്മുടെ എന്താണ്, യെസ്, ഒരുപാട് ഇത് വരുന്നുണ്ട് കേട്ടോ, എന്താ പറയുക, റിപ്ലൈസ് വരുന്നുണ്ട്. ഓക്കെ, ഒരേ ആൾക്കാർ തന്നെ റിപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് റിപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് തെറ്റിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. ഇൻ ജീൻ ഗൺ മെത്തേഡ്, ഇതാണ് ഞാൻ പറഞ്ഞത് വീണ്ടും NTA നിങ്ങളുടെ അടുത്ത് എന്താ സ്നേഹമെന്ന്. നിങ്ങൾ എന്നെ ഒന്ന് നോക്കടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആരാണ് എഴുതാതെ പോവുക, ആരാണ് ഉത്തരം എഴുതാതെ പോവുക? നിങ്ങളിവിടെ നോക്കൂ. ഇൻ ജീൻ ഗൺ മെത്തേഡ് യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് ഏലിയൻ DNA ഇൻ ടു ഹോസ്റ്റ് സെൽസ് മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് ഡാഷ് മെറ്റൽസ് ആർ യൂസ്ഡ്. എടാ, നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, നമുക്ക് ഈ പറയുന്ന ഫോറിൻ DNA അകത്ത് കയറ്റാൻ 5 മെത്തേഡ്സ് ഉണ്ട്, 5 മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സിൽ ഒരെണ്ണമാണ് ഈ ജീൻ ഗൺ എന്ന് പറയുന്ന സാധനം. അതിൽ 2 മെറ്റൽസിൻ്റെ പേരുണ്ടെന്ന് ആർക്ക് ഓർക്കാം, ആർക്ക് വേണമെങ്കിലും ഓർത്ത് വയ്ക്കുക. ഇതിനകത്ത് 2 മെറ്റൽസ് ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കും, ബാക്കി എല്ലാത്തിലും സിൽവർ, കോപ്പർ, സിങ്ക് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുക. ഒന്നാമത്തെ ഓപ്ഷനിൽ മാത്രം 2 മെറ്റൽസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഏതാണ്? ടങ്സ്റ്റൺ ഓർ ഗോൾഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യെസ്, ഇപ്പം തോന്നുന്നു സിമ്പിളാണെന്നല്ല, ഇത് സിമ്പിളാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ എന്താണ്, താങ്ക്സ് ടു NTA എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ഇതിടാം. ഓക്കെ, ശരി. 125 ഐഡന്റിഫൈ ദ പെയർസ് ഓഫ് ഹെട്രോസ്പോറസ് ടെറിഡോഫൈറ്റ്സ് എമംഗ് ദ ഫോളോയിങ്. പോവുക, ടെക്സ്റ്റ് എടുക്കുക, പ്ലാൻ കിങ്ഡം എടുക്കുക, ടെറിഡോഫൈറ്റ്സിൻ്റെ ഭാഗം എടുക്കുക, പേജ് മറിക്കുക, ജിംനോസ്പോംസ് തുടങ്ങുന്നതിന് തൊട്ട് മുകളിലുള്ള പാരഗ്രാഫ് വായിച്ചു നോക്കുക. നിങ്ങളുടെ ആൻസർ അവിടെ കിടപ്പുണ്ട്. ഇതിൻ്റെ ആൻസർ എന്താടാ? 125ൻ്റെ ആൻസർ 125ൻ്റെ ആൻസർ എന്താടാ? 125ൻ്റെ ആൻസർ സെലാജിനെല്ല ആൻഡ് സാൽവീനിയ. ഇതാ കിടക്കുന്നു. ഓക്കെ, യെസ്. 126 unequivocal proof that DNA is the genetic material was first proposed by ടെക്സ്റ്റിനകത്തുള്ള ഡയറക്റ്റ് സെൻറ്റൻസ് ആണ്. ആരാണ്? ആൽഫ്രഡ് ഹെർഷേ ആൻഡ് മാർത്ത ചേസ്. 126 ഫോർത്ത് ഓപ്ഷൻ ആണ് കറക്റ്റ്. ഓക്കെ, 127 how many ATP and NADPH2 are required for the synthesis of 1 molecule of glucose during Calvin cycle? നിങ്ങൾ ഈ പറയുന്ന കാൽവിൻ സൈക്കിൾ കഴിഞ്ഞിട്ടുള്ള ആ പേജ് എടുത്ത് മറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ടേബിൾ ഉണ്ടാവും. ആ ടേബിൾ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഇതിന് ഉത്തരം എഴുതിയിരിക്കും. 18 ATPയും 12 NADPH2 ആണ് നമുക്കവിടെ ചിലവാവുക. ക്ലിയർ അല്ലേ? ആൻസർ ഈസ് 18 ATP ആൻഡ് 12 NADH2. ആൻസർ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. ഡെട്രൈറ്റിവോഴ്സ് പെർഫോം ഫ്രാഗ്മെന്റേഷൻ. ശരിയല്ലേടാ? ഡെട്രൈറ്റിവോഴ്സ് പെർഫോം ഫ്രാഗ്മെന്റേഷൻ ശരിയാണ്, അവരുടെ ജോലിയാണ്. ദ ഹ്യൂമസ് ഈസ് ഫർദർ ഡീഗ്രേഡഡ് ബൈ സം മൈക്രോബ്സ് ഡ്യൂറിംഗ് മിനറലൈസേഷൻ. ശരിയാണ്. വാട്ടർ സോല്യുബിൾ ഇനോർഗാനിക് ന്യൂട്രിയൻസ് ഗോ ഡൗൺ ഇൻ ടു ദ സോയിൽ ആൻഡ് ഗെറ്റ് പ്രസിപ്പിറ്റേറ്റഡ് ബൈ എ പ്രോസസ് കോൾഡ് ലീച്ചിങ്. ശരിയാണ്. ദ ഡെട്രൈറ്റസ് ഫുഡ് ചെയിൻ ബിഗിൻസ് വിത്ത് ലിവിങ് ഓർഗാനിസംസ്. അവിടെയാണ് നമ്മൾ പെട്ടുപോവുക. ഡെട്രൈറ്റസ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്, ഡെഡ് ഓർഗാനിക് മാറ്ററിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുക. ഇനി അടുത്ത് എർത്ത് വേം ബ്രേക്ക് ഡൗൺ ഡെട്രൈറ്റസ് ഇൻ ടു സ്മോളർ പാർട്ടിക്കൽ ബൈ എ പ്രോസസ് കോൾഡ് കാറ്റബോളിസം ആണ്. അല്ല, ഇറ്റ് ഈസ് കോൾഡ് ഫ്രാഗ്മെന്റേഷൻ. അപ്പോൾ ഡിയും ഇയും തെറ്റ്. പിന്നെ ഏതാണ് ആൻസർ? ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോടാ? ഈ ക്വസ്റ്റ്യൻ 2 രീതിയിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാമായിരുന്നു. ഞാൻ അത് പിന്നെ പഴയ കാര്യം പറയുന്നതല്ല. എർത്ത് വേംസ് ബ്രേക്ക് ഡൗൺ ഡെട്രൈറ്റസ് ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾസ് ബൈ എ പ്രോസസ് കോൾഡ് കാറ്റബോളിസം. അത് തെറ്റാണെന്ന് ആർക്കും മനസ്സിലാവും. കാരണം അത് ഫ്രാഗ്മെന്റേഷൻ ആണ്, നമുക്ക് മനസ്സിലാവും. കാരണം എന്താണെന്നറിയോ? അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നറിയോ? ഒന്നാമത്തെ ഓപ്ഷനും പോകും, രണ്ടാമത്തെ ഓപ്ഷനും പോകും. ഈ ഒഴിവായി. ഇനി നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ എ ഓപ്ഷൻ കറക്റ്റാണ്. അപ്പോൾ എന്ത് വരണം? എ വരണം, എന്നാൽ ഏത് വരാൻ പാടില്ല? ഈ വരാൻ പാടില്ല, എ വരണം. അപ്പോൾ നിങ്ങൾ നോക്കുക, 4 എ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ എടുത്തൂടെ? എളുപ്പമല്ലേ? അപ്പോൾ ഇങ്ങനെയും ചെയ്യാമായിരുന്നു. 129 in angiosperms the haploid, diploid and triploid structures of a fertilized embryo sac sequentially are fertilized embryo sac. അപ്പോൾ ഫെർട്ടിലൈസ്ഡ് എംബ്രിയോ സാക്ക് എന്ന് പറഞ്ഞാൽ ഡിപ്ലോയിഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? സൈഗോട്ട്. നിങ്ങൾ നോക്കടാ, സൈഗോട്ട് രണ്ടാമത് വരുന്നത് ഒരൊറ്റ ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ. അയ്യോ, കണ്ടോ? സൈഗോട്ട് രണ്ടാമതായിട്ട് വരുന്നത് വേറെ എവിടെയെങ്കിലും ഉണ്ടോടാ? വേറെ ഒരിടത്തും ഇല്ലല്ലോ. ഇല്ല, സൈഗോട്ട് രണ്ടാമതായിട്ട് വരുന്നത് ഈ ഒരൊറ്റ ഓപ്ഷനിലേ ഉള്ളൂ. നോക്ക്, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആൻസർ ഡയറക്റ്റ്ലി കിട്ടിയില്ലേ? യെസ്, 1.
ഇനി 129 കഴിഞ്ഞു. 130 given below are two statement, one is labeled as assertion and ഇതിലെല്ലാത്തിലും ഇങ്ങനെ എന്താ പറയണേ, ATP is used as two step in glycolysis. ശരിയാണ്, ഗ്ലൈക്കോളിസിസിൽ 2 സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു, ATP യൂസ് ചെയ്യുന്നു. ഏതൊക്കെയാണ് ആ സ്റ്റെപ്പ്? ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, ഒരു ATPനെ എക്സ്പെൻഡ് ചെയ്യണം. ആ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ നമ്മൾ ഐസോമറൈസ് എന്ന് പറയുന്ന എൻസൈം വെച്ച് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആക്കും. ആ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിനെ നമ്മൾ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആക്കി മാറ്റും. അതിനും നമുക്ക് എന്ത് വേണം, ATP വേണം. അപ്പോൾ ATP 2 സ്റ്റെപ്പിലാണ് യൂസ് ചെയ്യുന്നത്. ആ സ്റ്റെപ്പുകളാണ് താഴെ പറയുന്നത്. ഇനി നിങ്ങൾ ഉത്തരം പറയടാ, രണ്ടും ശരിയല്ലേ? ആൻഡ് അത് എക്സ്പ്ലനേഷനും അല്ലേ? ആണ് കറക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് 131 എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാക്സ് റെഫേഴ്സ് ടു, ഓടിപ്പോവുക, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നുള്ള ചാപ്റ്റർ എടുക്കുക, അതിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോവുക, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എടുക്കുക. അതിൽ ആ പേജിൽ റൈറ്റ് സൈഡിലൊരു പേജിൽ ഈ പറയുന്ന ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ, ഒരു പെൺകുട്ടിയുടെ തലയൊക്കെ പറഞ്ഞവിടെ 2 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗും സീക്വൻസ് അന്നട്ടേഷനും. അതിൻ്റെ വരി തുടങ്ങുന്നത് തന്നെ ഇതിൻ്റെ ഉത്തരമാണ്. എന്താണത്? ഓൾ ജീൻസ് വെദർ എക്സ്പ്രസ്ഡ് ഓർ അൺഎക്സ്പ്രസ്ഡ് ആണോ? സർട്ടൻ ഇമ്പോർട്ടൻ്റ് അല്ല. ഓൾ ജീൻസ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് RNA ഇതാ കൊടുത്തിട്ടുണ്ട്. 131 ആൻസർ ആയി. യെസ് ഓക്കെ. ഇനി 131 കഴിഞ്ഞു. 132 എമംഗ് യൂക്കാരിയോട്ട് റെപ്ലിക്കേഷൻ ഓഫ് DNA ടേക്സ് പ്ലേസ് ഇൻ എന്തിനാണ് നമ്മൾ ആലോചിക്കുന്നത്? റെപ്ലിക്കേഷൻ ഓഫ് DNA ടേക്സ് പ്ലേസ് ഇൻ സ്പേസ്. അല്ലേടാ? അല്ലേ? കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 133 ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. 133യുടെ ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. That is, N-dark and X-dark are the terms often used for describing the position of secondary xylem in the plant body. തെറ്റ്. എക്സാർക്കും എൻഡാർക്കും പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൈമറി സൈലത്തിന് വേണ്ടിയിട്ടാണ്. പ്രൈമറി സൈലം, പ്രോട്ടോസൈലം പുറത്തേക്കും മെറ്റാസൈലം അകത്തേക്കുമാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എക്സാർക്ക്, ആൻഡ് പ്രോട്ടോസൈലം അകത്തേക്കും മെറ്റാസൈലം പുറത്തേക്കുമാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എൻഡാർക്ക് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എക്സാർ കണ്ടീഷൻ ഈസ് ദ മോസ്റ്റ് കോമൺ ഫീച്ചർ ഓഫ് ദ റൂട്ട് സിസ്റ്റം. അത് ശരിയാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് 1 തെറ്റും ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ട്രൂ വരുന്നു. ദാറ്റ് ഈസ് 133. ദ ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ ആണ് ആൻസർ. കിട്ടിയില്ലേടാ ആൻസർ? ഇനി അടുത്ത 134 ലാർജ് കളർഫുൾ ഫ്രാഗ്രന്റ് ഫ്ലവേഴ്സ് വിത്ത് നെക്ടാർ ആർ സീൻ ഇൻ. ആർക്കാണ്ട വലിയ ഫ്ലവർ കളർഫുൾ ആയിരിക്കണം, പിന്നെന്താണ്, നെക്ടാർ കൊടുക്കണം. ഇതൊക്കെ ആർക്കായിരിക്കും? ഇൻസെക്ട് പോളിനേഷൻ ആയിരിക്കില്ലടാ. ഇൻസെക്ട് പോളിനേറ്റഡ് പ്ലാന്റ്സ്. യെസ്, ഇൻസെക്ട് പോളിനേറ്റഡ് പ്ലാന്റ്സ്. ഓക്കെ. 135 വിച്ച് ഹോർമോൺ പ്രൊമോട്ട്സ് ഇന്റർനോഡ് ഓർ പീറ്റിയോൾ ഇലോങ്ങേഷൻ ഇൻ ഡീപ്പ് വാട്ടർ റൈസ് പ്ലാന്റ്സ്? ഇതിലേതാണ്? ഇറ്റ് ഈസ് എത്തിലീൻ. ഇതാ അടക്കുന്ന ആൻസർ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കാം കേട്ടോ. ഈ പറയുന്ന പ്ലാന്റ് ഹോർമോൺസിൻ്റെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് എടുത്ത് നോക്കാം. ഓക്കെ. 136 ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്, 1 ഈസ് ലേബിൾഡ് ആസ് അസേർഷൻ. വീണ്ടും അസേർഷൻ റീസൺ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇതൊക്കെ വിട്ടു പോകണമായിരുന്നു, ഇതൊക്കെ വിട്ടു പോയാൽ മതിയായിരുന്നു. ഓക്കെ, അസേർഷൻ റീസൺ ഒക്കെ നിങ്ങൾ എന്താണ് ഒഴിവാക്കി പോകുന്നതായിരുന്നു ബുദ്ധി. നോക്കാം. എ ഫ്ലവർ ഈസ് ഡിഫൈൻഡ് ആസ് മോഡിഫൈഡ് ഷൂട്ട് വെയർ ഇൻ എ ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം ചേഞ്ചസ് ടു ഫ്ലോറൽ മെരിസ്റ്റം. ശരിയാണ്. Internode of shoot gets condensed to produce different floral appendages laterally at successive nodes instead of leaves. ശരിയാണ്, രണ്ടും ശരിയാണ്. 2 കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ആൻസർ നമുക്ക് എന്താണ്? BNCC. ഓക്കെ, 3 എന്നെടുക്കാം. ഓക്കെ, ഇതാണ്. യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 137 M phase, G2 phase, ക്യുസെന്റ് സ്റ്റേജ്, G1 phase. അയ്യോ നോക്കാം. പ്രോട്ടീൻസ് ആർ സിന്തസൈസ്, ഇനാക്റ്റീവ് ഫേസ്, ഇന്റർവെൽ ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് ഇനിസിയേഷൻ ഓഫ് DNA റെപ്ലിക്കേഷൻ, ഇക്വേഷണൽ ഡിവിഷൻ. നോക്കടാ, ദാ ഇന്റർവെൽ ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് ഇനിസിയേഷൻ ഓഫ് DNA റെപ്ലിക്കേഷൻ ഏതാണത്? G1 ഫേസ് ആണത്. ഇതാ അടക്കുന്നത് G1 ഫേസ് അല്ലേ? ഇനി അടുത്ത് എന്താണ് ഈ പറയുന്ന എന്താണ് D3 ആയിട്ട് കണക്ട് ചെയ്യണേ? 3 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇനി ക്യുസെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇനാക്റ്റീവ് ഫേസ് ആണ്. അപ്പോൾ C2 ആയിട്ട് അതാ കിട്ടിയില്ല ആൻസർ. C2 ആയിട്ടും D3 ആയിട്ട് കണക്ട് ചെയ്യണ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. 1 ആണ് ആൻസർ. എന്താ എനിക്ക് മനസ്സിലായില്ല. ഫുൾ AR ആണെന്നോ? യെസ്. ഓക്കെ. ശരിയാ. ഓക്കെ, എനിക്ക് എളുപ്പമുള്ള വഴി പറഞ്ഞതാണല്ലേ. B1 ഉള്ളയോ? യെസ്. ഓക്കെ, അതെ നിങ്ങൾ അതെ ഇപ്പോൾ അതാ പിള്ളേർ എന്താണ് കമൻറ്റിൽ പറയുന്നുണ്ട്. B1 വരണത് ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, C2 വരണത് ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ എടുത്താൽ മതി. ഗുഡ്.
138. How many different protein does the ribosome consist of? ഇത് ടെക്സ്റ്റിനകത്ത് ഒരു സെന്റൻസിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. യെസ് ഒരു സെന്റൻസിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണത്? ദ റൈബോസോം കൺസിസ്റ്റ് ഓഫ് സ്ട്രക്ചറൽ RNAs ആൻഡ് അബൌട്ട് 80 ഡിഫറെൻറ്റ് പ്രോട്ടീൻസ്. ഇറ്റ് ഈസ് 80. ആൻസർ ഈസ് 3. ഓക്കെ, 138. ഇനി അടുത്തത് 139. യെസ്, വ്യൂവേഴ്സ് കൂടുന്നുണ്ടല്ലോ. യെസ്, 23 വ്യൂവേഴ്സ് ആയി. എടാ 23 വ്യൂവേഴ്സ് ഉണ്ടെങ്കിലും എന്താണ് റെസ്പോൺസ് ചെയ്തോ കേട്ടോ, നിങ്ങൾ ആൻസേഴ്സ് പറഞ്ഞോ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് നോട്ട് കറക്റ്റ്? തെറ്റല്ലാത്തത്, നോട്ട് കറക്റ്റ്, തെറ്റാണ്. യെസ്. Water hyacinth grows abundantly in eutrophic water bodies and leads to an imbalance in the ecosystem dynamics of the water body. The amount of some toxic substance of industrial wastewater increases in the organism at successive trophic levels. അടുത്ത്, the microorganisms involved in biodegradation of organic matter in a sewage polluted water body consume a lot of oxygen causing the death of aquatic organism. ഇതൊക്കെ ശരിയാണ്, ഇതാണ്. Algal blooms caused by excess of organic matter in water improve water quality. എൻ്റെ ദൈവം, ഇതാ നടക്കുന്നു. ഓക്കെ, അപ്പോൾ തെറ്റായിട്ടുള്ള നോട്ട് കറക്റ്റ് ആൻസർ കിട്ടിയില്ലേ? യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 140. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻസ് ഈസ് റിക്വയർഡ് ഫോർ കെമിയോസ്മോസിസ്? കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസിന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്? നിങ്ങൾക്ക് പ്രോട്ടോൺ പമ്പ് പറയുന്നുണ്ട്, ഇലക്ട്രോൺ ഗ്രേഡിയൻറ്റ് പറയുന്നത്. എടാ ഇലക്ട്രോൺ ഗ്രേഡിയൻറ്റ് വന്നാൽ തന്നെ വെട്ടിക്കളയടാ, ഇലക്ട്രോൺ ഗ്രേഡിയൻ്റ് ഒന്നും വരണ്ട. മെംബ്രെയിൻ വേണം, പ്രോട്ടോൺ പമ്പ് വേണം, പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ATP സിന്തേസ്. മെംബ്രെയിൻ വേണം, പ്രോട്ടോൺ പമ്പ് വേണം, പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് വേണം, NADP സിന്തേസ് വേണം. ഏതാടാ വേണ്ടത്? ATP സിന്തേസ് അല്ലേടാ. ഇതാ അടക്കുന്ന ആൻസർ. 140 ആൻസർ കിട്ടിയില്ലേ? ഏതാ 4? ഓക്കെ ശരി. Okay, next one. Match the list 1 with list 2. Cohesion, adhesion, surface tension, guttation. Okay. More attraction in liquid phase, mutual attraction among water molecule, water loss in liquid phase, attraction towards polar surface. എടാ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊഹഷൻ എന്ന് പറഞ്ഞാൽ വാട്ടറിന് വെള്ളത്തിനോട് തന്നെയുള്ള അട്രാക്ഷൻ. അഡ്ഹഷൻ, വാട്ടറിന് വേറൊരു പോളാർ സർഫസുമായിട്ടുള്ള അട്രാക്ഷൻ. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഗട്ടേഷൻ എന്നാണ് വാട്ടർ ലോസ് ഇൻ ലിക്വിഡ് ഫേസ്. അപ്പം ഡീനെ 3യുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ദാ ഇവിടെ കൊഹഷൻ, മ്യൂച്വൽ അട്രാക്ഷൻ അമംഗ് വാട്ടർ മോളിക്യൂൾ, എനെ 2യുമായിട്ട് കണക്ട് ചെയ്യുക. A2 D3 വരുന്ന 2 ഉണ്ട്. ഇനി അഡ്ഹഷൻ, ഇത് കിടക്കുന്നു അട്രാക്ഷൻ പോളാർ സർഫസ്, B4യുമായിട്ട് കണക്ട് ചെയ്യുക. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോടാ? A2 B4 C1 D3. ഇതാ കിടക്കുന്ന ആൻസർ. ഓക്കെ. സോ 142 നമ്മളിതാ എത്തിയിരിക്കുന്നു. ഏത് ചാപ്റ്റർ എന്നറിയാമോടാ? 142 എന്ന് പറയുന്നത് ചാപ്റ്റർ വന്നിരിക്കുന്നത് മിനറൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ മിനറൽ ന്യൂട്രീഷനിൽ നിന്ന് അയൺ വന്നിട്ടുണ്ട്, സിങ്ക് വന്നിട്ടുണ്ട്, ബോറോൺ വന്നിട്ടുണ്ട്, മോളിബ്ഡിൻ. ഇതൊക്കെ ഇത് പ്രീവിയസ് ആണ് കേട്ടോ. ഓക്കെ, സിന്തസിസ് ഓഫ് ഓക്സിൻ വന്നിട്ടുണ്ട്, കമ്പോണൻറ്റ് ഓഫ് നൈട്രേറ്റ് റിഡക്റ്റേസ്, ആക്ടിവേറ്റർ ഓഫ് കാറ്റലൈസ്, സെൽ ഇലോങ്ങേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ. പറയാമോ? ആൻസർ പറയാമോ? ഓക്കെ, ഇത് ഒരെണ്ണം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നിങ്ങൾക്ക്. ഏതാണ്? കിട്ടിയോ? ആൻസർ കിട്ടിയോ നിങ്ങൾക്ക്? ഇതാ അടക്കുന്നു. മോളിബ്ഡിനത്തിനെ കണക്ട് ചെയ്താൽ മതി. മോളിബ്ഡിനത്തിനെ എങ്ങോട്ടാണ് കണക്ട് ചെയ്യുക? പെട്ടെന്ന് കണക്ട് ചെയ്യൂ. ഓക്കെ, കണക്ട് ചെയ്തോ നിങ്ങൾ? അയ്യോ, നിങ്ങൾ ആൻസേഴ്സ് ഒന്നും പറയുന്നില്ലല്ലോ. മോളിബ്ഡിനത്തിനെ എങ്ങോട്ടെങ്കിലും ഒന്ന് കണക്ട് ചെയ്താൽ മതി. ആ ഒരൊറ്റ സാധനം കിട്ടിയാൽ മതി. ഞാൻ നിങ്ങൾ പറയുമോ എന്നറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഇവിടെ നോക്കുക. അയൺ, സിങ്ക്, സിന്തസിസ് ഓഫ് ഓക്സിൻ, B1 വരണം. ആ B1 വരണമെന്ന് കിട്ടിയാലും മതി. ഇതാ നടക്കുന്നു. ഓക്കെ, ഇനി എന്താണ്? മോളിബ്ഡിനത്തിനെ കണക്ട് ചെയ്താൽ മതി. D2 ആണ്. ഏതാണ്? കമ്പോണൻറ്റ് ഓഫ് നൈട്രേറ്റ് റിഡക്റ്റേസ്. ഓക്കെ, എന്താണ് ഞാൻ പറഞ്ഞോ? ശരി ഞാൻ പറഞ്ഞു. ഓക്കെ, ശരി. ഇവിടെ ഒന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ. സിങ്ക് കണക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്താണ് ആൻസർ കിട്ടും. സിങ്ക് കണക്ട് ചെയ്താൽ തന്നെ ആൻസർ കിട്ടും. ഓക്കെ, 4. Now 143. Gauss competitive exclusion principle state that two closely related species competing for the same resources cannot coexist indefinitely and competitively inferior one will be eliminated eventually. Okay, statement 1 എന്താണ്? കറക്റ്റ് ആണ്. In general, carnivores are more adversely affected by competition than herbivores. തെറ്റ്. ഇതാ നടക്കുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റും സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫോൾസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ നോക്കാം. ഇതാ നടക്കുന്നു. ഓക്കെ, നൗ 144. മെലോണൈറ്റ് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് പാത്തോജനിക് ബാക്ടീരിയ ബൈ ഇൻഹിബിറ്റ് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. ഇതാ നടക്കുന്ന ആൻസർ. ഓക്കെ, ഞാൻ പെട്ടെന്ന് പറയുന്നുണ്ട്. യു ക്യാൻ നിങ്ങൾക്ക് എന്താണ് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ,
145, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് കണ്ടുപിടിക്കാനാണ്. ലെൻറ്റിസെൽസ് ആർ ദ ലെൻസ് ഷേപ്ഡ് ഓപ്പണിംഗ് പെർമിറ്റിംഗ് ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ശരിയാണ്. ബാർക്ക് ഫോംഡ് early in the season is called hard bark, ആണോ? ബാർക്ക് is a technical term that refers to all tissues exterior to vascular cambium, ആണോ? ഇനി ബാർക്ക് refers to periderm and secondary phloem, periderm and secondary phloem. ഓക്കെ, അപ്പോൾ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇല്ലടാ. ഫെല്ലോജൻ is a single layered in thickness, ഫെല്ലോജൻ, ഫെല്ലോഡേം, സിംഗിൾ ലെയർഡ് ഇൻ തിക്നെസ്. അപ്പോൾ ഇ എന്ന് പറയുന്നത് കറക്റ്റ് വരണം. സി എന്ന് പറയുന്നത് ബാർക്ക് is a technical term, അത് പറയാം. ബാർക്ക് is referred to periderm and secondary phloem ആണോ? ഓക്കെ, യെസ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുക, ലെൻറ്റിസെൽസ് ആർ ലെൻസ് ഷേപ്ഡ് ഓപ്പണിംഗ് പറഞ്ഞു. അപ്പോൾ എ വരണം, എ ആൻസറിൽ വരണം, എ വരണം. ഇനി അടുത്ത് ബാർക്ക് ഫോംഡ്, അത് തെറ്റ്, ഏർലി ഇൻ ദ, അപ്പോൾ ബി വരാൻ പാടില്ല. അപ്പോൾ ആൻസർ എന്താണ്? ഇതാ നടക്കുന്നത്, എയും ഡിയും. ഓക്കെ, ശരിയല്ലേ ആൻസർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്, ഫുൾ സ്റ്റേറ്റ്മെന്റ്സ് ആണല്ലോ. വൺ ഈസ് ലേബിൾഡ് as assertion. In gymnosperms the pollen grains are released from the microsporangium and carried by air current. Okay, ശരി. Air current carry the pollen grain to the mouth of the archegonia where the male gametes are discharged and pollen tube is not formed. Okay, yes, okay, yes, okay. എന്താ 145 എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 145 സിംഗിൾ ലെയർഡ്, യെസ്, ഇത് കപ്പിൾ ഓഫ് ലെയർഡ് തിക്നെസ് ആണ്. ഓക്കെ, അപ്പം ഇ എന്ന് പറയുന്നത് വരില്ല. ഓക്കെ, ശരിയാണ്. Now അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇൻ ജിംനോസ്പേംസ് ദ പോളൻ ഗ്രെയിൻസ് ആർ റിലീസ്ഡ് ഫ്രം ദ മൈക്രോസ്പോറം ക്യാരിഡ് ടു എയർ കറന്റ്, ശരിയാണ്, എ ട്രൂ ആണ്. ഇനി എയർ കറന്റ് ക്യാരി ദ പോളൻ ഗ്രെയിൻസ് ടു ദ മൗത്ത് ഓഫ് ദ ആർക്കിഗോണിയ വേർ ദ മെയിൽ ഗാമറ്റ്സ് ആർ ഡിസ്ചാർജ്ഡ് പോളൻ ട്യൂബ് ഈസ് നോട്ട് ഫോംഡ്, അത് തെറ്റാണ്. അപ്പം എ ട്രൂ ആണ്, 6 ഫാൾസ് ആണ്. ഇതാ നടക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements are correct about Klinefelter syndrome? This was discovered first described by Langton Down. അത് ഡൗൺ സിൻഡ്രോം അല്ലേടോ. അപ്പോൾ നിങ്ങൾ നോക്കൂ, എന്താണ് എടുക്കേണ്ടത്? കറക്റ്റ് ആൻസേഴ്സ് അല്ലേ. അപ്പോൾ കറക്റ്റ് ആൻസേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് എ വരണ ഓപ്ഷനൊക്കെ വെട്ടിക്കളയാം. അതാ എ വരണ ഓപ്ഷനൊക്കെ വെട്ടിക്കളയാം. Such an individual has overall masculine development, however the feminine development is also expressed. The affected individual short statured, അപ്പോൾ അത് എടുക്കാം അല്ലേ, സി വരണത് എടുക്കാം. Physical 5 psychomotor and mental development is retarded. Okay, and such individuals are sterile. Okay, ദാ അടക്കുന്നത് individuals are sterile. Such an individual has overall masculine development. ദാ അടക്കുന്നത്. ഓക്കെ, കിട്ടിയില്ല ആൻസർ? കിട്ടി. ഓക്കെ, സോ ആൻസർ വരിക ബിയും ഇയുമായിരിക്കും. ദാ അടക്കുന്നത്. ഓക്കെ, now 148 main step in the formation of recombinant DNA are given below. Arrange them step in a correct sequence. Insertion of recombinant DNA into the host cell, cutting of DNA at specific location where restriction enzyme, isolation of desired DNA fragment, amplification of gene of interest using PCR. Okay, അപ്പോൾ നമുക്ക് നോക്കാം. ദാ കട്ടിംഗ് ഓഫ് DNA at specific location with restriction enzyme. ഓക്കെ, അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഐസൊലേഷൻ ഓഫ്, അല്ലേ, ഐസൊലേഷൻ ഓഫ് ഡിസൈഡ് DNA ഫ്രാഗ്മെന്റ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ് ആൻഡ് ഇതാ നടക്കുന്നു ഇൻസേർഷൻ ഓഫ് റീകോമിനന്റ് DNA ഇൻ ടു ദ ഹോസ്റ്റ് സെൽ, അല്ലേ? ഇതല്ലേ ചെയ്യേണ്ടത്? ഓക്കെ, എൻ്റെ അറിവ് പ്രകാരം ഇതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതാണ്? BCDA ഉണ്ടല്ലേ ആൻസർ? ഇതാ നടക്കുന്നു BCDA. ഓക്കെ, യെസ്. ഓക്കെ, കെൻസ് ഏതിൻ്റെ ഓപ്ഷനാണ് പറഞ്ഞത്? കെൻസ് എടാ, ഐസൊലേഷൻ ഓഫ് ഡിസൈഡ് DNA ഫ്രാഗ്മെന്റ്. ഓക്കെ, ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് PCR. ഓക്കെ, ഇതിൻ്റെ ആൻസർ ആണോ കെൻസ് പറഞ്ഞത്? നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ, ഗ്ലൈക്കോളിസിസ്, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ, ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. ഓക്കെ, നമുക്ക് നോക്കാം. ഗ്ലൈക്കോളിസിസിൽ എന്താ പറയുക? സിട്രേറ്റ് സിന്തേസ്, പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് ആൻഡ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, EMP പാത്വേ. ഗ്ലൈക്കോളിസിസിൻ്റെ മറ്റൊരു പേരാണ് EMP പാത്വേ, M10 മേയർഹോഫ് പർണാസ് പാത്വേ. B24 വരണം, 3 ഓപ്ഷൻ ഉണ്ടല്ലേ. ഓക്കെ, പോട്ടെ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ, ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ, TCA സൈക്കിൾസ്. അതിൽ നമുക്ക് സിട്രേറ്റ് സിന്തേസ് എന്ന് പറയുന്ന എൻസൈം വേണം, അല്ലേ? ഓക്കെ, ഇതാ അടക്കുന്നത് D1ഉം എന്താ പറയുക, D1ഉം B4ഉം വരണം. D1ഉം B4ഉം വരണത് 2 എണ്ണം ഉണ്ട്. ഓക്കെ, 2ഉം 3ഉം വരുന്നുണ്ട്. ഓക്കെ, ആരാ? 148 ആണോ? 148 കറക്ഷൻ ഉണ്ടോ? നോക്കാം. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ഇൻസേർഷൻ ഓഫ്
എടാ ഇൻസേർഷൻ ഓർ റീകോമിനന്റ് DNA ഇൻറ്റു ദ ഹോസ്റ്റ് സെൽ, അത് ലാസ്റ്റിലേ വരുള്ളൂ അല്ലേ? 148 ഇത് ലാസ്റ്റ് വരും, എ വരും. ഓക്കെ ശരി. ഇനി കട്ടിംഗ് ഓഫ് DNA സ്പെസിഫിക് ലൊക്കേഷൻ ബൈ റെസ്ട്രിക്ഷൻ എൻസൈം പറയുന്നുണ്ട്. ഐസൊലേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്. ഈ ഐസൊലേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മളെ ഈ എന്താണ് ഈ പറയുന്ന എന്താ പറയുക നമ്മളുടെ ജെൽ ഇലക്ട്രോഫോറസിസ് പ്ലേറ്റ് വഴിയല്ലേ അത്. അപ്പോൾ നമ്മൾ എന്താണ് കട്ടിങ് ചെയ്തെടുക്കുന്നു, റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്തെടുക്കുന്നു, ആൻഡ് അതിനെ എന്ത് ചെയ്യുന്നു ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു, എന്നിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഇൻസേർട്ട് ചെയ്യുന്നു. അങ്ങനെയല്ലേ വരിക? CBDA ആണോ വരിക? ഓക്കെ, ഞാനിതിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പീസ് ഓഫ് DNA നമ്മൾ കട്ട് ചെയ്യുന്നു, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസ് വഴി ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു, എന്നിട്ട് നമ്മൾ അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു, എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ ഓക്കെ, അതിൽ കറക്ഷൻ ഉണ്ടോ? ഓക്കെ ഫൈൻ, നമുക്കത് നോക്കാം. 148 അല്ലേ, നമുക്ക് നോക്കാം. ശരി, അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ഉണ്ട്, ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എനെ 3യുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന എന്താണ് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ആൻസർ ഏത് വരും? 2 അല്ലെങ്കിൽ 3. ഓക്കെ, 2 അല്ലെങ്കിൽ 3 ആണ് ആൻസർ വരിക. നിങ്ങൾക്ക് ആൻസർ പറയാം ഏതാണ്? 149 പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഓക്കെ, ഇല്ല പറയുന്നില്ല. യെസ്, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഗ്ലൈക്കോളിസിസ് നമ്മൾ പറഞ്ഞു EMP ആണെന്ന് പറഞ്ഞു. ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ സിട്രേറ്റ് സിന്തേസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ കാര്യം പറഞ്ഞു. ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ, യെസ്, ആഫ്റ്റർ കട്ടിംഗ് ദെൻ ഫ്രാഗ്മെന്റ് ഐസൊലേഷൻ. യെസ്, ഓക്കെ, ഫ്രാഗ്മെന്റ് ഐസൊലേഷൻ 148 എക്സൈറ്റൻ ടെസ്റ്റ്. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷനിൽ നമുക്ക് എന്ത് ചെയ്യാണ് ഈ പറയുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം പറയാം. ആൻഡ് ഓക്സിഡേറ്റീവ് ഇതാ അടക്കുന്നു. ആൻസർ എന്ന് പറയുന്നത് C2 വരുന്നത് 3 ആണ് ആൻസർ വരിക. ഇതാ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 and 2. യെസ്, മാച്ച് ലിസ്റ്റ് 1 and 2. മ്യൂച്വലിസം കമൻസ്. അയ്യോ, ഇതൊക്കെ ഡയറക്റ്റ്. മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും പ്ലസ് വരണ്ടേടാ. ദാ അടക്കുന്നു, രണ്ടുപേർക്കും പ്ലസ്. A to 4. കമൻസാലിസം, അമൻസാലിസം, പാരസൈറ്റിസം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന പാരസൈറ്റിസം പഠിച്ചൂടെ? പാരസൈറ്റിസത്തിൽ നിങ്ങൾക്ക് 1 പ്ലസ് 1 മൈനസും ആയിരിക്കൂലേ? അപ്പോൾ D3 ആൻഡ് A4 വരണം. ഓക്കെ, A4 വരണം. 2 ഓപ്ഷനാണുള്ളത്. ഓക്കെ, കമൻസാലിസത്തിൽ എന്താണ് ഒരാൾക്ക് ഗുണം മറ്റേ ആൾക്ക് ദോഷമല്ലേ? ഓക്കെ, ദാ B1. ഓക്കെ ശരി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രോഡ് പാം വിത്ത് സിംഗിൾ പാമ ക്രീസ് ഈസ് വിസിബിൾ ഇൻ. എടാ, പാമ ക്രീസസിനെ പറ്റിയിട്ട് പറയുന്ന ഒരേ ഒരു സാധനം നമ്മൾ പറയുന്നുള്ളൂ, ദാറ്റ് ഈസ് ഡൗൺ സിൻഡ്രോം. ദാ അടക്കുന്നു, ഡൗൺ സിൻഡ്രോം മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് ആൻസർ. ഓക്കെ, അതാണ് ആൻസർ വരിക. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 152 നോക്കാം. ദാറ്റ് ഈസ് 152. A protein is imagined as a line, the left end represented by the first amino acid called C-terminal and the right end represented by the last amino acid called N-terminal. ഇതിൽ വലിയൊരു പ്രശ്നം ഉണ്ടല്ലോ. C-terminalum N-terminalum റെഡി ആണോ? ലെഫ്റ്റ് എൻഡ് റെപ്രസെൻറ്റഡ് ബൈ ദ ഫസ്റ്റ് അമിനോ ആസിഡ് എന്നാണ് പറയുന്നത് അല്ലേ? ഫസ്റ്റ് അമിനോ ആസിഡ് ആണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 ഫാൾസ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? അഡൾട്ട് ഹ്യൂമൻ ഹീമോഗ്ലോബിൻ കൺസ് 4 സബ്യൂണിറ്റ് 2 സബ്യൂണിറ്റ് ആൽഫ ആൻഡ് ബീറ്റ ടൈപ്പ്. ഓക്കെ ശരി. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസും സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. ഇതാ അടക്കുന്നത് 2 ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് 153. ഓക്കെ ശരി. given below are statements, one is labeled as assertion. Okay, nephrons are of 2 types, cortical and juxtamedullary nephron, based on their relative position in cortex and medulla. Okay fine, അത് നമുക്ക് എടുക്കാം, കുഴപ്പമില്ല. ഇനി അടുത്ത juxtamedullary nephrons have short loop of Henle. അല്ല, ലൂപ്പ് ഓഫ് ഹെൻലി ഭയങ്കരമായിട്ട് എന്താണ് മെഡുലയിലേക്ക് ഇറങ്ങും. വേറെ കോർട്ടിക്കൽ നെഫ്രോൺസ് ഹാവ് ലോങ്ങർ ലൂപ്പ് ഓഫ് ഹെൻലി. അത് തെറ്റല്ലേ? അപ്പം എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ്. ഇതാ അടക്കുന്നു ആൻസർ എ 1 ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് 154. ഹെറോയിൻ, മരിജുവാന, കൊക്കെയിൻ, മോർഫിൻ. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യാണ് നമ്മൾ എന്താണ് നമ്മുടെ എന്താ പറയുക ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൻ്റെ ലാസ്റ്റ് ഭാഗത്തു നിന്നാണ്. എഫക്റ്റ് ഓൺ കാർഡിയോവാസ്കുലർ, സ്ലോ ഡൗൺ ബോഡി ഫംഗ്ഷൻ, പെയിൻ കില്ലർ, ഇന്റർഫിയർ ട്രാൻസ്പോർട്ട് ഓഫ് ഡോപ്പമിൻ. നോക്കട്ടെ, ഇത് പെട്ടെന്ന് എടുക്കാനുള്ള വഴിയുണ്ടോ നോക്കട്ടെ. യെസ്, ഇത് പെട്ടെന്ന് എടുക്കാൻ ഒരു അടിപൊളി വഴിയുണ്ട്. എന്താണെന്നറിയോ? മോർഫിൻ ഒരു പെയിൻ കില്ലറായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ D3 ആണ് വരുന്നത്. ഇതാ അടക്കുന്നത് ആൻസർ. ഇതാ അടക്കുന്നു. ഓക്കെ, ഇതാ അടക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈറ്റൽ കപ്പാസിറ്റി ഓഫ് ലങ് ഈസ്.
അപ്പോൾ ഇത് ഞാൻ ഒരു ദിവസം എന്താണ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ഇടയിൽ ഞാനിങ്ങനെ പറഞ്ഞു പോയതാണ്. ഓക്കെ 149. ഓക്കെ 149 ഞാൻ പറഞ്ഞു പോയപ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ നോക്കാം. യെസ് 149 ഒരു കറക്ഷൻ ഉണ്ട്. 149 2 ആണ് ആൻസർ. ഓക്കെ സെക്കൻഡ് 1 ആണ് ആൻസർ. ഓക്കെ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയപ്പോൾ തെറ്റിയതാണെന്ന് തോന്നുന്നു. ഓക്കെ ഫൈൻ. യെസ് ഓക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് വൈറ്റൽ കപ്പാസിറ്റി ഓഫ് ലങ് ഈസ്. ഇതിൽ നിങ്ങൾ നോക്കുക IRV ERV TV മൈനസ് RV കൊടുത്തിട്ടുണ്ട്, IRV പ്ലസ് ERV പ്ലസ് TV കൊടുത്തിട്ടുണ്ട്, IRV പ്ലസ് ERV കൊടുത്തിട്ടുണ്ട്, ആൻഡ് IRV പ്ലസ് ERV പ്ലസ് TV പ്ലസ് RV. ഇതെന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ലങ് കപ്പാസിറ്റിയാണ്. IRV ERV ഇതാണോ? അല്ല. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ വരണം, IRV ERV ആൻഡ് TV. ഓക്കെ അപ്പോൾ ഈ പറയുന്ന വൈറ്റൽ കപ്പാസിറ്റിയുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ദാ അടക്കുന്നു. ഓക്കെ 2 ആണ് ആൻസർ വരിക. ഓക്കെ യെസ് 156 മാച്ച് ദ ലിസ്റ്റ് P വേവ്, Q വേവ്, QRS കോംപ്ലക്സ്, T വേവ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക P വേവ്, Q വേവ്, QRS, T വേവ് എല്ലാത്തിനും എടുത്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ നോക്കേണ്ടത് ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ C to 4 വരണ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. C to 4 വരണ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ആൻസർ കിട്ടിയില്ലേടാ. 156ൻ്റെ ആൻസർ 3 ആണ്. ഇതാ കിടക്കുന്നു. ഓക്കെ 157 പെപ്റ്റിക് സെൽസ്. പെപ്റ്റിക് സെൽസ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? പ്രോ എൻസൈം കോൾഡ് പെപ്സിനോജൻ. A to 3 വരുന്ന ഒരൊറ്റ ഓപ്ഷൻ അല്ലേ ഇവിടെ ഉള്ളൂ. ഇതാ കിടക്കുന്നു. ഓക്കെ 158 വാസക്ടമി, കോയിട്ടസ് ഇൻറ്ററപ്റ്റസ്, സർവൈക്കൽ ക്യാപ്, സഹേലി. വാസക്ടമി എന്താണ്? കോയിട്ടസ് ഇൻറ്ററപ്റ്റസ് ഈസ് എ നാച്ചുറൽ മെത്തേഡ്. B എന്ന് പറയുന്നത് 4 കണക്ട് ചെയ്യുക. B 4 കണക്ട് ചെയ്യുന്ന ഒരൊറ്റ ഓപ്ഷൻ അല്ലേ ഇവിടെ ഉള്ളൂ. ഇതാ കിടക്കുന്നു. ഓക്കെ ഇത് പെട്ടെന്ന് പോകുന്നുണ്ടല്ലേ, പെട്ടെന്ന് കഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന സമയം വളരെ കൂടുതലായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ, എക്സാം എഴുതാനുള്ള സമയം കൂടുതലായിരുന്നു എന്ന് തോന്നുന്നു. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമൺ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഈസ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ വെൻ ഡിറ്റക്റ്റഡ് ഏർലി ആൻഡ് ട്രീറ്റഡ്. ഓക്കെ അപ്പോൾ ഇത് നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗൊണേറിയ. ഇതാ നടക്കുന്നു. ഓക്കെ Now next question 160 ringworm, filariasis, malaria, pneumonia. Okay pneumonia, ringworm എന്താണ്? ഫൈലേറിയാസിസ് ഒക്കെ അറിയില്ലേ നിങ്ങൾക്ക്? മലേറിയനെ കണക്ട് ചെയ്ത് നോക്കാം. C-നെ 4 കണക്ട് ചെയ്ത് നോക്കാം. C-നെ 4 കണക്ട് ചെയ്യുന്ന 2 പേരുണ്ട്. ഇനി അടുത്തത് നമുക്ക് എന്താണ്? നമ്മളുടെ എന്താ പറയുക? യെസ് ഈ പറയുന്ന 3 എന്താണ്? ഫൈലേറിയാസിസ് എന്താണ്? ഉച്ചറേറിയ ബാക്ക്രോഫ്തിയാണ്. ഓക്കെ അപ്പം B3-യും C4-ഉം വരണ ഒരൊറ്റ ഓപ്ഷൻ ഇതാ നടക്കുന്നു. റെഡി അല്ലേ? 161. ഓക്കെ നമ്മുടെ വ്യൂവേഴ്സ് അവിടെ ഓടിപ്പോയോ? ഓക്കെ ശരി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് കൺസിഡർ ആസ് ദ പാർട്ട് ഓഫ് എൻഡോമെംബ്രെയിൻ സിസ്റ്റം? എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ പെടുത്താൻ പറ്റാത്തത് ആരാണ്? നിങ്ങൾക്കറിയാം എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ പെടുത്താൻ പറ്റാത്ത ആൾക്കാരെന്ന് പറയുന്നത് എന്താണ്? ഈ സെല്ലിൻ്റെ ന്യൂക്ലിയസ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാത്ത ആൾക്കാരാണ്. ഓക്കെ നിങ്ങൾക്ക് ക്ലോറോപ്ലാസ്റ്റിനെ എടുക്കാം, ഈ പറയുന്ന മൈറ്റോകോൺട്രിയനെ എടുക്കാം. ഓക്കെ അപ്പോൾ 161-ൽ എയും സിയും എന്തായാലും വന്നിരിക്കണം. എയും സിയും ഇയുമാണ് ആൻസർ വരിക. പെറോക്സിസോമും വരും. ദ ആൻസർ ഈസ് ദാ നടക്കുന്നു 4. 162 which of the following is not a cloning vector? Not a cloning vector എന്നാണ് പറയുന്നത്. 162 പ്രോബ്. ഓക്കെ ക്ലോണിംഗ് വെക്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തത് ആരെയാണ്? ഈ ബാക്കും യാക്കും നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്? ഈ പറയുന്ന ഇതിലാണ് നമ്മുടെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിൻ്റെ ലാസ്റ്റ് പഠിക്കുന്നുണ്ട്. ഓക്കെ നൗ 163 എ ലെപ്പേർഡ് ആൻഡ് എ ലയൺ ഇൻ എ ഫോറസ്റ്റ് ഗ്രാസ് ലാൻഡ്, എ കുക്കു ലേയിങ് എഗ് ഇൻ എ ക്രോസ് നെസ്റ്റ്. ഓക്കെ അത് ഇങ്ങനെയല്ലേ കൊടുത്തേക്കുന്നത്? B2 ഡയറക്ട്ലി കൊടുത്തേക്കല്ലേ? യെസ് B2 ഡയറക്ട്ലി കൊടുത്തേക്കാണ്. ബ്രൂട്ട് പാരസൈറ്റിസം നമ്മൾ പഠിക്കുന്ന കാര്യമല്ലേടാ. ഓക്കെ ഇതാ നടക്കുന്നു. B2 കണക്ട് ചെയ്തു. ഫംഗൈ ആൻഡ് റൂഫ് ഓഫ് എ ഹയർ പ്ലാന്റ് ഇൻ മൈക്കോറൈസേ, റൂട്ട് ഓഫ് എ ഹയർ പ്ലാന്റ്. അതെന്താണ്? ഇത് മ്യൂച്വലിസം അല്ലേ? അതും ദാ ഇങ്ങനെ കൊടുത്തേക്കല്ലേ? C3. അപ്പോൾ B2-ഉം C3-യും എടുത്താൽ പോരെ? B2-ഉം C3 എടുക്കണമെങ്കിൽ ആൻസർ എന്താണ്? 3 ആയിരിക്കണം. ഓക്കെ 164 which of the following symbols represent mating between relatives in human pedigree analysis? ഓക്കെ അമ്മാവൻ്റെ മോളെ കല്യാണം കഴിക്കുക. അതാ നടക്കുന്നു. ഓക്കെ 2 വരെ വന്നു കഴിഞ്ഞാൽ 2 കല്യാണം എന്നല്ല, റിലേറ്റീവിനെ കല്യാണം കഴിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ match the list 1 with list 2. ടീനിയ, ടേപ്പ് വേം, പാരമീഷ്യം, പെരിപ്ലാനറ്റ, ഫെരത്തിമ. ഓക്കെ അവരുടെയൊക്കെ എന്താണ് ഈ പറയുന്ന എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം. ടീനിയ എന്ന് പറയുന്നത് ടേപ്പ് വേമിൻ്റെ അത് ഫ്ലെയിം സെൽസ് ആണ്. ഓക്കെ അത് കണക്ട് ചെയ്താൽ തന്നെ ആൻസർ ആയില്ലേ? A to 3 ഇതാ നടക്കുന്നു ആൻസർ.
ആൻസർ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺസ് ദ അൺഡൈജസ്റ്റഡ് ആൻഡ് അൺഅബ്സോർബ്ഡ് സബ്സ്റ്റൻസസ് എൻ്റർ ദ സീക്കം ദെയർ ബാക്ക് ഫ്ലോ ഈസ് പ്രിവെന്റഡ് ബൈ, അയ്യോ എന്താണ്, ഇലിയോസീക്കൽ വാൽവ്. ആൻസർ ഈസ് എന്താണ് 4 166 4 166 4. ഓക്കെ, അമ്മേ. ഓക്കെ, അടുത്തത് 166 4 പറഞ്ഞു. 167 ജീൻ എ വൈ ഐ ആൻഡ് സെഡ്. ഓക്കെ, അപ്പോൾ ഇത് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. സെഡ് ജീൻ, സെഡ് വൈ ആൻഡ് എ, സെഡ് കോഡ്സ് ഫോർ ബീറ്റ ഗാലക്ടോസിഡേസ്, സെഡ് വൈ ഇതെന്താണ്, വൈ എന്താണ് പെർമിയേസ് ആൻഡ് എ ട്രാൻസ് അസറ്റൈലേസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് മാച്ച് ചെയ്യാനുള്ളത്. എനിക്ക് തോന്നുന്നത് ഡീനെ 1 ആയിട്ട് കണക്ട് ചെയ്താൽ മതിയല്ലേ. ഓ, ഇതാ കിടക്കുന്ന ആൻസർ. ഓക്കെ, next 168. Which one of the following techniques does not serve the purpose of early diagnosis of a disease for its early treatment? അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഏത് ടെക്നിക്ക് എടുത്താലാണ് നിങ്ങൾക്ക് നേരത്തെ അസുഖം വന്നു എന്ന് അറിയാൻ പറ്റാത്തത്? സെറം ആൻഡ് യൂറിൻ. ഈ സെറം ആൻഡ് യൂറിൻ നിങ്ങൾ അസുഖം വന്ന അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാലാണ് നമുക്ക് അസുഖം ഉണ്ട് എന്ന് മനസ്സിലാവുക. ഓക്കെ, സോ ആൻസർ കിട്ടിയില്ലേ? ഓക്കെ, 168 കഴിഞ്ഞു. 169. Low temperature preserves the enzyme in a temporarily inactive state, whereas high temperature destroys enzyme and activity proteins are denatured. Statement 1 ശരിയാണ്. Statement 2. When the inhibitors closely resemble the substrate in its molecular structure and inhibits the activity of the enzyme, it is known as competitive inhibition. Okay, 169 എന്താണ്? Both statement 1 and 2 are correct. രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, തർക്കമില്ലല്ലോ. Okay, next question. Given below are two statement. One is labeled as assertion. നോക്കാം. Endometrium is necessary for implantation of blastocyst. Perimetrium, myometrium, endometrium. ശരിയല്ലേടോ? ബ്ലാസ്റ്റോസിസ്റ്റ് വന്ന് ഇംപ്ലാന്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന endometrium is needed. In the absence of fertilization, the corpus luteum degenerate that causes disintegration of endometrium. ശരിയല്ലേടോ? അപ്പം ആബ്സെൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ആണ് കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ്. രണ്ടും ശരിയാണ്, പക്ഷേ R കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബോത്ത് എ ആൻഡ് ആർ assertion and reason are true, but R is not the correct explanation of A. 171. Given below are two statement. One is labeled as assertion and other. Okay, ഇതെന്താണ്? ഫുൾ അസേർഷൻ റീസൺ ആണല്ലോ, രസമില്ലല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. Amniocentesis for sex determination, one of the strategies of reproductive and child health care program. ആണോടാ? എനെ ഒരിക്കലും നമ്മൾ എടുക്കരുത്. എ ഫോൾസ് ആണ്. അമ്നിയോസെന്റസിസ് ചെയ്യരുത്. ഇനി അടുത്ത എന്താണ്? ബാൻ ഓൺ അമ്നിയോസെന്റസിസ് ചെക്സ് ദ ഇൻക്രീസ്ഡ് മെനേസ് ഓഫ് ഫീമെയിൽ ഫീറ്റിസൈഡ്. ഓക്കെ, ശരിയാണ്. അപ്പോൾ അത് എന്താണ് ഈ പറയുന്ന? ഓക്കെ, 171 A is false but R is true ആണ്. ഇതാ 171 കഴിഞ്ഞു. 172ലേക്ക് നമ്മൾ കടക്കുകയാണ്. 172. Which of the following statements is correct? Presence of large amount of nutrients in water restricts algal bloom. Algal bloom decreases fish mortality. ഇതെന്തോ ഇത് കറക്റ്റ് അല്ലേ ചോദിക്കണം? യൂട്രോഫിക്കേഷൻ refers to increase in the domestic sewage and waste water in the lakes. ആണോ? അല്ല. ബയോമാഗ്നിഫിക്കേഷൻ refers to increase in concentration of the toxicants in successive trophic levels. അതാണ് ഇത് യൂട്രോഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ എടുക്കേണ്ടത് ഏതാണ്? ആൽഗൽ is correct. Algal bloom decreases fish mortality. കറക്റ്റ് അല്ലേ എടുക്കേണ്ടത്? ആൽഗൽ ബ്ലൂം ഡിക്രീസസ് ഫിഷ് മോർട്ടാലിറ്റി. കറക്റ്റ് അല്ലേ? 172. യെസ്, ബയോമാഗ്നിഫിക്കേഷൻ റെഫേഴ്സ് ടു ഇൻക്രീസ് കോൺസെൻട്രേഷൻ. യെസ്. സോറി. ബയോമാഗ്നിഫിക്കേഷൻ റെഫേഴ്സ് ടു നമ്മുടെ ആ പിക്ചർ ഉണ്ടല്ലോ, ഇങ്ങനെ കയറി പോണത്. യെസ്. ഓക്കെ, DDT. യെസ്, ശരിയാണ്. 4 ആണ് കറക്റ്റ്. ഓക്കെ, അടുത്ത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ? ഇൻ നോൺ പ്രൈമേറ്റ് മാമൽ സൈക്ലിക്കൽ ചേഞ്ചസ് ഡ്യൂറിംഗ് റീപ്രൊഡക്ഷൻ ആർ കോൾഡ് ഈസ്ട്രസ് സൈക്കിൾ. ശരിയല്ലേടാ? ശരിയാണ്. ഫസ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി ആൻഡ് കോൾഡ് മെനോപോസ്. അത് തെറ്റല്ലേടാ? അപ്പോൾ ബി വരണത് എടുക്കരുത്. ഇനി അടുത്ത് ലാക്ക് ഓഫ് മെൻസ്ട്രേഷൻ മേ ബി ഇൻഡിക്കേറ്റീവ് ഓഫ് പ്രഗ്നൻസി. ശരിയാണ്. അപ്പോൾ അതും വരണം. എയും വരണം, സിയും വരണം. എയും സിയും വരണം. ഒരൊറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ? 2 ആണ് ഓപ്ഷൻ. ഓക്കെ, ബാക്കിയൊന്നും വായിക്കാനേ നിൽക്കരുത്. ഓക്കെ, നെക്സ്റ്റ് 174. CCK cholecystokinin, GIP gastric inhibitory peptide, ANF atrial natriuretic factor, ADH ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ഓക്കെ, ANF വരണത് ഇവിടെ നിന്നാണ് നമുക്ക് അറിഞ്ഞൂടെ? അല്ല, കറക്റ്റ് ആൻസർ ഓപ്ഷൻ അല്ലേ? ANF ദാ വരുന്നു, ഹാർട്ട് ഏട്രിയൽ നേട്രിയൂററ്റിക് ഫാക്ടർ. ഓക്കെ, അപ്പോൾ അത് C22 കണക്ട് ചെയ്യണത് എത്ര ഓപ്ഷൻ ഉണ്ട്? ഒരുപാട് ഓപ്ഷൻ ഉണ്ടോ? ഇല്ലല്ലോ. 174 3 അല്ലേ ആൻസർ വരിക? കണ്ടോ? എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ളവിടെ എല്ലാം തന്നിക്കുന്നത്. ഇതെന്താണിത്? ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്. ഇൻ പ്രോകാരിയോട്സ് ദ പോസിറ്റീവ്ലി ചാർജ്ഡ് DNA is held with some negatively charged proteins in a region called nucleoid.
ന്യൂക്ലിയോയിഡ് ഇൻ പ്രൊക്കാരിയോട്സ്. അതെന്താണ്, അത് ശരിയാണോ തെറ്റാണോ? സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ്. അടുത്തെന്താണ്, DNA ഈസ് റാപ്പിഡ് അറൗണ്ട് ദ പോസിറ്റീവ്ലി ചാർജ് ഹിസ്റ്റോണക്റ്റാമർ ടു ഫോം ന്യൂക്ലിയോസോം. അത് ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ട്രൂ ആണ്. ഓക്കെ, ഇപ്പോൾ ഇതാ നടക്കുന്നു. സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ജോയിൻസ് ആണ്. കാർട്ടിലേജിനസ് ജോയിൻറ്റ്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, ഫൈബ്രസ് ജോയിൻറ്റ്, സാഡിൽ ജോയിൻറ്റ്. അപ്പോൾ നമുക്ക് ബിറ്റ്വീൻ ഫ്ലാറ്റ് സ്കൾ ബോൺസിനിടയിലുള്ള ജോയിൻറ്റ് ഏതാണ്? ഫൈബ്രസ് ജോയിൻറ്റ് അല്ലേ? C1 വരുന്ന ഏതെങ്കിലും നടക്കുന്നു 4. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ ഭാഗ്യമാണ് കേട്ടോ. ഓക്കെ, അത് ഞാൻ ഉറപ്പ് പറയും, ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ ഭാഗ്യമാണ്. Given below are two statements. Ligaments are dense irregular tissue. Cartilage is dense irregular tissue. രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാർട്ടിലേജും പറയുന്നുണ്ട്, ലിഗമെന്റും പറയുന്നുണ്ട്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 are false. Next question. In which blood corpuscle the HIV undergoes replication and produce progeny? അയ്യോ, ഇതേതാണ്? ബേസോഫിൽ പറയുന്നുണ്ട്, ഈസ്നോഫിൽ പറയുന്നുണ്ട്, ബി ലിംഫോസൈറ്റ്, ടി ഹെൽപ്പർ സെല്ല് പറയുന്നുണ്ട്. ആൻസർ ഈസ് ടി ഹെൽപ്പർ സെൽ. ഓക്കെ, 179. റേഡിയൽ സിമെട്രി ഈസ് നോട്ട് ഫൗണ്ട് ഇൻ അഡൾട്ട്സ് ഓഫ് ഫൈലം. അപ്പോഴേ അറിയാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറയുന്ന ലാർവൽ സ്റ്റേജസിൽ അവർക്ക് എന്താണ് ഈ പറയുന്ന നോട്ട് ഫൗണ്ട് ഇൻ ദ അഡൾട്ട്സ് ഓഫ്, ഏതിൻ്റെ അഡൾട്ട്സിലാണ് ഇല്ലാത്തതെന്നാണ്. ഇറ്റ് ഈസ് ഹെമികോഡേറ്റ. ഓക്കെ, എക്കൈനോഡെർമാറ്റിക് ഉണ്ട്, യെസ്. സീലൻഡ്രൈറ്റിക് ഉണ്ട്, ജീനോഫോറിക് ഉണ്ട്, ഹെമികോഡറ്റിക് ഇല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ സൈറ്റോസ്കെലട്ടൺ ഇൻ എ സെൽ? ഈ സൈറ്റോസ്കെലട്ടൺ എന്തിനാണ് സെല്ലിനെ സഹായിക്കുക? സൈറ്റോസ്കെലട്ടൺ മോട്ടിലിറ്റിക്കാണ് സഹായിക്കുക. 180 ഈസ് 1. ഓക്കെ, നമ്മൾ 180 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എത്ര ടൈമായെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ എന്താണ് 1 മണിക്കൂറും എനിക്ക് തോന്നുന്നു 4 മിനിറ്റും എങ്ങാണ്ടേ ആയിട്ടുള്ളൂ. 1 മണിക്കൂർ 4 മിനിറ്റ് കൊണ്ട് നമ്മൾ 180 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് 181ലേക്ക് കടക്കാം. വാസ്റ്റ് ഡിഫറൻസ് റിസീവ്സ് എ ഡക്ട് ഫ്രം സെമിനൽ വെസിക്കിൾസ് ആൻഡ് ഓപ്പൺസ് ഇൻ ടു യൂറിത്ര ഇജാക്യുലേറ്ററി ഡക്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ശരിയാണ്. ദ ക്യാവിറ്റി ഓഫ് ദ സെർവിക്സ് ഈസ് കോൾഡ് സെർവൈക്കൽ കനാൽ വിച്ച് അലോങ് വിത്ത് വജൈന ഫോം ബർത്ത് കനാൽ. ശരി, ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ് ഗ്രൂപ്പ് ഓർ സെറ്റ് ഓഫ് ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ് എക്സിബിറ്റിംഗ് അഡാപ്റ്റീവ് റേഡിയേഷൻ. അയ്യോ, അത് ആ പിക്ചറാണ് കേട്ടോ. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുണ്ട് പിക്ചർ നോക്കണമെന്ന് പറയാം. നമ്പാട്ട്, സ്പോട്ടഡ് കസ്കസ്, ഫ്ലൈയിങ് ഫലാഞ്ചർ. ഓക്കെ, ആ പിക്ചർ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപിറ്റേറ്റർ ഇസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻ തെർമൽ പവർ പ്ലാന്റ്സ്. ശരിയാണ്. ഓക്കെ, അടുത്തെന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപിറ്റേറ്റർ തെർമൽ പവർ പ്ലാന്റ് റിമൂവ്സ് അയണൈസിങ് റേഡിയേഷൻസ്. തെറ്റ്. സ്റ്റേറ്റ്മെന്റ് 2 തെറ്റ്. സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആണ്. ഇതാ നടക്കുന്നു. ഓക്കെ, 184. Given below are two statements. RNA mutates at a faster rate. ശരിയല്ലേടോ? RNA ഫാസ്റ്റ് റേറ്റിൽ എന്താണ് ഈ പറയുന്ന മ്യൂട്ടേറ്റ് ചെയ്യില്ലേ? യെസ്. 184ൽ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് ശരിയാണ്. ഓക്കെ, അടുത്തത്. വൈറസ് ഹാവ് RNA ജീനോം ആർ ഷോർട്ടർ ലൈഫ് സ്പാൻ, മ്യൂട്ടേറ്റ് ആൻഡ് ഇവോൾവ് ഫാസ്റ്റർ. ശരിയാണ്. ഓക്കെ, 185. ഫോവിയ, ഐറിസ്, ബ്ലൈൻഡ് സ്പോട്ട്സ്, ക്ലിയർ. അപ്പോൾ ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, ഹ്യൂമൻ ഫിസിയോളജി എന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, ഹ്യൂമൻ ഫിസിയോളജി എന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. ഫോവിയ, ഐറിസ്, ബ്ലൈൻഡ് സ്പോട്ട്സ്, ക്ലിയർ. ദ പോയിന്റ് വെയർ ഒപ്റ്റിക് നെർവ് ലീവ്സ് ദ ഐബാൾ ആൻഡ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് എല്ലാം ആബ്സെന്റ്. അതാണ് ബ്ലൈൻഡ് സ്പോട്ട്. C4 വരണ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇതാ നടക്കുന്നത് 3 ഇതാ നടക്കുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു അതല്ലേ? 85 യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 186. Select the correct. Tetrad formation is seen during leptotin. During anaphase, the centromere splits and chromatids separate. Anaphase O. അടുത്ത് ടെർമിനലൈസേഷൻ ടേക്സ് പ്ലേസ് ഡ്യൂറിങ് പാക്കറ്റീൻ. ടെർമിനലൈസേഷനോ ചയാസ്മാറ്റ് നടക്കുന്നത് പാക്കറ്റീനിലല്ലോ. ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ് സ്റ്റേജിലാണ്. ഓക്കെ, അപ്പോൾ അതാ സി വരാൻ പാടില്ല. അപ്പോൾ ഇതിൽ കറക്റ്റല്ലേ എടുക്കാൻ പറയുന്നത്, അപ്പോൾ സി വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ സി വരാത്ത ഓപ്ഷൻ ആയിരിക്കണം ആൻസർ. ഓക്കെ, അടുത്ത ടെട്രാഡ് ഫോർമേഷന് സീൻ ലെപ്റ്റോട്ടീൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് അല്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇനി ന്യൂക്ലിയോലസ്, ഗോൾഗി കോംപ്ലക്സ്, ER റീഫോണ്ട്, ലെപ്റ്റോട്ടീൻ, പ്രൊഫേസ്, മെറ്റാഫേസ്, ആനാഫേസ് ആൻഡ് ടീലോഫേസ്. ശരിയാണ്. അപ്പോൾ ഡി ശരിയാണ്. ക്രോസിങ്. അപ്പോൾ ഇനിയിപ്പോൾ ആൻസർ കിട്ടിയില്ലടാ. ബി ആൻഡ് ഡി ആണ് ആൻസർ. ഓക്കെ, ഞാൻ സ്പീഡിലാണ് പോകുന്നത്, നോക്കാം നിങ്ങൾക്ക്. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു കോഡേറ്റ്സ്. പ്രസൻസ് ഓഫ് എ മിഡ് ഡോർസൽ സോളിഡ് ആൻഡ് ഡബിൾ നെർവ് കോഡ്. കോഡേറ്റിനെ പറ്റിയിട്ടല്ലേ? ഡബിൾ നെർവ് കോഡ് എന്ന് പറയുന്നത് ശരിയാണോ? അല്ല. പ്രസൻസ് ഓഫ് ക്ലോസ്ഡ് സർക്കുലേഷൻ സിസ്റ്റം എടുക്കാം. പ്രസൻസ് ഓഫ് പെയർഡ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് എടുക്കാം. പ്രസൻസ് ഓഫ് ഡോർസൽ ഹാർട്ട് അല്ല, വെൻട്രൽ ഹാർട്ട്. ട്രിപ്ലോബ്ലാസ്റ്റിക് സ്യൂഡോസീലോമേറ്റ്. സ്യൂഡോസീലോമേറ്റ് ആണോ? ട്രൂ സീലോമേറ്റ് അല്ലേ? അപ്പോൾ ആൻസർ ബി ആൻഡ് സി ഓൺലി. ഓക്കെ,
Now 88. In cockroach, excretion is brought about by. Okay. ഇവിടെ എന്താണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്? 188 എന്താണ്? ബി എടുക്കാം, യൂറിക്കോസ് ഗ്ലാൻഡ് എടുക്കാം. സി നെഫ്രോസൈറ്റ്, ഫാറ്റ് ബോഡി നെഫ്രോസൈറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്? ഡി ഫാറ്റ് ബോഡി. യെസ്, എല്ലാവരും എത്തി. കൊളാറ്റീരിയൽ ഗ്ലാൻഡ് മറ്റേ ഇതിൻ്റെ അവിടെയാണ്. നമ്മൾ ഇവിടെ എന്താണ്? റീപ്രൊഡക്ഷൻ്റെ അവിടെ നോക്കിയാൽ മതി കോക്രോച്ചിൻ്റെ. യെസ്. ഇനി നമുക്ക് 189 മാസ്റ്റ് സെൽസ്, ഇന്നർ സർഫസ് ഓഫ് ബ്രോങ്കിയോൾ, ബ്ലഡ്, പിന്നെ എന്താണ്? ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോൺ. ഇതാ കിടക്കുന്നത് ബ്ലഡ്, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ. C4. C4 പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ട് അല്ലേ? ഓക്കെ, നോക്കാം. D3 ആണ്. ഇനി ബി ആണ് നോക്കേണ്ടത്. ഇന്നർ സർഫസ് ഓഫ് ബ്രോങ്കിയോൾ, സിലിയേറ്റഡ് എപ്പിത്തീലിയം, ബ്രോങ്കിയോൾ അരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോൺ, സിലിയേറ്റഡ് എപ്പിത്തീലിയം, മാസ്റ്റ് സെൽസ്, ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ഓക്കെ, ഒരു മിനിറ്റ്. 189. ഓക്കെ. യെസ്, മാസ്റ്റ് സെൽസ്. യെസ്, മാസ്റ്റ് സെൽസ് അരിയോളാർ കണക്റ്റീവ് ടിഷ്യൂലാണ് വരിക. യെസ്, A2ഉം D3യും വരണം. യെസ്, A2ഉം D3യും വരണമെങ്കിൽ എന്താണ് ആൻസർ? 1 ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് തന്നെ നോക്കാം, നിങ്ങൾക്ക് സിംപ്ലി അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് തന്നെ ആൻസറിലേക്ക് എത്താം. ഗിവൺ ബിലോ 2 സ്റ്റേറ്റ്മെന്റ്. ഡ്യൂറിംഗ് G0 phase of cell cycle the cell is metabolically inactive. മെറ്റബോളിക്കലി ഇനാക്റ്റീവ് അല്ലല്ലോ, G0 ഫേസിൽ മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിരിക്കൂലേ. അപ്പോൾ 1 ഇത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. The centrosome undergoes duplication during S phase of interphase. അതെന്താണ്? നമുക്ക് എടുക്കാം. യെസ്. അപ്പോൾ എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 is incorrect and statement 2 is correct. Okay. Next 191. Which of the following is not an advantage of inbreeding? Elimination of less desirable genes and accumulation of superior genes takes place due to it. Okay, അപ്പോൾ inbreedingൻ്റെ not an advantage ആണ് ചോദിക്കുന്നത്. It decreases the productivity inbred population after continuous inbreeding. It decreases homozygosity. നോക്കടാ, അവിടെ ഒരു സാധനം decreases homozygosity അല്ല, increases homozygosity. ഇതായിരിക്കും ആൻസർ. Okay, 192. Which of the following is characteristic feature of cockroach regarding sexual dimorphism? Presence of sclerites, presence of anal cerci, dark brown body color and anal cerci, presence of anal style. ഇതാ നടക്കുന്നു. ആൺ കോക്രോച്ചിന് മാത്രമേ anal style ഉള്ളൂ. ഇതാ നടക്കുന്നു. Okay. 193. The part of human brain that helps in regulation of sexual behavior, expression of excitement, pleasure, rage, fear, etc. ലിംബിക് സിസ്റ്റത്തിലാണ് വരുന്നത്. ലിംബിക് സിസ്റ്റവും ഹൈപ്പോതലാമസും ആയിരിക്കും ആൻസർ. ഇതാ നടക്കുന്നു. ലിംബിക് സിസ്റ്റം ആൻഡ് ഹൈപ്പോതലാമസ് ആണ് ആൻസർ. ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ലിംബിക് സിസ്റ്റത്തിനെ പറ്റി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. Next question. Which of the following statements are correct? Basophils are most abundant cells of the total WBC. Basophils secrete histamine, serotonin and heparin. And basophils have kidney-shaped nucleus. Basophils are a granulocyte. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന ബേസോഫിൽ എഗ് ഗ്രാനുലോസൈറ്റ് ആണോ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. നിങ്ങൾക്കറിയാം ന്യൂട്രോഫിൽ, ബേസോഫിൽ ആൻഡ് ഈ പറയുന്ന എന്താണ് ന്യൂട്രോഫിൽ, ബേസോഫിൽ ആൻഡ് ഈസ്നോഫിൽ, അവരെ നമ്മൾ എന്താണ് ഗ്രാനുലോസൈറ്റ്സിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇയാൾ എഗ് ഗ്രാനുലോസൈറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റല്ലേടാ. അപ്പോൾ ഈ പറയുന്ന കറക്റ്റ് എടുക്കാൻ പറയുമ്പോൾ ഇതും എടുക്കരുത് എന്ന് മനസ്സിലായില്ലേ. ഇനി അടുത്ത് ബേസോഫിൽസ് ആർ മോസ്റ്റ് അബണ്ടന്റ് സെൽസ് ഓഫ് ദ ടോട്ടൽ WBC എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഇനി അടുത്ത് ബേസോഫിൽ സെക്രേറ്റ് ഹിസ്റ്റമിൻ, സെറട്ടോണിൻ ആൻഡ് ഈ പറയുന്ന ഹെപ്പാരിൻ എന്ന് പറയുന്നത് ശരിയാണോ? ഓക്കെ, ഈ പറയുന്ന കാര്യം ശരിയാണ്. ഇൻവോൾവ് ഇൻ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ശരിയാണ്. അപ്പോൾ ബി ശരിയാണ്, സി ശരിയാണ്. ആൻസർ ഇതാണ് ആൻസർ. Okay, 195. Which one of the following is the sequence on corresponding coding strand if the sequence on mRNA formed is as ഇതിൻ്റെ കോഡിംഗ് സ്റ്റാൻഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? AUCGA ഇതിൻ്റെ കോഡിംഗ് സ്റ്റാൻഡ് അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോഡിംഗ് സ്റ്റാൻഡ് ആണെങ്കിൽ അഡിനിൻ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഓക്കെ, ഇത് 5' to 3' എന്നിരിക്കണം. ഇതിലെന്താണ് ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. യുറാസിൽ മാറ്റി എല്ലായിടത്തും എന്തിട്ടാൽ മതി? തൈമിനിട്ടാൽ മതി. ഓക്കെ, യുറാസിൽ മാറ്റി എല്ലായിടത്തും തൈമിനിട്ടാൽ മതി. ഇതാ അടക്കുന്നു AUC. അപ്പോൾ ആദ്യം ATC വരണം. ATC പറഞ്ഞ 2 ഓപ്ഷനേ ഉള്ളൂ, സെക്കൻഡും ഇതും. ഇനി നിങ്ങൾ നോക്കടാ, ഈ പറയുന്ന ഉണ്ടായിരിക്കുന്ന mRNA 5' to 3' ആണ് അല്ലേ? അപ്പോൾ കോഡിംഗ് സ്റ്റാൻഡ് എന്ത് തന്നെ ആയിരിക്കും? 5' to 3' തന്നെ ആയിരിക്കും. ഇതാ കിടക്കുന്നു ആൻസർ. 1 ആണ് ആൻസർ. ഇതാ കിടക്കുന്നു. ഓക്കെ, സിമ്പിൾ. ഓക്കെ, 196. ലോജിസ്റ്റിക് ഗ്രോത്ത്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്, എക്സ്പാൻഡിങ് ഏജ് പിരമിഡ്, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ പറയുക? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്, എക്സ്പാൻഡിങ് ഏജ് പിരമിഡ്, സ്റ്റേബിൾ ഏജ്. ഓക്കെ, നോക്കാം. അൺലിമിറ്റഡ് റിസോഴ്സ് അവൈലബിലിറ്റി കണ്ടീഷൻ, ലിമിറ്റഡ് റിസോഴ്സ് അവൈലബിലിറ്റി കണ്ടീഷൻ. അപ്പോൾ ഈ പറയുന്ന എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കിടക്കുന്നത് എവിടെയാണ്? ഇവിടെ അല്ലേ? ഈ അൺലിമിറ്റഡ് അല്ലേ? അൺലിമിറ്റഡ് ഗ്രോത്ത് അല്ലേ? B1 വരണം. B1 പറഞ്ഞ ആൻസർ ഒരെണ്ണേ ഉള്ളൂ. ഇതാ നടക്കുന്നു. കഴിയാറായി.
197. Which of the following is not under the control of thyroid hormone? Maintenance of water and electrolyte balance, regulation of basal metabolic rate. ഇത് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ബി പറഞ്ഞതൊന്നും തുടരുത്. ഓക്കെ, ബി പറഞ്ഞതൊന്നും ആൻസർ ആയിരിക്കില്ല. ഇനി അടുത്ത എന്താണ്? ഡെവലപ്മെൻറ്റ് ഓഫ് നോർമൽ റിതം ഓഫ് സ്ലീപ്പ് വേക്ക് സൈക്കിൾ. ഇതൊന്നും അയാൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ പറയുന്ന സി പറഞ്ഞതും എടുക്കരുത്. ഓക്കെ, സി പറഞ്ഞതും എടുക്കരുത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഡെവലപ്മെൻറ്റ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. അത് എടുക്കാം, ഡി എടുക്കാം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? എ എടുക്കാൻ പറ്റില്ല. അപ്പം സപ്പോർട്ട് ദ പ്രോസസ് ഓഫ് RBC ഫോർമേഷൻ. ഓക്കെ, ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റാത്തതൊക്കെ ഞാൻ കാണിച്ചാൽ വാട്ടർ ഇലക്ട്രോലൈറ്റ് ബാലൻസ് എടുക്കരുത്, റെഗുലേഷൻ ഓഫ് ബേസൽ മെറ്റബോളിക് എടുക്കുക, സ്ലീപ്പ് വേക്ക് സൈക്കിൾ എടുക്കണ്ട, ഡെവലപ്മെൻറ്റ് ഓൺ ഇമ്മ്യൂൺ സിസ്റ്റം എടുക്കുക. ബിയും ഡിയും വരുന്ന ആൻസർ ഉണ്ടോ? ഓക്കെ, ഓക്കെ, അതിലെന്താ ഒരു പ്രശ്നം? മെയിൻ്റനൻസ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് 197. സി ആൻഡ് ഡി. സി നോർമൽ റിതം ഓഫ് സി, റെഗുലേഷൻ ഓഫ് ബേസൽ മെറ്റബോളിക്. ബി എന്തായാലും വരണം, ബിയും സിയും. ഓക്കെ, 197. മെയിൻ്റനൻസ് ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്. ഓക്കെ, റെഗുലേഷൻ ഓഫ് ബേസൽ മെറ്റബോളിക് റേറ്റ്. ബി വരണമെങ്കിൽ ഇത് തന്നെ എടുക്കണം. BMR മെയിൻറ്റെയിൻ ചെയ്യണതിൽ. ഓക്കെ, എൻ്റെ പ്രശ്നമാണ് കേട്ടോ, എൻ്റെ പ്രശ്നമാണ്. സോറി, ഇതാ കിടക്കുന്നു ഒരു സാധനം, ഞാൻ ശ്രദ്ധിച്ചില്ല. നോട്ട്. ഓക്കെ, ശരിയാ. നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് തൈറോയ്ഡ് ഹോർമോൺ. ഞാൻ ഈ കൺട്രോളിലുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റെഗുലേഷൻ ഓഫ് മെറ്റബോളിക് റേറ്റ് കൺട്രോളിലുള്ളതാണ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം കൺട്രോളിലുള്ളതാണ്. പിന്നെന്താണ്? സപ്പോർട്ട് ദ. അപ്പം എന്താണ് ഈ പറയുന്നത്? യെസ്. ഓക്കെ, ഈ പറയുന്ന സാധനമാണ്. ഓക്കെ, ശരിയാണ്. അതെ, യെസ്. എൻ്റെ ഞാൻ പെട്ടെന്ന് നോക്കിപ്പോയപ്പോഴത്തേക്കും ആ നോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. റെഗുലേഷൻ ഓഫ് മെറ്റബോളിക് റേറ്റ്. അപ്പോൾ ബി ഉള്ളത് എടുക്കാൻ പറ്റില്ല. ഇനി അതേപോലെ ഡി ഉള്ളതും എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഡി ഉള്ളതും എടുക്കാൻ പറ്റില്ല എന്നല്ല വരിക. അങ്ങനെയല്ല വരിക. ഓക്കെ, മെയിൻ്റനൻസ് ഓഫ് വാട്ടർ. സി ആൻഡ് ഇ വരുന്ന ഓപ്ഷൻ ഉണ്ടോ? സപ്പോർട്ട് RBC ഫോർമേഷൻ വരും. സി ആൻഡ് ഡി. ഓക്കെ, ഒന്നുകൂടെ നോക്കട്ടെ. നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് തൈറോയ്ഡ് ഹോർമോൺ. തൈറോയ്ഡ് ഹോർമോണിൻ്റെ കൺട്രോളിലുള്ളതാണ് ബേസൽ മെറ്റബോളിക് റേറ്റ്. പിന്നെന്താണ്? ഡെവലപ്മെൻറ്റ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം വേണ്ട. യെസ്. ആൻസർ എന്ന് പറയുന്നത് സിയും ഡിയുമാണ് വരിക കേട്ടോ. ഇതാ നടക്കുന്നു. 1 ആണ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. യെസ്. ഓക്കെ, അതെന്താ അറിയോ, നമ്മളിപ്പോൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ആൻ എക്സസീവ് ലോസ് ഓഫ് ബോഡി ഫ്ലൂയിഡ് ഫ്രം ദ ബോഡി സ്വിച്ചസ് ഓഫ് ഓസ്മോറിസെപ്റ്റേഴ്സ്. ADH ഫെസിലിറ്റേറ്റ് വാട്ടർ റിസപ്ഷൻ ടു പ്രിവെന്റ് ഡയൂറസിസ്. ആൻഡ് ANF causes vasodilation. ADH causes increase in blood pressure. Antidiuretic hormone. ADH is responsible for decrease in GFR. ADH ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ വന്നു കഴിഞ്ഞാൽ GFR കുറയും. ഓക്കെ, അപ്പോൾ 198. ബിയും സിയും ഡിയും. ബി എന്ന് പറയുന്നത് ADH ഫെസിലിറ്റേറ്റ് വാട്ടർ റീഅബ്സോർപ്ഷൻ ടു പ്രിവെന്റ് ഡയൂറസിസ്, ശരിയാണ്. സി ANF causes vasodilation, ശരിയാണ്. ഡി എന്ന് പറയുന്നത് ADH causes increase in blood pressure എന്ന് പറയുന്നത് ശരിയാണ്. ഓക്കെ, 199. ഏതാടാ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് സ്കെലിറ്റൽ മസിൽ? ഓക്കെ, 199 ആണ് സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മസിൽ ബണ്ടിൽസ് ആർ ഹെൽഡ് ടുഗദർ ബൈ കൊളാജനസ് കണക്റ്റീവ് ടിഷ്യൂ ലെയർ കോൾഡ് ഫാസിക്കിൾ. Sarcoplasmic reticulum muscle fiber. Sarcoplasmic muscle fiber is a storehouse of calcium ions. ഇത് ശരിയാണ്. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ഗിവൺ ബിലോ അല്ലേ. അടുത്ത സ്ട്രൈറ്റഡ് അപ്പിയറൻസ് സ്കെലിറ്റൽ മസിൽ ഫൈബർ ഇസ് ന്യൂ ടു ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ഓഫ് ആക്റ്റിൻ ആൻഡ് മയോസിൻ പ്രോട്ടീൻ. ആക്റ്റിൻ ആൻഡ് മയോസിൻ പ്രോട്ടീൻ ശരിയാണ്. എം ലൈൻ ഈസ് കൺസിഡർഡ് ആസ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കണ്ടക്ട്. തെറ്റ്. അപ്പോൾ ബിയും സിയും ആണ് ആൻസർ വരേണ്ടത്. ബിയും സിയും ആൻസർ വരണം. മസിൽ ബണ്ടിൽസ് ആർ ഹെൽഡ് ടുഗദർ ബൈ കൊളാജനസ് കണക്റ്റീവ് ടിഷ്യൂ അല്ല. ഓക്കെ, ആൻസർ ഈസ് ബി ആൻഡ് സി ഓൺലി. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. യെസ്, എനിക്ക് നെഗറ്റീവ് അടിച്ച്, ഒരു നെഗറ്റീവ് അല്ല അടിച്ചോളൂ, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ലൈവ് തുടങ്ങിയിട്ട് 1 മണിക്കൂർ 8 മിനിറ്റ് ആണെന്ന് തോന്നണം അല്ലേ. 1 മണിക്കൂർ 8 മിനിറ്റ്. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലെത്തി. ദ യുണീക്ക് മമേലിയൻ ക്യാരക്ടേഴ്സ് ഹാർ. ഓക്കെ, ഇത് അറിയാമെന്നുള്ള ആളായിരിക്കുമല്ലോ. യെസ്, ഹെയർസ്, പിന്ന ആൻഡ് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് ആണോടാ? ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് അല്ലേ. പിന്നെ മോണോകോണ്ടൈലിക് സ്കൾ ആണോ? അല്ല, ഡൈക്കോണ്ടൈലിക് സ്കൾ അല്ലേ. ഹെയർസ്, ടിംഫാനിക് മെംബ്രെയിൻ ആൻഡ് മാമറി ഗ്ലാൻഡ്സ്. ഇതാ നടക്കുന്നു. ആൻസർ. ഓക്കെ,
സോ എന്താ പറയുക, നീറ്റ് 2023 ബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ 1 മണിക്കൂറും 9 മിനിറ്റും കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സാം. ഒരു വണ്ടർഫുൾ എക്സാമാണ്. കുറച്ച് എനിക്ക് തോന്നുന്നൊരു നമ്മളിപ്പോൾ വായിച്ചപ്പോൾ തന്നെ കണ്ടോ, കൺഫ്യൂസിങ് ആയിട്ടുള്ള 2-3 സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ നോട്ടൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഏറ്റവും പ്രശ്നം വരിക. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഐ തിങ്ക് നിങ്ങൾക്കൊരു 300 എബോവ് മാർക്ക് ഷുവർലി നിങ്ങൾക്ക് 300 എബോവ് മാർക്ക് വാങ്ങാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിവേ, എന്തായാലും ഈ പറയുന്ന നീറ്റ് എക്സാം കഴിഞ്ഞു. ഇനി എന്തായാലും നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഈ പറയുന്ന OMR ഷീറ്റ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു, നിങ്ങളുടെ റെസ്പോൺസസ് കഴിഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്നും പേടിച്ചൊന്നും ഇരിക്കേണ്ട. ബി ഹാപ്പി. ഓക്കെ, ബി ഹാപ്പി, ഓൾവേസ് ബി ഹാപ്പി. നന്നായിട്ടിരിക്കുക. ഇനിയും എന്താ പറയുക, നമ്മൾ ഇതേപോലെ തന്നെ കുറേ കാര്യങ്ങളും കണ്ടൻസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ നമ്മൾ കൊടുത്ത മെജോറിറ്റി ഓഫ് ഈ പറയുന്ന എന്താ പറയുക, നമ്മുടെ മോക്ക് ടെസ്റ്റുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഒരു സംശയമില്ല. മെജോറിറ്റി ഓഫ് മോക്ക് ടെസ്റ്റുകൾ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. പലരും ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റുകളിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എനിവേ, ഫോളോവേഴ്സ്, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നമ്മുടെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലേക്ക് നിങ്ങൾ പറയുക. കറക്ഷൻസ് ഓഫ് കോഴ്സ് എന്താണ് ഈ പറയുന്ന ഒരു ഷോർട്ട് നോട്ടീസിൽ നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും കറക്ഷൻസ് വരില്ല എന്ന് ആരും പറയുന്നില്ല. സോ എന്താണ് ഈ കറക്ഷൻസ് നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ടൈം തന്നെ ഇങ്ങനെ വെച്ചത്. 7:30 എന്ന് പറയുന്നൊരു ടൈം വെച്ചത് നമുക്ക് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊണ്ടുവരാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. എനിവേ, ഓൾ ദി ബെസ്റ്റ്. ലൈഫ് ഇനിയും മുന്നോട്ട് കിടക്കുന്നുണ്ട്. സോ എൻജോയ് യുവർ ലൈഫ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക. റിസൾട്ട് വരുന്ന ദിവസത്തിലേക്ക് നമ്മൾ കാത്തിരിക്കുന്നു. ആൻഡ് വി വിൽ ബി ഹാവിങ് എ കളർഫുൾ റിസൾട്ട് ദിസ് ഇയർ. ആൻഡ് താങ്ക് യു ഓൾ. താങ്ക് യു. ഹായ്, ഓൾ. ഇപ്പോൾ നമ്മുടെ നീറ്റിൻ്റെ എക്സാം കഴിഞ്ഞു. പേപ്പറിനെ പറ്റി ഒരു ചെറിയ ഡിസ്കഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ പ്രാവശ്യത്തെ നീറ്റിലെ ഫിസിക്സ് പേപ്പർ ഒരു ബുദ്ധിമുട്ടുള്ള പേപ്പറാണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ അത്ര എളുപ്പമായിരുന്നില്ല. ചില ക്വസ്റ്റ്യൻസൊക്കെ കുറച്ച് ലെങ്തി ആയിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻ്റെ ലിറ്ററേച്ചറും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നതൊഴിച്ചാൽ പൊതുവെ അത്ര ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. എന്നാൽ ഈസി ഒന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ നിൽക്കുന്നൊരു ആവറേജ് ലെവലിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണുള്ളത്. അപ്പോൾ പക്ഷെ നമുക്ക് ഡയറക്റ്റായിട്ടുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 10-25 ക്വസ്റ്റ്യനൊക്കെ നമുക്ക് എളുപ്പം എന്നുള്ള രീതിയിലൊക്കെ പറയാൻ പറ്റും. ഒരു നല്ലോണം പഠിച്ചൊരു കുട്ടിക്ക് എങ്ങനെ പോയാലും നമുക്കൊരു 30 ക്വസ്റ്റ്യൻ്റെയൊക്കെ മുകളിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനൊരു ലെവലിലുള്ള എക്സാം പേപ്പറായിരുന്നു. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇനി നമുക്ക് 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ തുടങ്ങാം അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ഒന്ന് പറഞ്ഞേ. ലൈവ് ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേ. എൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? വിഷ്വൽസിലൊക്കെ ഓക്കെ അല്ലേ എന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേ. അപ്പോൾ ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ ശരിക്കും എൻ്റെ കയ്യിൽ കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതിൽ ഞാൻ ഡിസ്കസ് ചെയ്ത് തുടങ്ങുമ്പോൾ പറയാം. അപ്പോൾ അതിന് മുൻപ് ഓക്കെ, യെസ്, ഫൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രത്യേകത. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് വായിച്ചാൽ
റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എന്തിൻ്റെയൊക്കെയാണ് ഓഫ് എ സോളിഡ് സ്ഫിയർ ഓഫ് മാസ് m റേഡിയസ് r about its own axis to a thin hollow sphere of same mass and radius. അപ്പോൾ ഒരു ഹോളോ സ്പിയറിൻ്റെയും സോളിഡ് സ്പിയറിൻ്റെയും റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താ മകളെ ഫോർമുല? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഫോർമുല എന്താ ശരിക്കും? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് സ്പിയർ ആണെന്ന് വിചാരിക്കുക. സോളിഡ് സ്പിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഫോർമുല എന്താ? ദിസ് ഇസ് ഈക്വൽ ടു 2/5 mr². അല്ലേ, ഇതാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഫോർമുല. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണ്? സോളിഡ് സ്പിയറിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? √i/m ആണ് അല്ലേ. √i/m എന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഇതാണ് √2/5r അല്ലേ. ഇതാണ് സോളിഡ് സ്പിയറിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ നമുക്ക് കിട്ടുക. ഇനി ഹോളോ സ്പിയറിൻ്റെ എന്താ? ഹോളോ സ്പിയറിൻ്റെ ഇതേപോലെ നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എടുത്താൽ ഹോളോ സ്പിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഫോർമുല 2/3 mr² ആണ്. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ വിൽ ബി √2/3r അല്ലേ. ഇതിൻ്റെ റേഷ്യോ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 6 ക്യാൻസൽ ചെയ്ത് പോകും. ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഇതിനെ രണ്ടിനെ ഡിവൈഡ് ചെയ്താൽ റേഷ്യോ എടുത്താൽ യു വിൽ ഗെറ്റ് √2/5/2/3 എന്ന് വരും. അല്ല 3 മുകളിലേക്ക് പോവും, 2 ക്യാൻസൽ ചെയ്ത് പോവും. നമുക്ക് ഫൈനൽ ആൻസർ വരേണ്ടത് ഇതാണ് √3/5 അല്ലേ. ഞാൻ പറഞ്ഞ എക്സ്പ്ലനേഷൻ ക്ലിയർ അല്ലേ മക്കളെ? ഡയറക്റ്റ് ഫോർമുലയാണ്, നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ എന്താ പ്രശ്നം? റൂട്ട് എവിടെ? റൂട്ടില്ല അല്ലേ. നമ്മുടെ ആൻസറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഈ ഒരു എന്താ പറയുന്നത് സീരീസ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയവർക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ഇത്തിരി സമയം പോയിട്ടുണ്ടാവും. കാരണം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ആൻസർ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. 3:5 എന്നൊക്കെ കാണാം, പക്ഷേ 3:5 എന്ന് പോരാ, നമുക്ക് സ്ക്വയർ റൂട്ട് വേണം അല്ലേ. റൂട്ട് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ പറഞ്ഞു വരുന്നതാണ്, ഇതൊരു ബോണസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലില്ല. അപ്പോൾ ബോണസ് എന്ന് പറഞ്ഞാൽ NTA-ക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല, അബദ്ധം പറ്റിയതായിരിക്കാം. എന്താണെങ്കിലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് കിട്ടിയ ആളുകൾക്ക് ഒരു നെഗറ്റീവിലാണ് തുടക്കം അല്ലേ. ഇതിൻ്റെ ആൻസർ എന്താ പറയുന്നത് നമുക്കില്ല. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമ്മളതിനെ പ്രതീക്ഷിക്കില്ല. നോർമലി ഞാനും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാനും ഈ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തപ്പോൾ എന്താണ് ഈ ആൻസർ എവിടെ എന്നുള്ള രീതിയിൽ ഞാനും ഇരുന്നൊരു മിനിറ്റ്. പക്ഷെ സംഭവം ഇതാണ്, ഇതിൽ കറക്റ്റ് ആൻസർ ഇല്ല. സോ ഇറ്റ്സ് എ ബോണസ് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനെ പറ്റി ആദ്യം പറയാനുള്ളത്. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇങ്ങനെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതിലില്ല. അതിൻ്റെ കറക്റ്റ് ആൻസർ ഇസ് √3/5 ആണ്. സ്ക്വയർ റൂട്ട് ഇല്ലാത്തതുകൊണ്ട് യു ക്യാൻ സേ ഇറ്റ് ഇസ് എ ബോണസ് ക്വസ്റ്റ്യൻ. ഫൈൻ, ഓക്കെ അല്ലേ മകളെ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ഡയറക്റ്റ് പ്രോബ്ലം ആണ്. മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. എന്താ ഫോർമുല? എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ സിമ്പിൾ ഫോർമുലയാണ് അല്ലേ. ½ L I തന്നിട്ട് L തന്നിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മൾ ചെയ്താൽ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 1/2 ഇൻറ്റു എല്ലിൻ്റെ വാല്യൂ എത്ര മക്കളെ? 4 മൈക്രോ ഹെൻറി ആണ്. അപ്പോൾ 4×10⁻⁻⁶ 4 × 10⁻⁶ ആണ് എല്ലിൻ്റെ വാല്യൂ. I² I എന്ന് പറഞ്ഞാൽ 2 ആംപിയർ ആണ്. സോ I² ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 എന്ന് വരും. നമ്മളത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 8 മൈക്രോ ജൂൾ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ന്യൂമറിക്കൽ. നമ്മുടെ ആൻസർ ചെയ്ത് വരും 8 മൈക്രോ ജൂൾ എന്നുള്ള ആൻസർ വരും. ഈ സീരീസിൽ അത് ഓപ്ഷൻ 2 ആണ്. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് 1 മിനിറ്റിനകത്ത് സോൾവ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇതിൻ്റെ ആൻസർ കീ നിങ്ങൾക്ക് വരും കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ കീ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനിതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, ഇതൊരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കൺസിസ്റ്റ് ഓഫ് 2 PN ജംഗ്ഷൻ ഡയോഡ്. അത് നമുക്കറിയാം അല്ലേ. ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ 2 ഡയോഡ് വേണം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ, കപ്പാസിറ്റർ, ലോഡ് റെസിസ്റ്റൻസ്, അതൊക്കെ സാധാരണ അതിൻ്റെ സർക്യൂട്ടിൽ വരുന്ന എലമെൻറ്റ്സ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പോണൻറ്റ്സ് റിമൂവ് AC റിപ്പിൾ ഫ്രം ദ റെക്ടിഫൈഡ് ഔട്ട്പുട്ട്? അതാണ് ചോദ്യം. ഇറ്റ്സ് എ കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ. ഇതിലെ ഏത് കോമ്പോണൻ്റ് ആണ്? ഡയോഡ് ഉണ്ട്, നമ്മുടെ എന്താ പറയുന്നത് ട്രാൻസ്ഫോമർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. ഇതിൽ ഏത് കോമ്പോണൻ്റ് ആണ് നിങ്ങളുടെ AC റിപ്പിൾസിനെ റിമൂവ് ചെയ്യുക എന്നതാണ് ചോദ്യം. സാധാരണ റിപ്പിൾ അല്ലെങ്കിൽ ഫിൽറ്ററിങ് എന്നാണ് ഈ പ്രോസസ്സിൻ്റെ പേര്. റിപ്പിൾസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഫിൽറ്ററിങ്. ഫിൽറ്ററിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക കപ്പാസിറ്ററാണ്. അത് നമ്മൾ ഡബിൾ ടാപ്പ് റെക്ടിഫയറിൻ്റെ അല്ലെങ്കിൽ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഡയഗ്രാം പഠിക്കുമ്പോൾ അതിനോട് ചേർന്ന് ഫിൽറ്ററിങ് എന്നൊരു ടോപ്പിക്കും കൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫിൽറ്ററായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് കപ്പാസിറ്ററാണ്. എന്താ കാരണം? എന്തിനാ കപ്പാസിറ്റർ ഫിൽറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്? നമുക്ക് ശരിക്കും പറയാം, കപ്പാസിറ്ററിലൂടെ DC കടന്നു പോവില്ല.
ഡി സിനെ ബ്ലോക്ക് ചെയ്യും എപ്പോഴും കപ്പാസിറ്റർ. എ സി മാത്രമേ കപ്പാസിറ്ററിലൂടെ കടന്നു പോകുള്ളൂ. ദാറ്റ് മീൻസ് കപ്പാസിറ്ററിലൂടെ നമുക്ക് എന്തായിരിക്കും, ഈ എ സി കോമ്പണൻസ് മാത്രമേ ഇപ്പുറത്തേക്ക് എത്തുള്ളൂ. ഡി സി കോമ്പണൻസിനെ അത് ഫിൽട്ടർ ചെയ്ത് കളയും. അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ആലോചിക്കുമ്പോൾ ഓപ്ഷൻസ് നോക്കുക. ലോഡ് റെസിസ്റ്റൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതാവില്ല നമുക്കറിയാം അല്ലേ. ജംഗ്ഷൻ ഡയോഡ് എന്തിനാണ് അവിടെ യൂസ് ചെയ്യുന്നത്? ജംഗ്ഷൻ ഡയോഡ് നിങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ജംഗ്ഷൻ ഡയോഡ് അല്ലേ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റെക്ടിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം റെക്ടിഫൈഡ് ഔട്ട്പുട്ടിനെ വീണ്ടും ഫിൽട്ടർ ചെയ്യാൻ ഏതാണ് ഉപയോഗിക്കുന്നത്. സോ ആൻസർ ഏതാണ്? കപ്പാസിറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്ലേസ്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 degree with electric field of intensity 2 × 10⁵. It experiences a torque equal to 4 Nm. അപ്പോൾ ടോർക്കിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ആംഗിൾ തന്നിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി തന്നിട്ടുണ്ട്. ഡൈപോളിൽ നമുക്കറിയാം ടോർക്കിൻ്റെ ഫോർമുല എന്താ? ഡയറക്റ്റ് ഫോർമുലയാണ് ടോർക്ക് ഈക്വൽ ടു പി ഇൻറ്റു ഇ ഇൻറ്റു സൈൻ തീറ്റ അല്ലേ. പി എന്ന് പറയുന്ന ഡൈപോൾ മൊമെൻ്റ് ആണ്. പി ഇൻറ്റു ഇ ഇൻറ്റു സൈൻ തീറ്റ എന്നുള്ള ഡയറക്റ്റ് ഫോർമുലയാണ്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ടോർക്കിൻ്റെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. പിയുടെ വാല്യൂ ഇപ്പോൾ എന്ത് വരും മക്കളെ? പിയുടെ വാല്യൂ എന്ന് പറയുന്നത് ടോർക്ക് ഡിവൈഡഡ് ബൈ ഇ സൈൻ തീറ്റയാണ് അല്ലേ. അപ്പോൾ വാല്യൂസ് ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ടോർക്കിൻ്റെ വാല്യൂ 4 Nm ആണ്. ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 × 10⁵ Nm/Coulomb ആണ്. സൈൻ 30 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 1/2 അല്ലേ. അപ്പോൾ ഇതിന്ന് നമുക്ക് കിട്ടുന്നത് പിയുടെ വാല്യൂ കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഓൺ ദ ഡൈപോൾ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടത് ചാർജാണ്. ഇതിപ്പോൾ ഡൈപോൾ മൊമെൻറ്റിൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. നമുക്കറിയാം ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ചാർജ് ഇൻറ്റു ലെങ്ത് ഓഫ് ദ ഡൈപോൾ അല്ലേ. ലെങ്ത് ഓഫ് ദ ഡൈപോൾ ആണ് നമുക്ക് എന്ത് വരിക? ഡൈപോൾ മൊമെൻറ്റ് വരും. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടി. എന്താ? 4 × 10⁻⁵ ആണ് വരിക. അപ്പോൾ ചാർജിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4 × 10⁻⁵ ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ദ ഡൈപോൾ. ലെങ്ത് ഓഫ് ദ ഡൈപോൾ ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ്? 2 cm ആണ്. സോ 2 × 10⁻². അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുക 2 mC എന്നാണ്. 2 × 10⁻³ കൂളം കിട്ടും. ദാറ്റ് ഇസ് 2 mC. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ അത് രണ്ട് ഫോർമുല നമുക്ക് വേണം അല്ലേ. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഫോർമുലയും വേണം, ടോർക്കിൻ്റെ ഫോർമുലയും വേണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അത്ര ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് ആണ് ചോദിക്കുന്നത്. സിമ്പിൾ അല്ലേ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കിയാൽ അറിയാം ഇത് രണ്ടും പാരലൽ ആണ്. പാരലലി 2 കപ്പാസിറ്റർ വന്നാൽ അത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 μF ആയിരിക്കും ഈ രണ്ടെണ്ണത്തിൻ്റെയും കൂടെ കോമ്പിനേഷൻ. ദെൻ 6ഉം 3ഉം എങ്ങനെയായിരിക്കുന്നത്? ഇത് രണ്ടും കൂടെ ചേർന്നാൽ ഒരു 6 ആയി കഴിഞ്ഞാൽ 6ഉം 3ഉം എങ്ങനെയായിരിക്കുന്നത്? സീരീസിലാണെങ്കിൽ 6ഉം 3ഉം കൂടെയുള്ള കോമ്പിനേഷൻ്റെ വാല്യൂ എത്ര വരും? 6 × 3 ഡിവൈഡഡ് ബൈ 6 + 3. ഞാനിത് എപ്പോഴും ക്ലാസ്സിൽ പറയുന്നതാണ്. 6ഉം 3ഉം പാരലൽ റെസിസ്റ്റേഴ്സോ അല്ലെങ്കിൽ സീരീസ് കപ്പാസിറ്റേഴ്സോ വന്നാൽ ഇതിൻ്റെ വാല്യൂ നമുക്ക് ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളത്. 2 ആണ് വരിക. 6ഉം 3ഉം ആണെങ്കിൽ പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിൽ 2 വരും, അല്ലെങ്കിൽ സീരീസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സിൽ 2 വരും. സോ യുവർ ഫൈനൽ ആൻസർ ഇസ് 2 μF. ക്ലിയർ ആണ് മക്കളെ? ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡയറക്റ്റ് പ്രോബ്ലം ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. ഇതിലെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്തിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഏതൊക്കെ തമ്മിലാണ്? ബാമർ സീരീസിൻ്റെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്തും ബ്രാക്കറ്റ് സീരീസിൻ്റെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്തും തമ്മിലൊരു റിലേഷൻ. ബാമർ സീരീസിൻ്റെ ലാംഡ ആണെങ്കിൽ വാട്ട് വിൽ ബി ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഓഫ് ബ്രാക്കറ്റ് സീരീസ്. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി നമ്മൾ പഠിക്കുന്ന കെമിസ്ട്രിയിലും ഫിസിക്സിലും പഠിക്കുന്ന ടോപ്പിക്കാണിത് എന്നാണ് എൻ്റെ ഓർമ്മ അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അപ് ടു ഇൻഫിനിറ്റി ആണ്. ഒരു ലെവലിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോഴാണ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഉണ്ടാവുന്നത്. ഇനി ഏത് ലെവലിൽ നിന്നാണ്? ബാമർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടാമത്തെ എനർജി ലെവലിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക, ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഓഫ് ബാമർ എന്ന് പറഞ്ഞാൽ. ഇനി ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ എത്രാമത്തെയാണ്? ലൈമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ 4ാമത്തെയാണ് അതിൻ്റെ ബേസ് ലെവൽ വരുന്നത്. സോ n=4 തൊട്ട് ആണ് ഈ പറയുന്ന ബ്രാക്കറ്റ് സീരീസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേഷ്യോ എടുത്താൽ എപ്പോഴും ആലോചിക്കുക, ബേസിക് ഇക്വേഷൻ ഇതാണ്. 1/λ 1 വേവ് ലെങ്ത് ഇസ് ഈക്വൽ ടു R, അല്ലെങ്കിൽ ദിസ് ഇസ് പ്രപ്പോർഷണൽ ടു റിഡ്ബർഗ് കോൺസ്റ്റന്റ് ഉണ്ടാവും ഡിവൈഡഡ് ബൈ n². ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് നമുക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ എഴുതാം, കാരണം ഒരു എനർജി ലെവൽ ഇൻഫിനിറ്റി ആയതുകൊണ്ട് 1/∞ എന്നുള്ളത് 0 വരും. സോ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, നിങ്ങൾ പഠിക്കുന്നതാണ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്തിൻ്റെ റേഷ്യോ എപ്പോഴും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ബാമർ സീരീസിൻ്റെ വേവ് ലെങ്ത്തും
ബ്രാക്കറ്റ് സീരീസിൻ്റെ വേവ് ലെങ്ത്തും തമ്മിൽ നമ്മൾ റേഷ്യോ കൊടുക്കുന്നത് വിചാരിക്കുക. 6 റെഡ്ബേർഡ് കോൺസ്റ്റൻ്റ് ആണ്, അത് ക്യാൻസൽ ആയി പോകുമല്ലോ. ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്കറിയാം ദിസ് ഇസ് ഈക്വൽ ടു എൻ ഓഫ് ബാമറിൻ്റെ എന്താണോ ബേസ് ലൈൻ വരുന്നത് ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റിൻ്റെ ബേസ് ലൈൻ എന്താണ് വരുന്നത് എൻ്റെ സ്ക്വയർ. അല്ല എങ്ങനെയാണ് വരിക? നമുക്കറിയാം ഇത് 2ഉം 4ഉം ആണ്, ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു. സോ ലാംഡ ഓഫ് ബ്രാക്കറ്റ് സീരീസിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് ബാമർ സീരീസിൻ്റെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഇൻറ്റു 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ എന്ന് വരും. ഈ വാല്യൂ ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 4 ടൈംസ് ലാംഡ ഓഫ് ബാമർ സീരീസ്. നമ്മളോട് ആൻസർ ആയി അല്ലേ? ലാംഡ ഓഫ് ബാമർ ആണ് നമ്മളോട് ലാംഡ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ബാമർ സീരീസിൻ്റെ വേവ് ലെങ്ത് ആണ് ലാംഡ. സോ വാട്ട് ഇസ് ദ വേവ് ലെങ്ത് ഓഫ് ബ്രാക്കറ്റ് സീരീസ്? ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഓഫ് ബ്രാക്കറ്റ് സീരീസ് എന്ന് പറഞ്ഞപ്പോൾ എന്ത് വരും? 4 ലാംഡ എന്ന് വരും, വിച്ച് ഇസ് ഓപ്ഷൻ 4. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതും നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ള ആറ്റംസിലെ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചവർക്ക് നമുക്ക് നല്ല ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ റെസിസ്റ്റൻസ് ഓഫ് കാർബൺ കളർ കോഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് നമുക്ക്. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ തേർഡ് ബാൻഡ്? ഇതിലെ മൂന്നാമത്തെ ബാൻഡിൻ്റെ കളർ നമുക്കറിയാം. കാർബൺ റെസിസ്റ്ററിൻ്റെ കളർ കോഡിൽ 4 ബാൻഡുകളാണുള്ളത്, അല്ലെ 4 കളറുകളാണുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ എഴുതുകയാണെങ്കിൽ ഇതിങ്ങനെ എഴുതി കൂടെ 22 ഇൻറ്റു 10⁻³ അല്ലെ 22,000 ആണ്, ±5%. ഇതാണ് ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്കറിയാം ഇതിലെ മൂന്നാമത്തെ കളർ കോഡ് എന്ന് പറഞ്ഞാൽ അത് ഏത് വാല്യൂവിൽ നിന്ന് നമുക്ക് കിട്ടുക? ഈ 10ൻ്റെ പവറിൽ നിന്നാണ് നമുക്ക് ആ കളർ കോഡിൻ്റെ വാല്യൂ കിട്ടുക അല്ലേ? 10ൻ്റെ പവർ ഇവിടെ എത്രയാണ് മക്കളെ? 3 ആണ്. അപ്പോൾ 3 ആണ് 10ൻ്റെ പവർ. 3 എന്നുള്ള ഡിജിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതാ കളർ? നമുക്ക് ആ സീരീസ് അറിയാലോ അല്ലേ? ബി റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ, അങ്ങനെയല്ലേ പോണേ? അപ്പോൾ ബി എന്ന് പറയുന്നത് ഇത് 0 ആണ്, 1 ആണ്, 2 ആണ്, 3 ആണ് അല്ലേ? അപ്പോൾ 3 എന്നുള്ള ഡിജിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് O എന്നുള്ള ലെറ്റർ ആണ്. O എന്നുള്ള ലെറ്ററിൻ്റെ കളർ ഏതാ നമുക്ക് വരുന്നത്? ഓറഞ്ച് അല്ലേ? ഓപ്ഷൻ 1. സോ ഇതിനിങ്ങനെ ഡീകോഡ് ചെയ്ത് വരാം. ഇതിനെ 10⁻³ എന്ന് എഴുതുമ്പോൾ ആ 3ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളറാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതാണ്? ഓറഞ്ച് ആണ്. സോ ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്കൊരു അധികം സമയമൊന്നും വേണ്ട ആ പ്രോബ്ലം നമുക്ക് ചെയ്യാനായിട്ട്. ക്ലിയർ ആണ് മക്കളെ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഗ്രാവിറ്റേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 2 ബോഡീസ് ഓഫ് മാസ് m and 9m are placed at a distance r. Gravitational potential on the line joining the bodies were gravitational field equal to 0. അതായത് ഫീൽഡ് 0 ആവുന്ന പോയിന്റിലെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം ഫീൽഡ് എവിടെ 0 ആവും എന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. അപ്പോൾ 2 സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ. ആദ്യം ഫീൽഡ് എവിടെ 0 ആവും എന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് അവിടുത്തെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനൊരു വേറൊരു പേജ് എടുക്കുകയാണ്, ഇതിനൊരു ഇത്തിരി കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുക, 2 മാസുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് m എന്ന് പറയുന്ന മാസ്, വേറൊരെണ്ണം 9m എന്ന് പറയുന്ന മാസ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ഇവിടെ r എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ, r എന്നിരിക്കട്ടെ. ഇനി നമുക്കറിയാം ഫീൽഡ് 0 ആവുന്നത് നടുക്ക് ഏതെങ്കിലും നമ്മളൊരു പോയിന്റ് എടുത്താൽ, സപ്പോസ് ഇവിടെ ഒരു പോയിന്റ് എടുത്തു, പോയിന്റ് P. ഇവിടെയാണ് ഈ ഫീൽഡ് 0 ആവുന്നതെന്ന് വിചാരിക്കുക. സോ ലെറ്റ് ദിസ് ഡിസ്റ്റൻസ് ബി x1, ദിസ് ബി x2. അതായത് ഒരു മാസിൽ നിന്നുള്ള x1 മറ്റേതിൽ നിന്നുള്ള x2 ആണെന്ന് വിചാരിക്കുക. എന്താ നമ്മുടെ ഇക്വേഷൻ? ഇത് 0 ആവണമെങ്കിൽ, പിയിലെ ഫീൽഡ് 0 ആവണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താണ്? m1/x1 സ്ക്വയർ ഇത് ഈക്വൽ ടു m2/x2 സ്ക്വയർ അല്ലേ? ഇതാണ് നമ്മുടെ റിലേഷൻ. നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും, x2/x1 ദ ഹോൾ സ്ക്വയർ ഇത് ഈക്വൽ ടു 9 എന്ന് വരും, അല്ലെങ്കിൽ x2/x1 ഇത് ഈക്വൽ ടു 3 എന്ന് വരും, അതല്ലെങ്കിൽ x2 ഈക്വൽ ടു 3 ടൈംസ് x1 എന്ന് വരും. അപ്പോൾ ഈ ടോട്ടൽ ഡിസ്റ്റൻസിനെ 3:1 എന്നുള്ള റേഷ്യോയിലാണ് ഇവിടെ കട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 1:3 എന്നുള്ള, ഞാൻ ഈ വരച്ചതനുസരിച്ച് 1:3 എന്നുള്ള റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക? ഇത് r/4ഉം ഇത് 3r/4ഉം ആവണം അല്ലേ? എപ്പോഴല്ലേ ആ ഒരു റേഷ്യോയിൽ കട്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് കിട്ടി, ഏത് പോയിന്റിലാണ് ഫീൽഡ് 0 വരുന്നത് എന്നുള്ളതിൻ്റെ ആൻസർ കിട്ടി. ഇനി എന്ത് വേണം? നമുക്കിതിൻ്റെ ആ പോയിന്റിൽ P എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. അപ്പോൾ പൊട്ടൻഷ്യൽ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ അറ്റ് P എന്താ ഫോർമുല? മൈനസ് നമുക്കറിയാം G ഇൻറ്റു m1/r1 പ്ലസ് m2/r2 എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ എഴുതാം, m/r/4 പ്ലസ് 9m/3r/4.
അല്ലേ? R1 R2 എന്ന് പറഞ്ഞാൽ ഇവിടെ X1 X2 ഞാൻ എഴുതിയിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്. എന്താണ് ഫോർമുല? പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ -GM/R ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 2 മാസസ് ഉണ്ടെങ്കിൽ -G×M1/R1 എന്ന് വരും, -G×M2/R2 എന്ന് വരും. അപ്പോൾ അതിങ്ങനെ ആഡ് ചെയ്തതാണ് ഞാൻ ചെയ്തത്. ഓക്കെ, ഇനി അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ വരിക? ദിസ് ഇസ് ഈക്വൽ ടു -G ഇൻറ്റു നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 4M/R പ്ലസ് 36M/3R എന്ന് വരും. അതല്ലെങ്കിൽ ഇതിനെ സോൾവ് ചെയ്താൽ 48/3 അല്ലെങ്കിൽ -G×M/R ഇൻറ്റു 16 എന്ന് വരും. 48/3 അല്ലെങ്കിൽ 16. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ, -GM/R ഇൻറ്റു 16. അപ്പോൾ നമുക്ക് ഇതിൽ ഓപ്ഷനിലേക്ക് കടക്കാം. നമ്മുടെ ഓപ്ഷനിൽ ഇതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ ഓപ്ഷനാണ് സീരീസിൽ, -GM/R ഇൻറ്റു 16 എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരിക. അത് അത്ര സിമ്പിൾ അല്ല, 2 സ്റ്റെപ്പ് ഉണ്ട് അല്ലേ? ആദ്യം ഫീൽഡ് 0 ആവുന്ന പോയിന്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? അവിടുത്തെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. സോ അതൊരു 1 മിനിറ്റിൽ കൂടുതൽ എടുക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ. സോ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം അല്ലേ? കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഒരു പ്രോബ്ലമാണ്. ഗാൽവനോമീറ്റർ G ഡസ് നോട്ട് ഷോ എനി ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കറണ്ട് ഇല്ല. എവിടെയാണ്? ഈ ഒരു ഇതിൽ കറണ്ട് ഇല്ല. I = 0 ആണ്. ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ 0 ആണെങ്കിൽ വാല്യൂ ഓഫ് R, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ മക്കളിത് പല രീതിയിൽ ചെയ്യാം. ഞാൻ ഏറ്റവും നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ വെച്ച് ചെയ്യുന്ന ഒരു മെത്തേഡ് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ബേസ് ലെവൽ. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ പൊട്ടൻഷ്യൽ 0 എടുത്താൽ ഇവിടുത്തെ പൊട്ടൻഷ്യലും 0 ആയിരിക്കും, ഇവിടുത്തെ പൊട്ടൻഷ്യലും 0 ആയിരിക്കും അല്ലേ? ഇങ്ങനൊരു മെത്തേഡ് നമ്മൾ ചെയ്തിരുന്നു. അതാണ് വളരെ സിമ്പിളായിട്ട്. ഇനി ഇവിടെ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇവിടെ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഈ 2 പോയിന്റിനും ഗാൽവനോമീറ്ററിന് അക്രോസ് ആയിട്ടുള്ള 2 പോയിന്റിലും സെയിം പൊട്ടൻഷ്യൽ ആയിരിക്കണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവാൻ പാടില്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ കറണ്ട് ഉണ്ടാവും. കറണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 പോയിന്റ്സ് എന്നാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇത് 0 ആണെങ്കിൽ ഇതിങ്ങനെ നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാറ്ററിനെ ക്രോസ് ചെയ്ത് പോകല്ലേ? ബാറ്ററിനെ ക്രോസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ടു പോസിറ്റീവിലേക്കാണ് ബാറ്ററി ഉള്ളത്. സോ ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ ആഡ് ചെയ്ത് എഴുതണം, +2 വോൾട്ട്. അപ്പോൾ ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 2 വോൾട്ട് ആയിരിക്കും. ഇനി ഞാൻ ഈ പറഞ്ഞ ലോജിക്ക് അനുസരിച്ച് ഈ ഗാൽവനോമീറ്ററിൽ കറണ്ട് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊട്ടൻഷ്യലും എന്തായിരിക്കണം? 2 വോൾട്ട് ആയിരിക്കണം. അതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. ക്ലിയർ ആണോ? ഇനി ഇത് 0 ആണെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്ര മക്കളെ? ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? 10 വോൾട്ട് ആയിരിക്കും. കാരണം ഈ ബാറ്ററി ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ പൊട്ടൻഷ്യൽ കൂടും, 10 വോൾട്ടായി അല്ലേ? ഇനി നമുക്ക് 2 കാര്യങ്ങൾ ഇവിടെ കണ്ടുപിടിക്കണം. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ ആദ്യം ഇവിടെയുള്ള കറണ്ട് എന്താണെന്ന് കണ്ടുപിടിക്കണം. അതായത് ഇവിടെ ഇങ്ങനെ കറണ്ട് ഉണ്ടാവും. ഈ കറണ്ടിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കണം. അതേ കറണ്ട് തന്നെയായിരിക്കും ഇങ്ങോട്ടും പോകുന്നത്, അതേ കറണ്ട് തന്നെയായിരിക്കും ഈ ബ്രാഞ്ചിലൂടെയും പോകുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ ഈ 400 ഓം റെസിസ്റ്റൻസ് എടുത്താൽ അതിൻ്റെ കറണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 400 ഓം റെസിസ്റ്റൻസിൽ കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ് അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 10ഉം 2 അല്ലേ? അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 10 - 2 ആണ് അക്രോസ് ദിസ് 400 ഓം റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, കറണ്ടിൻ്റെ വാല്യൂ 10 - 2 ഡിവൈഡഡ് ബൈ 400 ആണ്, അല്ലെങ്കിൽ 8/400 ആണ്. ഇത്രയും ആംപിയർ. ഇനി ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ അതും ഇതുപോലെ കൺസിഡർ ചെയ്യുക. അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? R ഇസ് ഈക്വൽ ടു എന്ത് വരും? 2 - 0 ഡിവൈഡഡ് ബൈ I എന്ന് വരും അല്ലേ? R ഇസ് ഈക്വൽ ടു V/I എന്ന് എഴുതി കൂടെ? ഐയുടെ വാല്യൂ എത്ര വരും? ഐയുടെ വാല്യൂ 8/400 ആണ്. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 2/8 ഇൻറ്റു 400 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 100 ഓം. അപ്പോൾ നമുക്ക് 100 ഓം ആണ് നമുക്ക് അതിൻ്റെ ആൻസർ വരുന്നത്. ഇതിന് മൾട്ടിപ്പിൾ രീതിയിൽ സോൾവ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന പഠിപ്പിച്ചൊരു മെത്തേഡിൽ ചെയ്തു എന്ന് മാത്രം. ക്ലിയർ ആണോ? അതും അത്ര എളുപ്പം ക്വസ്റ്റ്യൻ അല്ല. നമുക്ക് ഒറ്റ വായനയിലെ ആൻസർ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല, ഒന്ന് ആലോചിക്കേണ്ടി വരും. ഓക്കെ അല്ലേ? ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ സ്ക്രീൻ ഇസ് മൂവ്ഡ് അവേ ഫ്രം ദ പ്ലെയിൻ ഓഫ് ദ സ്ലിറ്റ്, ആംഗുലർ സെപ്പറേഷനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെൻറ്റ് 1 ആംഗുലർ സെപ്പറേഷനെ പറ്റിയാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ആംഗുലർ സെപ്പറേഷനെ പറ്റിയാണ്. അപ്പോൾ ആംഗുലർ സെപ്പറേഷൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ആലോചിക്കണം. എന്താ മക്കളെ ആംഗുലർ സെപ്പറേഷൻ്റെ ഇക്വേഷൻ? തീറ്റ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ആംഗുലർ സെപ്പറേഷനെ പല രീതിയിൽ എഴുതാം. എന്തായാലും ദാറ്റ് ഇസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ സ്മോൾ ഡി. ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്, സ്മോൾ ഡി എന്ന് പറയുന്നത് സ്ലിറ്റിൻ്റെ രണ്ടും തമ്മിലുള്ള ദൂരമാണ്. പക്ഷേ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ക്യാപിറ്റൽ ഡി ഈ ഇക്വേഷനിൽ ഇല്ല.
നമ്മളെപ്പോഴും സാധാരണ ഫ്രിഞ്ച് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി ആണ് ആംഗുലർ വിഡ്ത്ത് വരിക. അപ്പോൾ ക്യാപിറ്റൽ ഡി അങ്ങ് പോവും, ഇതില്ല അവിടെ. എന്താ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്? ഇഫ് ദ സ്ക്രീൻ ഇസ് മൂവ്ഡ് അവേ ഫ്രം ദ പ്ലെയിൻ ഓഫ് ദ സ്ലൈഡ്സ്, അതായത് ക്യാപിറ്റൽ ഡി മാറ്റിക്കഴിഞ്ഞാൽ, കൂട്ടിക്കഴിഞ്ഞാൽ ആംഗുലർ സെപ്പറേഷൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ, കാരണം ആംഗുലർ സെപ്പറേഷന് ഒരു റിലേഷനും ഈ ക്യാപിറ്റൽ ഡിയു ആയിട്ടില്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കറക്റ്റ്. ആംഗുലർ സെപ്പറേഷൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ശരിയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാലോ? ഇഫ് ദ മോണോക്രോമാറ്റിക് സോഴ്സ് ഇസ് റീപ്ലേസ്ഡ് ബൈ അനദർ മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലാർജർ വേവ് ലെങ്ത്. വേവ് ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ, ഈ ഇക്വേഷൻ നോക്കിയാൽ വേവ് ലെങ്ത് കൂട്ടിയാൽ എന്ത് പറ്റും? വേവ് ലെങ്ത് കൂട്ടിയാൽ തീറ്റയുടെ വാല്യൂ കൂടണം അല്ലേ? പക്ഷേ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആംഗുലർ സെപ്പറേഷൻ ഡിക്രീസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഏതാ ഓപ്ഷൻ വരിക? ഓപ്ഷൻ 1 ആണ് ഈ സീരീസിൽ നമുക്ക് വരുന്ന ഓപ്ഷൻ. ക്ലിയർ ആണോ മക്കളെ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റ് ആണ്. വെഞ്ചൂരി മീറ്റർ വർക്ക്സ് ഓൺ എന്താ? പ്രിൻസിപ്പിൾ ഓഫ് ബെർണോളിസ് തിയറം, അല്ലെങ്കിൽ ബെർണോളിസ് തിയറത്തിൻ്റെ, ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് നമ്മൾ വെഞ്ചൂരി മീറ്റർ പഠിക്കുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് പഠിക്കുന്നത്. സോ ഇറ്റ് ഇസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നും കൂടുതൽ പറയാനില്ല. 12ാമത്തെ ക്വസ്റ്റ്യനും വളരെ സിമ്പിളാണ്. റിജിഡ് വയർ, അതിലൊരു വെയിറ്റ് W തൂക്കിയിട്ടിരിക്കുന്നു അറ്റ് ഇറ്റ്സ് ഫ്രീ എൻഡ്. ഈ വയറിൻ്റെ വെയിറ്റിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പുറത്തുള്ള മീൻസ് അതിൽ ഹാങ് ചെയ്തിരിക്കുന്ന ഒരു വെയിറ്റിനെ പറ്റി മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ വെയിറ്റ് മാത്രമാണ്, ഈ വയറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ വെയിറ്റ് മാത്രമാണ്, വേറെ പ്രത്യേകിച്ച് ഫോഴ്സുകളൊന്നുമില്ല. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ്. സ്ട്രെസ്സിൻ്റെ വാല്യൂ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? W ഡിവൈഡഡ് ബൈ ഏരിയ അല്ലേ? സിമ്പിൾ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, വേറെ അതിലൊരു കോംപ്ലിക്കേഷനും ഇല്ല. W ഡിവൈഡഡ് ബൈ ഏരിയ, ഓപ്ഷൻ 4. ക്ലിയർ അല്ലേ മക്കളെ? ഇനി 13ാമത്തെ ക്വസ്റ്റ്യനും ഡയറക്റ്റ് ആയിരുന്നു. ആംഗുലർ ആക്സിലറേഷൻ ഓഫ് ദ ബോഡി, അതിൻ്റെ ഡയറക്ഷൻ. ഞാൻ പ്രത്യേകം ക്ലാസ്സിൽ ഈ ടോപ്പിക് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. നമുക്ക് ആക്സിയൽ വെക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. നമ്മൾ ഈ പറയുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ആക്സിലറേഷൻ, ടോർക്ക്, ഇതെല്ലാം അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇസ് അലോങ് ദ ആക്സസ്. അപ്പോൾ ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇസ് എൻ ആക്സിയൽ വെക്ടർ, സോ ഡയറക്ഷൻ ഇസ് അലോങ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ അത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളാണ്, നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ ഈ 14th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മളിപ്രാവശ്യം NTA ചതിച്ചൊരു ക്വസ്റ്റ്യനാണ്, നമ്മളെ പറ്റിച്ചൊരു ക്വസ്റ്റ്യൻ അല്ലേ? RMS സ്പീഡും ടെമ്പറേച്ചറൊക്കെ തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. RMS വെലോസിറ്റി, ഇത് കെമിസ്ട്രിയിലുണ്ട് ഫിസിക്സിലുണ്ട്, രണ്ടിലുള്ള ക്വസ്റ്റ്യനാണ്. പക്ഷേ നമുക്കറിയാം സാധാരണ ഇത്ര ടൈംസ് ആയി കഴിഞ്ഞാൽ, വെലോസിറ്റി ഇത്ര ടൈംസ് ആവണമെങ്കിൽ അതിൻ്റെ സ്ക്വയർ ദ നമ്പർ ഓഫ് ടൈംസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം, അപ്പോഴാണ് വെലോസിറ്റി ഇത്ര ടൈംസ് ആവും. പക്ഷേ ഈ ക്വസ്റ്റിൻ്റെ പ്രശ്നം ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഈ ക്വസ്റ്റ്യൻ, ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് ഇസ് -50. ടു വാട്ട് ടെമ്പറേച്ചർ ദ ഗ്യാസ് ഷുഡ് ബി ഹീറ്റഡ് സോ ദാറ്റ് RMS സ്പീഡ് ഇസ് ഇൻക്രീസ്ഡ് ബൈ 3 times? 3 തവണ ഇൻക്രീസ്ഡ് ബൈ 3 times ആവണമെങ്കിൽ എന്തായിരിക്കണം ഇതിൻ്റെ ടെമ്പറേച്ചർ? അപ്പോൾ നോർമലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടെമ്പറേച്ചർ ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് RMS വെലോസിറ്റി അല്ലേ? ടെമ്പറേച്ചർ ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് RMS വെലോസിറ്റി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, T2 by T1 ഇസ് ഈക്വൽ ടു V2 by V1 ദ ഹോൾ സ്ക്വയർ അല്ലേ മക്കളെ? അല്ലേ? അതാണ്. അപ്പോൾ T2 ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. T1ൻ്റെ വാല്യൂ ശ്രദ്ധിക്കുക, -50 ഡിഗ്രി സെൽഷ്യസിലാണ്. ഒരിക്കലും ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ചെയ്യരുത്, അതിനെന്താക്കണം? കെൽവിൻ ആക്കണം. കെൽവിൻ ആക്കുമ്പോൾ 200 ആൻഡ് നമ്മൾ ഈ പറയുന്ന 273ൽ നിന്ന് 50 കുറച്ചാൽ 223 കെൽവിൻ അല്ലേ? അപ്പോൾ നമുക്ക് T2 ഇത് ഈക്വൽ ടു, ഈ ഇക്വേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ T2 ഇത് ഈക്വൽ ടു, T1ൻ്റെ വാല്യൂ 223 കെൽവിൻ ആണ്, ഇൻറ്റു ഏതാണ് V2 by V1 എന്നുള്ള റേഷ്യോ. അവിടെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മളെ ചെറുതായിട്ടൊന്ന് തെറ്റിക്കുന്നത്. 3 times എന്ന് കണ്ടാൽ നമ്മൾ നോർമലി എന്ത് ചെയ്യും? ഇത് 3/1 എന്ന് എഴുതും. അപ്പോൾ 3/1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ ആൻസർ ഇൻറ്റു 9 ആയിരിക്കണം അല്ലേ? ഇൻറ്റു 9 എന്ന് ചെയ്യുമ്പോൾ, പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഓപ്ഷനിലേക്ക് നോക്കുക, ഓപ്ഷനിൽ ഇതിൻ്റെ അടുത്തൊരു വാല്യൂ ഇല്ല. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഏതാണ്ട് 2000 അടുത്തൊരു വാല്യൂ എടുക്കണം. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷനൊന്നും ഇതിലില്ല, ഡിഗ്രി സെൽഷ്യസിലും ഇല്ല, കെൽവിനിലും ഇല്ല അല്ലേ? അപ്പോൾ പ്രശ്നം നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കണം. എവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത്? ഒരൊറ്റ പോയിന്റിലാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വാക്ക്, ബൈ. ഇൻക്രീസ്ഡ് ബൈ 3 times എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇൻക്രീസ്ഡ് ടു 3 times എന്നായിരുന്നെങ്കിൽ ഇവിടെ ഇൻറ്റു 9, ഞാൻ ഈ എഴുതിയ സ്റ്റെപ്പ് ശരിയാണ്.
പക്ഷേ ഇൻക്രീസ്ഡ് ബൈ 3 ടൈംസ് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഈ എഴുതിയ സ്റ്റെപ്പ് തെറ്റാണ്. കാരണം ബൈ 3 ടൈംസ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിൻ്റെ 3 മടങ്ങ് കൂടി ഇത് ഇൻക്രീസ്ഡ് ആവുന്നു എന്നാണ് മലയാളത്തിൽ പറയുമ്പോൾ. ദാറ്റ് മീൻസ് അത് ടോട്ടലി എത്ര ടൈംസ് ആയി മക്കളെ? ഇപ്പോൾ നമ്മൾ 100 ആണ് വാല്യൂ എന്ന് വിചാരിക്കാം. 3 ടൈംസ് കൂടെ ഇതിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിൻ്റെ 3 ടൈംസ് കൂടെ കൂടുന്നു. ദാറ്റ് മീൻസ് 300 കൂടെ കൂടുന്നു. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയായി? 400 ആയി അല്ലേ? സോ ഇൻക്രീസ്ഡ് ബൈ 3 ടൈംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന മൾട്ടിപ്പിൾ 4, V2 4 ടൈംസ് V1. അവിടെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മളെ ചെറുതായിട്ടൊന്ന് കുഴപ്പിക്കുക. അപ്പോൾ 223 × 4 സ്ക്വയർ 16 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന വാല്യൂ കിട്ടും. പക്ഷെ അത് കെൽവിനിലായിരിക്കും. അതിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കുമ്പോൾ യു വിൽ ഗെറ്റ് 3295 ഡിഗ്രി സെൽഷ്യസ്. കെൽവിനിൽ കിട്ടിയതിന് ശേഷം ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ഇത് ആദ്യത്തെ വായനയിൽ നമ്മളെല്ലാവരും ഒന്ന് കൺഫ്യൂസ്ഡ് ആവും. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇല്ല എന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഇൻക്രീസ്ഡ് ബൈ, ഈ ബൈ എന്നുള്ളൊരു ഒറ്റ വാക്ക് അല്ലേ, നമ്മൾ ഒരു തീരെ ശ്രദ്ധിക്കാതെ വിടുന്നൊരു ചെറിയ വാക്ക്. 2ഉം ബൈ ഒക്കെ തമ്മിൽ എന്താ വ്യത്യാസം? പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ല എന്നാണ് നമ്മുടെ വെപ്പ്. പക്ഷേ ആ ഒരൊറ്റ ഗ്രാമാറ്റിക്കൽ ചേഞ്ച് കാരണം നമ്മുടെ 4 മാർക്ക് ഡിസൈഡ് ചെയ്യപ്പെടും പ്രാവശ്യത്തെ ഫിസിക്സിൽ. ഓക്കെ, സോ അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്, വിച്ച് ഇസ് 3295 ഡിഗ്രി സെൽഷ്യസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വർക്ക് ഫംഗ്ഷൻ ഓഫ് സീഷ്യം, പൊട്ടാസ്യം ആൻഡ് സോഡിയം. 3 വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇൻസിഡന്റ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ലെങ്ത്തിന്റെ എനർജി തന്നിട്ടുണ്ട്. ഏത് സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരും? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? കമ്പയർ ചെയ്തേ, ഈ എനർജി എന്നുള്ളത് വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടുതലാവണം. നോക്കിയേ, സീഷ്യത്തിന് നോക്കിക്കഴിഞ്ഞാൽ 2.14 ആണ്. സോ എനർജി കൂടുതലാണ്, വരുന്ന എനർജി വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടുതലാണ്. പക്ഷേ നിങ്ങൾ ബാക്കി നോക്കൂ, പൊട്ടാസ്യത്തിന് സോഡിയത്തിന് നോക്കൂ, രണ്ടും 2.3 2.75 ആണ്. വരുന്ന ഫോട്ടോണിൻ്റെ എനർജി അല്ലെങ്കിൽ റേഡിയേഷൻ്റെ എനർജി എന്ന് പറയുന്നത് അതിനേക്കാൾ കുറവാണ് അല്ലേ? അപ്പോൾ ഒരിക്കലും ഈ പൊട്ടാസ്യത്തിനും സോഡിയത്തിനും ഇലക്ട്രോൺസ് പുറത്തേക്ക് വരില്ല. ഫോട്ടോ എമിഷൻ എവിടെ നിന്ന് മാത്രമേ നടക്കുള്ളൂ? ഈ 2.14 ഉള്ള സീഷ്യത്തിൽ നിന്ന് മാത്രമേ നടക്കുള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൻ്റെ ആൻസർ സീഷ്യം ഓൺലി എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരിക. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആൻഡ് കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ. ഇനി AC source is connected to capacitor C due to decrease in its operating frequency. ഫ്രീക്വൻസി കുറച്ചാൽ കപ്പാസിറ്ററിന് എന്ത് പറ്റും മക്കളെ? നമുക്കറിയാം കപ്പാസിറ്റീവ് റിയാക്ടൻസ് is equal to 1/C omega, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഒമേഗയാണ് അല്ലേ? അപ്പോൾ ഒമേഗ കുറച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ഒമേഗ കുറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസിൻ്റെ വാല്യൂ കൂടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. നമുക്ക് 4 ഓപ്ഷൻ നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനെ പറ്റിയിട്ടാണ് 2 ഓപ്ഷൻ അല്ലേ? റിയാക്ടൻസിനെ പറ്റി ഉള്ള ഓപ്ഷൻസ് ഇതാണ്. റിമെയിൻസ് കോൺസ്റ്റന്റ്, അപ്പോൾ അതല്ല, തെറ്റ്. റിയാക്ടൻസ് ഡിക്രീസസ്, അതുമല്ല, തെറ്റ് അല്ലേ? ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ റിയാക്ടൻസിന്റെ കറക്റ്റ് ഓപ്ഷൻ നമ്മുടെ കയ്യിൽ ഇല്ല. പിന്നുള്ളത് കറണ്ടിനെ പറ്റിയിട്ടാണ്. റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ ഓബിയസ്ലി റെസിസ്റ്റൻസ് അല്ലേ? അപ്പോൾ റിയാക്ടൻസ് കൂടും എന്നാണ് നമ്മൾ പറഞ്ഞത്. റിയാക്ടൻസ് കൂടി കഴിഞ്ഞാൽ കറണ്ടിന് എന്ത് പറ്റണം? കറണ്ട് കുറയണം അല്ലേ? റിയാക്ടൻസ് കൂടി കഴിഞ്ഞാൽ ഓബിയസ്ലി കറണ്ടിന്റെ വാല്യൂ എന്ത് ചെയ്യണം? കുറയണം. ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും കണ്ടക്ഷൻ കറണ്ടും ഒക്കെ നമുക്ക് ഈ ഒരു സെൻസിൽ ഒരേപോലെ എടുക്കാം. കാരണം ദയർ വാല്യൂസ് ആർ സെയിം എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ വാല്യൂ എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം, വിച്ച് ഇസ് ഓപ്ഷൻ 1. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണോ മക്കളെ? ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അത്ര ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ഓപ്ഷൻസ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്തത്, ലൈറ്റ് ട്രാവൽസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഇൻ ടൈം t1 ഇൻ എയർ ആൻഡ് 10x ഇൻ ടൈം t2 ഇൻ അനദർ ഡെൻസർ മീഡിയം. വാട്ട് ഇസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദിസ് മീഡിയം? ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ ഫോർമുലയാണ് നമുക്ക് വേണ്ടത്. എന്താ ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ ഫോർമുല? ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ ഫോർമുല നമുക്കറിയാം. സൈൻ ഓഫ് critical angle is equal to refractive index of rarer medium divided by refractive index of denser medium. ഇവിടുത്തെ റെയർ മീഡിയം എന്ന് പറയുന്നത് എയർ ആണ്. സോ നമുക്കിതിന് ഇങ്ങനെ എഴുതാം, ഇത് 1/n. ഇനി പ്രശ്നം, ഈ എന്നിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. നമുക്ക് തന്നിരിക്കുന്നത് ഇതിൻ്റെ ടൈമും ഡിസ്റ്റൻസും ഒക്കെയാണ്. അപ്പോൾ എന്താ ചെയ്യാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ബേസിക് ഇക്വേഷൻ നമ്മൾ ആലോചിക്കണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് അല്ലേ? അപ്പോൾ ഈ NR/ND എന്നുള്ളതിന് പകരം എനിക്കിതിനെ എങ്ങനെ എഴുതാം? വെലോസിറ്റി ഇൻ ഡെൻസർ മീഡിയം ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഇൻ റെയറർ മീഡിയം. അതാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഇനി നോക്കുക, ഈ ഡെൻസർ മീഡിയത്തിൽ എന്താണ് ഡിസ്റ്റൻസും ടൈമും അല്ലേ മക്കളെ തന്നിരിക്കുന്നത്? ഡിസ്റ്റൻസും ടൈമും അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഡെൻസർ മീഡിയം എന്നുള്ളതിന് പകരം എന്താ എഴുതാം? 10x ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ? ഇനി റെയറർ മീഡിയത്തിലുള്ളതോ? റെയർ മീഡിയത്തിൽ പറഞ്ഞിട്ടുണ്ട് എക്സ് ആണ് ഡിസ്റ്റൻസ്, t1 ആണ് ടൈം. സോ ദിസ് വെലോസിറ്റി വിൽ ബി എക്സ് ഡിവൈഡഡ് ബൈ t1. അപ്പോൾ നമുക്ക് ഈ റേഷ്യോ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും? സൈൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ എന്നുള്ള റേഷ്യോയിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡെൻസറിൻ്റെ വെലോസിറ്റി ബൈ റെയറിൻ്റെ വെലോസിറ്റിയാണ് നമുക്ക് വേണ്ടത്. സോ 10x
ബൈ T2 ഹോൾ ഡിവൈഡഡ് ബൈ എന്ന് വരും. ഞാൻ അതിനെ മുകളിലേക്ക് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. T1 ഡിവൈഡഡ് ബൈ എക്സ്. എക്സ് അങ്ങ് ക്യാൻസൽ ആയി പോകും. സോ സൈൻ തീറ്റ is equal to 10T1 ബൈ T2 എന്നാണ് വരിക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറക്റ്റ് ആൻസർ എന്താ? തീറ്റ is equal to സൈൻ ഇൻവേഴ്സ് ഓഫ് 10T1 ബൈ T2. ഇതായിരിക്കും നമുക്ക് വേണ്ട ആൻസർ. സൈൻ തീറ്റയുടെ വാല്യൂ കിട്ടും. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ കണ്ടുപിടിക്കാം? റയറർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഡെൻസർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടായിരുന്നില്ല ക്വസ്റ്റ്യനിൽ. വെലോസിറ്റീനെ നമുക്ക് എഴുതാം അല്ലേ, ഡിസ്റ്റൻസും ടൈമും ഒക്കെയാണ് തന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? 18ാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ്. നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ്. എന്താണത്? ഗോസ് ലോ ഓഫ് മാഗ്നറ്റിസം ആണ്. ഇറ്റ് ഈസ് 0 അല്ലേ? മാഗ്നറ്റിസത്തിലെ ഗോസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇസ് 0. എന്താ കാരണം? മാഗ്നറ്റിസത്തിൽ ഒരിക്കലും മോണോപോൾസ് ഇല്ല അല്ലേ? ഇലക്ട്രിസിറ്റിയിൽ നമുക്ക് മോണോപോൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസിന് എക്സിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ മാഗ്നറ്റിസത്തിൽ ഒരു നോർത്ത് പോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സൗത്ത് പോൾ ഉണ്ടായിരിക്കും. സോ നെറ്റ് ഫ്ലക്സ് നമ്മളൊരു എൻക്ലോസ്ഡ് സർഫസിൽ നോക്കിക്കഴിഞ്ഞാൽ 0 അല്ലാതെ ഒരു ആൻസർ വരാൻ പാടില്ല. ഓക്കെ, ഇനി 19th ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ. 12 വോൾട്ട് 60 വാട്ട് ലാമ്പ്. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് ഇന്നലെ രാവിലെ നമ്മുടെ മാരത്തോൺ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യനാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് 2021 നീറ്റിലെ ഡിറ്റോ ക്വസ്റ്റ്യൻ. വാല്യൂസ് മാത്രം മാറി കേട്ടോ, ബാക്കി സെയിം കോൺസെപ്റ്റ്, ഇതേ കോൺസെപ്റ്റിലുള്ള ക്വസ്റ്റ്യൻ 2021 നീറ്റിൽ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ ഈ പവറിൻ്റെയൊക്കെ വാല്യൂ ഡിഫറൻ്റ് ആയിരുന്നു എന്ന് മാത്രം. ഇത് നോക്കിയേ, എന്താ പ്രശ്നം? ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സർക്യൂട്ടിലുള്ള വോൾട്ടേജും പവറും നമുക്ക് തന്നിട്ടുണ്ട്. സെക്കൻഡറി സർക്യൂട്ടിലെ വോൾട്ടേജും പവറുമാണ് തന്നിരിക്കുന്നത്. കണക്റ്റഡ് ടു മെയിൻസ് ഓഫ് 220 വോൾട്ട്. ദാറ്റ് മീൻസ് വോൾട്ടേജ് ഓഫ് പ്രൈമറി സർക്യൂട്ട് തന്നിട്ടുണ്ട്. അസ്യൂമിംഗ് ദ ട്രാൻസ്ഫോമർ ടു ബി ഐഡിയൽ. ഐഡിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 100% എഫിഷ്യൻസിയാണ്. ദാറ്റ് മീൻസ് ഈ ഔട്ട്പുട്ട് ഭാഗത്തുള്ള പവർ എന്താണോ അത് തന്നെയായിരിക്കും ഇൻപുട്ടിലെ പവറും. പവർ സെയിം ആണ്, പവർ ലോസ് ഇല്ല. അതാണ് ഐഡിയൽ ട്രാൻസ്ഫോമർ. വാട്ട് ഇസ് ദ കറണ്ട് ഇൻ ദ പ്രൈമറി വൈൻഡിങ്? പ്രൈമറിയിലെ കറണ്ടാണ് വേണ്ടത് അല്ലേ? പ്രൈമറിയിലെ കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് പറഞ്ഞാൽ പവർ അല്ലേ? അപ്പോൾ നമുക്ക് പവർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് എന്ന് എഴുതി കൂടെ? പവർ ഇൻ പ്രൈമറി അല്ലെങ്കിൽ P1 ഡിവൈഡഡ് ബൈ V1 എന്നൊക്കെ എഴുതാം നമുക്ക്. എത്രയാണ് പ്രൈമറിയിലെ പവർ? സെക്കൻഡറിയിലെ പവർ തന്നെയായിരിക്കും 60 വാട്ട് അല്ലേ? അപ്പോൾ 60 ഡിവൈഡഡ് ബൈ വോൾട്ടേജ് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 220. 60 ഡിവൈഡഡ് ബൈ 220 ആണ് നമ്മുടെ ആൻസർ. ഇത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് 0.27 എന്നുള്ള വാല്യൂ കിട്ടും. 0.3യുടെ താഴെയുള്ള ഒരു ആൻസർ 0.27. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം 2021 വന്ന അതേ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഒന്ന് മാറ്റി, ജസ്റ്റ് നമ്പേഴ്സ് ചേഞ്ച് ചെയ്തു, വേറെ കോൺസെപ്റ്റിലൊരു മാറ്റമില്ല. ഡിറ്റോ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് എറേഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണേ. ഒരു വയറിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് എറർ ഇൻ ഡെൻസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, ഈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഞാനിതൊരു വേറൊരു പേജ് എടുക്കുന്നുണ്ട്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെൻസിറ്റിയുടെ ഫോർമുല റോ ഇസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ് അല്ലേ? ഇനി വോളിയം എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ട്രിക്കൽ വയറൊക്കെ ആണെങ്കിൽ, ഇങ്ങനെ ഇപ്പോൾ ഒരു സിലിണ്ട്രിക്കൽ വയറാണെങ്കിൽ ഇതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തും? ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് എഴുതും അല്ലേ? ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് എഴുതും. സോ ദിസ് ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോളിയത്തിന് വരിക. ഇനി നമ്മൾ നോക്കിയേ, ഏരിയ എന്ന് പറഞ്ഞാൽ ഇതൊരു സർക്കുലാർ സെക്ഷൻ ആയിരിക്കില്ലേ? അപ്പോൾ അതിൻ്റെ റേഡിയസിൻ്റെ ഇത് വെച്ച് നമുക്ക് എന്ത് എഴുതാം? πr² എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ഡെൻസിറ്റിയുടെ ഫോർമുല. കാരണം നമുക്ക് തന്നിരിക്കുന്നത് എന്താ? മാസും റേഡിയസും ലെങ്ത്തുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമുല വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ അല്ലേ? നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ അല്ലേ? മാസ് തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ മാസിൻ്റെയും ലെങ്ത്തിൻ്റെയും റേഡിയസിൻ്റെയും ടേംസിൽ വേണം നമുക്ക് ഡെൻസിറ്റിയുടെ ഫോർമുല എഴുതാം. എന്നിട്ടേ എറർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? നമുക്കറിയാം പെർസെൻറ്റേജ് എറർ ഓരോന്നിലുള്ളത് ഇൻ മാസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? പെർസെൻറ്റേജ് എറർ ഇൻ റേഡിയസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം അല്ലേ? പെർസെൻറ്റേജ് എറർ ഇൻ ലെങ്ത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഇത് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഡയറക്റ്റ്ലി തന്നിട്ടില്ല ഈ ക്വസ്റ്റ്യനിൽ. കാരണം ഈ തന്നിരിക്കുന്ന എറർ എന്താ? ഇതിൻ്റെ മീൻ അബ്സല്യൂട്ട് എററാണ്. പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കണം അല്ലേ? എന്താ നമ്മുടെ ഫോർമുല? മീൻ അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മീൻ വാല്യൂ ഇൻറ്റു 100. അതാണ് നമ്മുടെ പെർസെൻറ്റേജ് എറർ വരിക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ വരും. ദിസ് ഇസ് ഈക്വൽ ടു 0.002 ഡിവൈഡഡ് ബൈ 0.4 ഇൻറ്റു 100 അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 0.5% എന്ന് വരും. ഇതാണ് മാസിലുള്ള എറർ. സിമിലർലി നമ്മുടെ
റേഡിയസിൻ്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 0.001 ആണ് അതിലെ എറർ, 0.3 ആണ് അതിൻ്റെ മീൻ വാല്യൂ ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 1/3% കിട്ടും, അല്ലെങ്കിൽ 0.33% എന്ന് വരും. ഇനി ലെങ്ത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 0.02 ഡിവൈഡഡ് ബൈ 5 ആണ് ഇൻറ്റു 100 അല്ലേ. അപ്പോൾ നമുക്ക് എത്ര വരും? 2/5 അല്ലെങ്കിൽ 0.4%. അപ്പോൾ ഇതാണ് ഈ 3 ക്വാണ്ടിറ്റീസിലുമുള്ള പെർസെൻറ്റേജ് എറർ. അപ്പോൾ നമുക്കിനി പെർസെൻറ്റേജ് എറർ ഇൻ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? ഇത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ അല്ലേ. പെർസെൻറ്റേജ് എറർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെയും പവർ നോക്കും. മാസിൻ്റെ പവർ 1 അല്ലേ, സോ 1 ഇൻറ്റു 0.5%, അതാണ് മാസിൻ്റെ എറർ കോൺട്രിബ്യൂഷൻ ഉണ്ടാവുക. ഇനി റേഡിയസിൻ്റെ നോക്കുക, റേഡിയസിൻ്റെ പവർ 2 അല്ലേ, അപ്പോൾ നമുക്ക് 2 ഇൻറ്റു എറർ ഇൻ റേഡിയസ് ചെയ്യണം, 2 ഇൻറ്റു 0.33% ചെയ്യണം, പ്ലസ് ലെങ്ത്തിൻ്റെ പവർ 1 ആണ്, സോ 1 ഇൻറ്റു 0.4% വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 0.5 പ്ലസ് 0.66 പ്ലസ് 0.4, അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 1.56% എന്ന് വരും അല്ലേ. 1.56 ഇതാണ് നമുക്ക് വരുന്ന പെർസെൻറ്റേജ് എററിൻ്റെ വാല്യൂ. ഇനി നമ്മൾ ഈ ഓപ്ഷനിലേക്ക് നോക്കി, നമുക്ക് ഏത് സെലക്ട് ചെയ്യണം? അപ്പോൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി നോക്കണം. 1.56 എന്നൊരു ഓപ്ഷൻ നമുക്കില്ല അല്ലേ. അതിൻ്റെ അടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം? 1.6. കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് വിൽ ബി നിയർലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് വേണ്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്രോക്സിമേറ്റ് വാല്യൂ നമ്മളോട് ഉദ്ദേശിച്ചിട്ടുള്ളൂ, ദാറ്റ് ഈസ് 1.6%. ക്ലിയർ ആണോ മക്കളെ? ഇനി അടുത്തത് 21 സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ഉണ്ടായിരുന്നു, അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫോട്ടോവോൾട്ടായിക് ഡിവൈസസ് ക്യാൻ കൺവേർട്ട് ഒപ്റ്റിക്കൽ റേഡിയേഷൻ ഇൻറ്റു ഇലക്ട്രിസിറ്റി. ശരിയാണ് അല്ലേ, അങ്ങനെയുള്ള ഡിവൈസസിനെയാണ് നമ്മളത് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്. ഇനി സെനർ ഡയോഡ് ഇസ് ഡിസൈൻ ടു ഓപ്പറേറ്റ് അണ്ടർ റിവേഴ്സ് ബയസ് ഇൻ ബ്രേക്ക് ഡൗൺ റീജിയൻ. അതും കറക്റ്റാണ് അല്ലേ. ബ്രേക്ക് ഡൗൺ ആയ ഡയോഡിനെയാണ് നമ്മൾ സെനർ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കറക്റ്റാണ്. റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ ബ്രേക്ക് ഡൗൺ റീജിയനിലാണ് അത് വർക്ക് ചെയ്യുന്നത്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ബോത്ത് ആർ കറക്റ്റ് എന്നാണ് നമുക്കതിൻ്റെ ആൻസർ. കൂടുതൽ അതിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടില്ല. ഇനി 22nd ക്വസ്റ്റ്യൻ. ഇത് പ്രൊജക്ടൈൽ മോഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എ ബുള്ളറ്റ് ഇസ് ഫയർഡ് ഫ്രം എ ഗൺ at a speed of 280 meter per second in the direction 30 degree. Maximum height attained. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ന്യൂമറിക്കൽസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണമെന്ന് മാത്രം. ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്താ മക്കളെ? മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ. മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g അല്ലേ. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ 280 സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞപ്പോൾ 1/4 ആവും, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.8 അല്ലേ. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ഈ നമ്പേഴ്സ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ആൻസർ കിട്ടും? ഇത് സോൾവ് ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 1000 മീറ്റർ എന്നുള്ള ആൻസർ കിട്ടും. അപ്രോക്സിമേറ്റ്ലി വേണ്ട 9.8 ആണ്. സോ നമുക്ക് കറക്റ്റായിട്ട് 1000 മീറ്ററിന് കിട്ടും. ജിയിൽ നിന്ന് 10 എടുത്താൽ നിങ്ങൾക്ക് 1000ൻ്റെ അടുത്തൊരു വാല്യൂ കിട്ടും. 1000-നേക്കാൾ കുറവായിട്ടുള്ളൊരു വാല്യൂ ആണ് കിട്ടുക. പക്ഷേ ഇവിടെ ജിയുടെ വാല്യൂ 9.8 എടുക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലേ, പറഞ്ഞിട്ടുണ്ട്. സോ ആൻസർ ഇസ് 1000 മീറ്റർ. ക്ലിയർ ആണോ മക്കളെ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. മാക്സിമം ഹൈറ്റിൻ്റെ ഫോർമുല നമുക്ക് അറിയാവുന്നതാണ്, അതിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇനി കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസിയുടെ ക്വസ്റ്റ്യൻ ആണ്, അതും ഡയറക്റ്റ് ആണ് അല്ലേ. കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസിയുടെ ഫോർമുല എന്താ? കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസിയുടെ ഫോർമുല ഈറ്റ ഈസ് ഈക്വൽ ടു 1 - T2/T1 അല്ലേ, ഇൻറ്റു 100%. ഇതാണ് എഫിഷ്യൻസിയുടെ ഫോർമുല അല്ലേ. എഫിഷ്യൻസി 50% ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 50/100 0.5 എന്നുള്ള രീതിയിൽ അതിനെ എഴുതാം. അപ്പോൾ നമുക്ക് 1 - T2/T1 എന്ന് പറയുന്നത് 50/100 ആയിരിക്കും, അല്ലെങ്കിൽ 0.5 ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് T2/T1 എന്ന് പറഞ്ഞാൽ വീണ്ടും 1 - 0.5, അതും 0.5 തന്നെയായിരിക്കും അല്ലേ. സിമ്പിൾ ന്യൂമറിക്കൽസ് ആണ് വരുന്നത്. നമുക്ക് ഏതാ വേണ്ടത്? ടെമ്പറേച്ചർ ഓഫ് ദ സിങ്ക് ആണ് വേണ്ടത്. T2ൻ്റെ വാല്യൂ ആണ് വേണ്ടത്. T2 എന്ന് പറഞ്ഞാൽ T1 ഇൻറ്റു 0.5 ആയിരിക്കും. T1ൻ്റെ വാല്യൂ എത്ര മക്കളെ? T1ൻ്റെ വാല്യൂ 327 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഞാൻ വീണ്ടും പറയുന്നു, ഡിഗ്രി സെൽഷ്യസുള്ള ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ കെൽവിനിലേക്ക് മാറ്റണം. അപ്പോൾ 600 കെൽവിൻ ആണ് T1ൻ്റെ വാല്യൂ. അപ്പോൾ T2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 600 ഇൻറ്റു 0.5 അല്ലെങ്കിൽ 1/2 നമുക്ക് എത്ര വരും? 300 കെൽവിൻ എന്ന് വരും. 300 കെൽവിൻ എന്നുള്ളൊരു ആൻസർ ഇതിലില്ല, പക്ഷേ ഇതിൻ്റെ ഡിഗ്രി സെൽഷ്യസിലെ വാല്യൂ ഉണ്ട്. അത് എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ്. ക്ലിയർ അല്ലേ? സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, സിമ്പിൾ നമ്പേഴ്സും ആയിരുന്നു. നമ്മൾ ഈ കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി ഒക്കെ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റിനുള്ളിൽ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ അല്ലേ? അടുത്തത്
അടുത്തതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ഫോം എ സോപ്പ് ബബിൾ. ആ ടോപ്പിക് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും. സോപ്പ് ബബിൾ ആണ്. ബബിൾ ഫോം ചെയ്യാനുള്ള എനർജി നമുക്കറിയാം, സർഫസ് എനർജി ബൈ യൂണിറ്റ് ഏരിയ. ഇതിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ എപ്പോഴും ഈ പറയുന്ന എനർജി എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് അല്ലെങ്കിൽ സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ ആണ്. അപ്പോൾ ഈ ബബിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബബിളിന് 2 ഫ്രീ സർഫസുകളുണ്ട്. ബബിളിൻ്റെ അകത്തും എയർ ആണ്, പുറത്തും എയർ ആണ്. ബബിളിൻ്റെ ചുറ്റുമുള്ളൊരു തോടിൽ മാത്രമേ എന്തുള്ളൂ, ഈ പറയുന്ന ലിക്വിഡ് സൊല്യൂഷൻ ഉള്ളൂ. അപ്പോൾ 2 സർഫസുകളുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ മക്കളെ സർഫസ് ഏരിയയുടെ ഫോർമുല? സ്പിയർ അല്ലേ. സ്പിയർ എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയയുടെ ഫോർമുല 4πr² ആയിരിക്കും അല്ലേ. ഇൻറ്റു സർഫസ് ടെൻഷനെ ഞാൻ തൽക്കാലം ടി എന്ന് എഴുതുന്നു. ഇവിടെ പല രീതിയിൽ എഴുതാം, സിഗ്മ എന്ന് എഴുതാം, എസ് എന്ന് എഴുതാം, ഞാൻ ടി എന്ന് എഴുതുന്നു. അപ്പോൾ 4πr² ഇൻറ്റു സർഫസ് ടെൻഷൻ എന്നുള്ളതാണ് ഏരിയ ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ. പക്ഷേ ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് ബബിൾ ആണ്, അതുകൊണ്ട് 2 ഫ്രീ സർഫസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഇനി വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആറിൻ്റെ വാല്യൂ നമുക്കറിയാം 2 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ 4π ഇൻറ്റു 2 ഇൻറ്റു 10⁻⁻² ദ ഹോൾ സ്ക്വയർ ആണ്. ഇൻറ്റു സർഫസ് ടെൻഷൻ്റെ വാല്യൂസ് 0.03 ഇൻറ്റു നമുക്ക് 2 അല്ലേ. ഇത്രയാണ് നമുക്കിതിൽ വരുന്നത്. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് നോക്കിയാൽ മക്കളെ എന്ത് വരും? 16π അല്ലേ ഇൻറ്റു 0.06 ഇൻറ്റു 10⁻⁻⁴. ഇത്രയല്ലേ വരിക. അപ്പോൾ നമ്മൾ വീണ്ടും ഈ 16π എന്നൊക്കെ പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി നമ്മൾ 3 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 48 എന്ന് വരും അല്ലേ. അപ്രോക്സിമേറ്റ്ലി 48 ആണ് 16π എന്ന് പറഞ്ഞാൽ. ഇൻറ്റു 6 ഇൻറ്റു 10⁻⁻⁴. 4 അല്ല, ഈ 6നെ ഞാൻ എടുക്കും -6 ആയി. അപ്പോൾ നോക്കി 48 എന്നുള്ളതിനെ അപ്രോക്സിമേറ്റ്ലി 50 ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് 50 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 300 അല്ലേ. 300 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? അപ്രോക്സിമേറ്റ് ആൻസർ ഞാനിങ്ങനെ എഴുതുന്നു. ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 300 ഇൻറ്റു 10⁻⁻6 ജൂൾ. അല്ലെങ്കിൽ ഈ 2 പൂജ്യത്തെ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 3 ഇൻറ്റു 10⁻⁴ ജൂൾ അല്ലേ. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. ഓപ്ഷൻ 1 ആണ്. നമുക്ക് എക്സാക്ട്ലി 3.01 ഒന്നും വേണ്ടല്ലോ. നമ്മളതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ന്യൂമറിക്കലി നമുക്ക് ഈ ആൻസറാണ് കിട്ടുക. ഓപ്ഷൻ 1. ക്ലിയർ ആണോ? ഓക്കെ മക്കളെ, അടുത്ത ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മിനിമം വേവ് ലെങ്ത് ഓഫ് എക്സ്റേ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻ ഇലക്ട്രോൺ ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് V വോൾട്ട്. അപ്പോൾ എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണെ ആക്സിലറേറ്റ് ചെയ്യുന്നത് V വോൾട്ടിലേക്കാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ഇലക്ട്രോണിനെ V വോൾട്ടിലേക്ക് ആക്സിലറേറ്റ് ചെയ്താൽ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? Q ഇൻറ്റു V ആയിരിക്കും അല്ലേ. ഒരു ചാർജിനെ V പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ആക്സിലറേറ്റ് ചെയ്താൽ അതിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? QV ആണ്. Now this energy must be equal to the energy of the X-ray അല്ലേ. എക്സ്റേ പാർട്ടിക്കിളിൻ്റെ എനർജിയുമായിട്ട് ഇതിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റണം. എക്സ്റേ എന്ന് പറയുന്നത് റേഡിയേഷൻ ആണ്. അതിൻ്റെ എനർജി എന്തായിരിക്കും? hc/λ ആയിരിക്കും അല്ലേ. hc/λ അല്ലേ. അപ്പോൾ Q ഇൻറ്റു V ഈസ് ഈക്വൽ ടു hc/λ എന്നാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. അതല്ലെങ്കിൽ ലാംഡ ഇസ് പ്രൊപ്പോർഷണൽ ടു 1/V അല്ലേ. 1/V. അപ്പോൾ അങ്ങനെ ഒരു ആൻസർ ഉണ്ടല്ലോ. ഉണ്ട്. ഓപ്ഷൻ 4 ആണ് അപ്പോൾ നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മളതിനെ ഒന്ന് കണക്ട് ചെയ്യണം. എനർജി ഓഫ് റേഡിയേഷൻ്റെ ഫോർമുലയും ഈ പറയുന്ന ഒരു ചാർജിനെ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ എനർജിയുടെ ഫോർമുലയും നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യണം. അത്രേ ഉള്ളൂ. ഇനി സീരീസ് LCR സർക്യൂട്ട്. LCR സർക്യൂട്ടിന് ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെ ഒക്കെ വാല്യൂ വന്നിട്ട് റെസിസ്റ്ററിൻ്റെ വാല്യൂ വന്നിട്ട് ഫ്രീക്വൻസി അറ്റ് വിച്ച് റെസൊണൻസ് ഒക്കേഴ്സ്. റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഫോർമുലയാണ് അല്ലേ. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഫോർമുല എന്താ മക്കളെ? നമുക്ക് ഒമേഗയാണ് വേണ്ടതെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ ടു 1/√LC. ഇനി എഫ് ആണ് വേണ്ടെങ്കിൽ /2πയും കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒമേഗ ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എന്താ വരിക. ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? 1/√. എല്ലിൻ്റെയും സിയുടെയും വാല്യൂ വന്നിട്ടുണ്ട്. എൽ എന്ന് പറഞ്ഞാൽ 10 മില്ലി ഹെൻറി ആണ്. സോ 10 ഇൻറ്റു 10⁻⁻3. സി എന്ന് പറയുന്നത് 1 മൈക്രോ ഫാരഡ് ആണ്. സോ 10⁻⁻6 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വരും? ഇതിൻ്റെ ഇതൊക്കെ നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ 1/√10⁻⁻8 എന്ന് വരും. അല്ലെങ്കിൽ 1/10⁻⁻4 എന്ന് വരും. വിച്ച് ഇസ് 10⁻⁴ അല്ലേ. 10⁻⁴ ആണ് നമ്മുടെ എന്ത് വരുന്നത്? റേഡിയൻ പെർ സെക്കൻഡ് ഒമേഗയുടെ വാല്യൂ. പക്ഷെ നമുക്ക് വേണ്ടത് ഈ ഓപ്ഷനിൽ റേഡിയൻ പെർ സെക്കൻഡിലെ വാല്യൂ ഉണ്ട്, പക്ഷെ ഇതല്ല അല്ലേ. അപ്പോൾ അതല്ല വേണ്ടത്. നമുക്ക് ഹേർട്സിലുള്ള വാല്യൂസ് ഇവിടെ കണ്ടില്ലേ. ഹേർട്സ് എന്ന് പറഞ്ഞാൽ എന്താ?
ലീനിയർ ഫ്രീക്വൻസിയാണ്. സോ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ലീനിയർ ഫ്രീക്വൻസിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഒമേഗ ഡിവൈഡഡ് ബൈ 2π ആണ്. ഒമേഗ നമുക്ക് കിട്ടി 10,000 ആണ്, ഡിവൈഡഡ് ബൈ 2π എന്ന് പറഞ്ഞാൽ 2 × 3.14. ഇത്രയും മതി, നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ മതി മക്കളെ. അപ്പോൾ എന്താ ശരി, ഇത് വരുമ്പോൾ എന്ത് വരും, നമ്മൾ ഈ സോൾവ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് 10/6 അല്ലേ, 10/6 × 10⁻³ ഇത്രയും ഹേർട്സ് അല്ലേ വരിക. 10/6 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 1.5 1.6 അല്ലേ. സോ അപ്രോക്സിമേറ്റ്ലി 1.6 × 10⁻³ എന്ന് പറഞ്ഞാൽ കിലോ ഹേർട്സ്. ഇതാണ് നമ്മുടെ ആൻസർ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായതുകൊണ്ട് നമുക്കിത് വളരെ പെട്ടെന്ന് സെലക്ട് ചെയ്യാം. വളരെ വ്യത്യസ്തമാണെന്ന് പറയാൻ പറ്റില്ല. 15.9 എന്നൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ 10⁻² എന്നുള്ള പവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തെറ്റിപ്പോയാൽ നമ്മുടെ ആൻസർ തെറ്റും. നമുക്കിവിടെ വരേണ്ടത് ഏതാണ്, 1.59 കിലോ ഹേർട്സ് ആണ്. ക്ലിയർ അല്ലേ. അടുത്തത് 27th അടുത്ത ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. പൊട്ടൻഷ്യൽ എനർജി ഒരു സ്പ്രിങ്ങിനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ 2 സെൻറ്റിമീറ്റർ സ്ട്രെച്ച് ചെയ്യുമ്പോൾ യു ആണ്, 8 സെൻറ്റിമീറ്റർ സ്ട്രെച്ച് ചെയ്യുമ്പോൾ എത്രയാണ് എനർജി, നമുക്ക് വളരെ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാതെ പറയാൻ പറ്റുന്നല്ലേ. യു ഇസ് പ്രപ്പോർഷണൽ ടു x². എനർജി എന്ന് പറഞ്ഞാൽ ½ kx² ആണ്. അപ്പോൾ ഈ പറയുന്ന u1/u2 അല്ലെങ്കിൽ u2/u1 is equal to x2/x1 the whole square which is 8/2 the whole square അല്ലേ. അപ്പോൾ എത്ര വരും, 16 എന്നുള്ളതാണ് റേഷ്യോ നമ്പർ വരുന്നത്. സോ u2 is equal to 16 ടൈംസ് ആദ്യത്തെ പൊട്ടൻഷ്യൽ എനർജി 16u. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ. അപ്പം അതും സിമ്പിളായിട്ടുള്ള ന്യൂമറിക്കലായിരുന്നു. നമ്മുടെ സെക്ഷൻ എയിലുള്ള കുറേ ന്യൂമറിക്കൽസ് വളരെ ഡയറക്റ്റ് ആൻഡ് സിമ്പിൾ ആയിരുന്നു എന്ന് വേണം നമുക്ക് പറയാം. ഇനി 28th ക്വസ്റ്റ്യൻ. ഹാഫ് ലൈഫ് ഓഫ് എ സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്, 20 മിനിറ്റ് ആണ്. ഇൻ ഹൗ മച്ച് ടൈം ദ ആക്ടിവിറ്റി ഡ്രോപ്സ് ടു 1/16. അപ്പോൾ നമുക്കറിയാം ഒരു ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഒരു ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ ആവുക. ഒരു ഹാഫ് ലൈഫ് കഴിയുമ്പോൾ 2 ഹാഫ് ലൈഫ് കഴിയുമ്പോൾ എന്താവും, 1/4 ആവില്ലേ അല്ലേ. 3 ഹാഫ് ലൈഫ് കഴിയുമ്പോൾ എന്താവും, 1/8 ആവില്ലേ. ഈ നമ്പേഴ്സ് നമ്മുടെ ഓർമ്മയിൽ വേണം, അതാണ് നമുക്ക് പെട്ടെന്ന് പറയാം. കാരണം 1/16 ആവുന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 1/16 എന്ന് പറഞ്ഞാൽ എത്ര ഹാഫ് ലൈഫ്സാണ്, 4 ഹാഫ് ലൈഫ്സ് ആണ് കഴിഞ്ഞു പോകുന്നത്. 4 ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് ലൈഫ് 20 മിനിറ്റ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 4 ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ, 80 മിനിറ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ വെറുതെ അതിൻ്റെ ലോജിക്കലി നമ്മൾ ആലോചിക്കുക, ആൻസറിലേക്ക് എത്താം. ക്ലിയർ ആണോ. ഇനി അടുത്തത് സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് E.ds ഈക്വൽ ടു 0. എന്തായി സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് E.ds? സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് E.ds എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ആണ് അല്ലേ. നെറ്റ് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ ആണ് ഇൻ്റഗ്രൽ E.ds. അപ്പോൾ നെറ്റ് ഫ്ലക്സ് ഇത് ഈക്വൽ ടു 0 എന്നാണ് തന്നിരിക്കുന്നത്. നെറ്റ് ഫ്ലക്സ് ഇത് ഈക്വൽ ടു 0. ദെൻ ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നാണ്. ഓൾ ചാർജസ് മസ്റ്റ് ബി ഇൻസൈഡ് ദ സർഫസ്. അല്ല, ഇൻസൈഡ് ദ സർഫസിൽ ചാർജ് ഉണ്ടെങ്കിൽ ഒരിക്കലും നെറ്റ് ഫ്ലക്സ് 0 വരില്ല. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ സർഫസ് ഇസ് നെസസറിലി യൂണിഫോം. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇതുമല്ല. നമ്പർ ഓഫ് ഫ്ലക്സ് എൻ്ററിങ് മസ്റ്റ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്ലക്സ് ലീവിങ്. അതാണ് ആൻസർ അല്ലേ. നെറ്റ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എൻ്റർ ചെയ്യുന്നതും ലീവ് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ആ ഡിഫറൻസ് 0 ആണെന്ന് പറഞ്ഞാൽ എൻ്റർ ചെയ്യുന്ന അതേ ഫ്ലക്സ് തന്നെ ലീവ് ചെയ്യാൻ വേണം. സോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. 4ാമത്തെ ഓപ്ഷനും തെറ്റാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസസ് കോൺസ്റ്റന്റ്. അതും നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. നമുക്കിതിൽ തന്നിരിക്കുന്ന ഡാറ്റ വെച്ച് നമുക്ക് പറയാവുന്ന കാര്യം ഇതാണ്. എത്ര ഫ്ലക്സ് ആണോ എൻ്റർ ചെയ്യുന്നത് അത്ര തന്നെ ലീവ് ചെയ്യണം. അതുകൊണ്ടാണ് നെറ്റ് ഫ്ലക്സ് എന്ത് വരുന്നത്, 0 വരുന്നത്. ക്ലിയർ അല്ലേ. ഇനി റേഷ്യോ ഓഫ് ഫ്രീക്വൻസീസ് ഓഫ് ഫണ്ടമെൻ്റൽ ഹാർമോണിക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻ ഓപ്പൺ പൈപ്പ് ടു ദാറ്റ് ഓഫ് എ ക്ലോസ്ഡ് പൈപ്പ്. ഓപ്പൺ പൈപ്പിൻ്റെ നമുക്കറിയാം, ഓപ്പൺ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താ, V/2L ആണ് അല്ലേ. V/2L ആണ്. ഇനി ക്ലോസ്ഡ് പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താ മക്കളെ, അത് V/4L ആണ് അല്ലേ. ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ കൊടുത്തേ. ഓപ്പൺ ടു ക്ലോസ് എന്നുള്ള റേഷ്യോ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ഓപ്പൺ ടു ക്ലോസ്ഡ് എന്നുള്ള റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് ആ 4 അങ്ങ് മുകളിലേക്ക് പോലെ 2/1 എന്ന് വരും. 2:1 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. സിമ്പിൾ റേഷ്യോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. ഈ ഫ്രീക്വൻസി ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ എവിടെയെങ്കിലൊക്കെ എക്സസൈസിൽ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇത്, ഈ രണ്ടിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ
ഒന്നും പറയാനില്ല, വളരെ സിമ്പിളായിട്ടുള്ള എറേഴ്സിൻ്റെ ഡെഫിനേഷൻ എന്നൊരു ചോദ്യം അല്ലേ. എറേഴ്സ് ഇൻ ദ മെഷർമെൻറ്റ് ഡ്യൂ ടു അൺപ്രഡിക്റ്റബിൾ ഫ്ലക്ച്വേഷൻസ്. അൺപ്രഡിക്റ്റബിൾ എറർ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, കാറ്റഗറൈസ് ചെയ്യുന്ന പേരാണ് റാൻഡം എറർ. വേറെ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ നോക്കണ്ട. ലീസ്റ്റ് കൗണ്ട് എന്ന് നമുക്കറിയാം എന്താണ് ലീസ്റ്റ് കൗണ്ട്, ആ ഡിവൈസിൻ്റെ ഏറ്റവും മെഷർ ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് വാല്യൂ ആണ്. അതിലുള്ള എറർ കാരണം ഉണ്ടാകുന്നതിനാണ് ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് വിളിക്കുന്നത്. ഇൻസ്ട്രുമെൻ്റൽ എറർ അല്ല, കാരണം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ടെമ്പറേച്ചറിൻ്റെയും വോൾട്ടേജ് സപ്ലൈയുടെയും ഫ്ലക്ച്വേഷൻസ് ആണ്, അൺപ്രഡിക്റ്റബിൾ കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം റാൻഡം എറർ ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. സോ യുവർ ആൻസർ ഇസ് ഓപ്ഷൻ 2. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ. ആ ക്വസ്റ്റിനും ഓപ്ഷൻസും വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി 32ാമത്തെ ചോദ്യം EM വേവ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഭയങ്കര ലെങ്തി ക്വസ്റ്റ്യൻ ആട്ടോ. പ്ലെയിൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാവലിംഗ് ഇൻ ഫ്രീ സ്പേസ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ജാതകവും നമുക്ക് തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് കോമ്പോണൻറ്റ് ഓസിലേറ്റ് സൈനുസോയിഡലി അറ്റ് എ ഫ്രീക്വൻസി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. എന്താ ക്വസ്റ്റ്യൻ? ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡേ വേണ്ടൂ. അപ്പോൾ അതിന് ഇത്രയും ഡാറ്റയുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വെറുതെ സമയം കളയാൻ വേണ്ടി കുറച്ചിങ്ങനെ നീട്ടി വലിച്ചു തന്നിരിക്കുക. എന്താ മക്കളെ ഫോർമുല? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡും തമ്മിൽ നമുക്കൊരു ഫോർമുല ഉണ്ടല്ലോ. എന്തായിരുന്നു അത്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡും E0/B0 is equal to C. C എന്ന് പറയുന്നത് വെലോസിറ്റി അല്ലേ, 3 × 10⁸. അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ B0 is equal to ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ C അല്ലേ. അതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. എത്രയാണ്? 48 വോൾട്ട് പെർ മീറ്റർ. 48 വോൾട്ട് പെർ മീറ്റർ ആണ് E0ൻ്റെ വാല്യൂ. സോ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു 48 ഡിവൈഡഡ് ബൈ 3 × 10⁸. സിമ്പിൾ ന്യൂമറിക്കൽ അല്ലേ. 48/3 എന്ന് പറഞ്ഞാൽ 16. 16 × 10⁻8 അല്ലെങ്കിൽ ഒരു ഡെസിമൽ പോയിന്റ് നമ്മൾ അങ്ങോട്ട് നീട്ടി കഴിഞ്ഞാൽ 1.6 × 10⁻7. ഇത്രയും ടെസ്ലയാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് വരിക. ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ടല്ലോ. 1.6 × 10⁻7. ആ 1.6 എന്നുള്ള വാല്യൂ എല്ലായിടത്തും സെയിം ആണ് അല്ലേ. 10⁻2ൻ്റെ പവർ ആണ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ തെറ്റിക്കാതിരുന്നാൽ നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടും. ലെങ്തിയാണ് ക്വസ്റ്റ്യൻ, പക്ഷേ വളരെ സിമ്പിളാണ് ആൻസർ അല്ലേ. അടുത്തത്, ഒരു ഫുട്ബോൾ പ്ലെയർ ഇസ് മൂവിങ് ഇൻ സൗത്ത് വേർഡ് ആൻഡ് സഡൻലി ടേൺസ് ഈസ്റ്റ് വേർഡ്. ഇത് വെക്ടറിൻ്റെ കോൺസെപ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. ആദ്യം സൗത്തിലേക്ക് പോകുന്ന ഒരാൾ പെട്ടെന്ന് ഈസ്റ്റിലേക്ക് തിരിഞ്ഞു. വാട്ട് ഇസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പ്ലെയർ? ആ ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരാൾ സൗത്തിലേക്ക് മൂവ് ചെയ്യുന്നു, നേരെ തിരിഞ്ഞ് ഈസ്റ്റിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് ഈ സൗത്തും ഈസ്റ്റും ഒക്കെ ഒന്ന് വെറുതെ ഒന്ന് ആക്സിസ് വരയ്ക്കാം. ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് ആ ആക്സിസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ വെറുതെ നമുക്ക് ആക്സിസ് ഒന്ന് വരച്ചു നോക്കാം. ഇതിലെ ഡയറക്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ അല്ലേ. മുകളിലേക്ക് നമ്മൾ നോർത്ത് എന്ന് മാർക്ക് ചെയ്യും, താഴത്തേക്ക് സൗത്താണ്, റൈറ്റിലേക്ക് ഈസ്റ്റാണ്, ഇങ്ങോട്ട് വെസ്റ്റാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആദ്യം സൗത്തിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് ആദ്യത്തെ. അപ്പോൾ ഞാൻ ഈ ആദ്യത്തെ ഉള്ള മൂവ്മെൻറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സൗത്തിലേക്ക് ആയതുകൊണ്ട് V എന്നാണ് സ്പീഡ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ V1 വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു -VJ അല്ലേ, -J ഡയറക്ഷനിലല്ലേ, താഴത്തേക്കല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? സഡൻലി ടേൺസ് ഈസ്റ്റ് വേർഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സഡൻലി ടേൺസ് ഈസ്റ്റ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് ഇയാളുടെ ഫൈനൽ വെലോസിറ്റി വരുന്നത്. V2 എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. വിത്ത് ദ സെയിം മാഗ്നിറ്റ്യൂഡ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ V × I cap. സെയിം മാഗ്നിറ്റ്യൂഡാണ്, ഡയറക്ഷൻ മാത്രമേ മാറുന്നുള്ളൂ. ഇനി നമ്മളോട് ഫോഴ്സ് അല്ലേ മക്കളെ ചോദിച്ചിരിക്കുന്നത്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ അല്ലേ. ഇനി ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാലോ, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം എന്ന് എഴുതാലോ. ഇതിൽ കൂടെ ΔV/ΔT അല്ലേ ആക്സിലറേഷൻ. അപ്പോൾ ശരിക്ക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ΔV ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ ഡയറക്ഷന് സെയിം ആയിരിക്കും. അപ്പോൾ എന്തായിരുന്നു ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് കണ്ടുപിടിച്ചാൽ മതി നമുക്ക് ആൻസർ കിട്ടാൻ. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് V2 ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ. അത് തെറ്റിക്കരുത്. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റിയാണ്. V1 - V2 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ നമുക്ക് തെറ്റിപ്പോകും. V2 - V1 ആണ്. V2 - V1 എന്ന് എടുക്കുമ്പോൾ എന്ത് വരും? V × I മൈനസ് V × J. ഒരു നെഗറ്റീവ് അവിടെയുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ പോസിറ്റീവായി വരുമ്പോൾ V × I പ്ലസ് V × J എന്ന് വരും. ഇതാണ് ΔVയുടെ ഡയറക്ഷൻ. ഇത് തന്നെയായിരിക്കണം ഫോഴ്സിൻ്റെയും ഡയറക്ഷൻ. ഇനി നമ്മൾ നോക്കുക, ഈ +I + J എന്നല്ലേ വരുന്നത്. +I + J എന്ന് പറഞ്ഞത് ഏത് ഡയറക്ഷനിലാണ് മക്കളെ വരുന്നത്? +I എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഡയറക്ഷനിൽ അല്ലേ, ഈസ്റ്റ് ഡയറക്ഷനിൽ. ഇനി +J എന്ന് പറഞ്ഞാൽ മുകളിലേക്കല്ലേ, നോർത്ത് ഡയറക്ഷനിൽ. അപ്പോൾ ഈ വെക്ടർ കിടക്കുന്നത്, ഈ ΔV എന്നുള്ള വെക്ടർ കിടക്കുന്നത് ഈ നോർത്ത് ഈസ്റ്റ് പ്ലെയിനിലാണ്, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് വരുന്നത്
നോർത്ത് ഈസ്റ്റ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ നമ്മളവിടെ ചെയ്യേണ്ടിയിരുന്നത് ഇതാണ്, വെലോസിറ്റിയുടെ ചേഞ്ച് ഉള്ള വെക്ടർ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. V1 V2 നോക്കിയിട്ട് V2 - V1 എന്നുള്ള വെക്ടർ കണ്ടുപിടിക്കുക. ആ വെലോസിറ്റിയുടെ ചേഞ്ച് എന്താണോ അതേ ഡയറക്ഷനിലാണ് നമ്മുടെ ആക്സിലറേഷൻ വരിക, അതേ ഡയറക്ഷനിലാണ് നമ്മുടെ ഫോഴ്സ് വരിക. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഗസ് ചെയ്യാൻ നിന്നാൽ നമ്മുടെ തെറ്റിപ്പോവും അല്ലേ. നോർത്ത് ഈസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 34, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഈ സർക്യൂട്ടിലെ കറണ്ട് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, 2 ബാറ്ററി ഉണ്ട്, പക്ഷേ ദേ ആർ കണക്റ്റഡ് ഇൻ റിവേഴ്സ് വേ അല്ലേ. ഒന്ന് മറ്റൊന്നിനെ തിരിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അപ്പോൾ ഈ കൂടുതലുള്ള വോൾട്ടേജ് ഏതാണോ അത് ഡിസ്ചാർജ് ചെയ്യും, കുറവുള്ള വോൾട്ടേജിൻ്റെ EMF ഉള്ള ബാറ്ററി ഏതാണോ അത് ചാർജ് ചെയ്യപ്പെടും എന്ന് നമുക്കറിയാം. അപ്പോൾ അവിടുത്തെ നെറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 10 - 5 ആയിരിക്കും. ഇനി കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് അല്ലേ. ഇവിടെ എത്ര റെസിസ്റ്റൻസ് ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്, 7 ഉണ്ട്. ആഡ് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 10. അപ്പോൾ 10 - 5/10 അല്ലെങ്കിൽ 0.5 ആംബിയർ എന്നുള്ളതാണ് ഇവിടെ കറണ്ടിൻ്റെ വാല്യൂ വരിക. അങ്ങനെ വരുന്ന ഓരോ ഓപ്ഷനേ നമുക്കുള്ളൂ, ഡയറക്ഷൻ ഒന്നും നോക്കണം നിർബന്ധമില്ല. 0.5 ആംബിയർ എന്ന് വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇനി ഡയറക്ഷൻ നോക്കിയാലും നമുക്കറിയാം ഈ കറണ്ട് എങ്ങനെയാണ് പോവുക. നോക്കുക, ഈ 10 വോൾട്ട് ബാറ്ററി എന്നത് ഡിസ്ചാർജ് ചെയ്യപ്പെടുമായിരിക്കും അല്ലേ, അതല്ലേ കൂടുതലുള്ള വോൾട്ടേജ്. സോ ഇതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രം A to B ആയിരിക്കും. ഇങ്ങനെ ഈ ഒരു സൈക്ലിക് ആയിട്ടാണ് പോവുക. ക്ലിയർ ആണോ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അതിൽ കറണ്ട് ഉണ്ടാവുക. സോ A to B എന്നുള്ളതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ത്രൂ E. 0.5 ആംബിയർ ആണ് വാല്യൂ. ആ വാല്യൂ കിട്ടിയാൽ തന്നെ നമുക്ക് ആൻസർ സെലക്ട് ചെയ്യാം, കാരണം അത് വേറെ ഒരു ഓപ്ഷനിലും ഇല്ല. ഇനി അടുത്തൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പഠിക്കുന്ന ടോപ്പിക് അല്ലേ, ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റിയുടെ ക്വസ്റ്റ്യൻ ഇതാരും തെറ്റിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ അത്രയും ക്ലാസ്സിൽ പറഞ്ഞ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം സെയിം ഈക്വൽ ഡിസ്റ്റൻസ് വെച്ച് 2 പകുതികൾ നമ്മൾ ആക്കുവാണെങ്കിൽ അതിൽ ഓരോന്നിൻ്റെയും വെലോസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ എന്താ ആവറേജ് സ്പീഡിൻ്റെ ഫോർമുല. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. ഇനി ഈ പർട്ടിക്കുലർ കേസിൽ ഇറ്റ് ഇസ് 2v1 v2 ഡിവൈഡഡ് ബൈ v1 + v2 അല്ലേ. 2 ഡിവൈഡഡ് ബൈ 1/v1 + 1/v2 എന്നാണ് വരിക. അപ്പോൾ അത് നോർമലി നമുക്ക് ഒരു ഫോർമുല ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ്ലി എഴുതുകയാണ്. ഇനി വാല്യൂസ് നമുക്കറിയാം, ഒന്ന് വിയും 2v ആണ്. സോ 2 × v × 2v ഡിവൈഡഡ് ബൈ 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 3v. സോ നമുക്ക് എന്ത് വരും, 4/3v. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിൽ. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഇത്രയാണ് പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പാർട്ട് എ അവിടെ കഴിഞ്ഞു. ഇനി പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസും അങ്ങനെ ലെങ്തി ഒന്നും ആയിരുന്നില്ല കേട്ടോ. ഇപ്രാവശ്യത്തെ പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ പോലെ തന്നെയായിരുന്നു. 1-2 ക്വസ്റ്റ്യൻസ് ഒഴിച്ചു. 1-2 ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് ലെങ്തി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി അപ്പോൾ പാർട്ട് ബിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. റേഡിയസ് ഓഫ് ഇന്നർ മോസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ഏറ്റവും ആദ്യത്തെ ഓർബിറ്റൽ റേഡിയസ് അറിയാം. വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദ തേർഡ് അലൗഡ് ഓർബിറ്റ്, മൂന്നാമത്തെ ഓർബിറ്റ്. നമുക്കറിയാം റേഡിയസ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് n അല്ലേ. ഈ പറയുന്ന എനർജി ലെവൽ എന്താണോ അതിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ അല്ലേ. അപ്പോൾ തേർഡ് ലെവൽ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ലെവലിൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 3² ടൈംസ് ആദ്യത്തെ റേഡിയസ്, അങ്ങനെയല്ലേ വരിക, വിച്ച് ഇസ് 9 ടൈംസ് ദിസ് വാല്യൂ. അപ്പോൾ ഈ തന്നിരിക്കുന്ന വാല്യൂവിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 5.3 × 10⁻11 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. യു വിൽ ഗെറ്റ് ദിസ് ആൻസർ 4.7. 47 × 10⁻11 എന്നാണ് വരിക, അല്ലെങ്കിൽ 4.77 × 10⁻10 വിച്ച് ഇസ് 4.77 ആങ്സ്ട്രോം. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പാർട്ട് ബിയിലേക്ക് ഇടേണ്ട അത്ര മാത്രം ഒരു കോംപ്ലക്സിറ്റി എന്ന ക്വസ്റ്റ്യൻ ഇല്ല അല്ലേ. നമ്മൾ കെമിസ്ട്രിയിലും പഠിക്കുന്നതാണ്, അപ്പോൾ നമുക്കത് എന്തായാലും കിട്ടണം. ഇനി 37th question. 10 resistors, each of resistance are connected in series to a battery of EMF E, negligible internal resistance. 10 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ, സെയിം ബാറ്ററിയിലേക്ക് പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ കറണ്ട് ഇസ് ഇൻക്രീസ്ഡ് n ടൈംസ്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് n എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 2 ഇക്വേഷൻ എഴുതണം. ഒന്നത് സീരീസ് ആയിരുന്നപ്പോഴത്തെ കറണ്ടിൻ്റെ ഇക്വേഷനും പാരലൽ ആകുമ്പോഴത്തെ കറണ്ടിൻ്റെ ഇക്വേഷനും എഴുതണം. പാരലൽ ആകുമ്പോഴുള്ള കറണ്ട് മറ്റതിൻ്റെ 10 ടൈംസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ്റെ നമ്പേഴ്സ് നമ്മൾ എഴുതുകയാണെങ്കിൽ ആദ്യം ഇത് സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുക അല്ലേ. 10 റെസിസ്റ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ നോക്കാം, 10 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കറണ്ടിൻ്റെ വാല്യൂ എന്താ മക്കളെ? കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് EMF ഡിവൈഡഡ് ബൈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് പ്ലസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്. ഇവിടുത്തെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്താ? 10 × R ആവില്ലേ, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ 10R
എന്നുള്ളതായിരിക്കും എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇല്ല കേട്ടോ, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആണ്, അപ്പോൾ അത് വിട്ടേക്കും. ഇതാണ് സീരീസിലുള്ള കറണ്ട്. ഇനി പാരലലി ഇത് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള കറണ്ട് എന്താവും? പാരലലി ഇത് കണക്ട് ചെയ്യുമ്പോൾ ഇതേ 10 റെസിസ്റ്റേഴ്സിനെ തന്നെയാണ് ദോസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ടു ദ സെയിം ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് വരും മക്കളെ? പാരലലി കണക്ട് ചെയ്യുമ്പോൾ ഇതേ ഫോർമുല E ഡിവൈഡഡ് ബൈ R/10 എന്ന് വരില്ലേ? R/10 എന്ന് വരും. കാരണം എന്താ? റെസിസ്റ്റൻസ് ബൈ 10 ആവും പാരലൽ കണക്ഷനിൽ വരുമ്പോൾ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ പാരലലിലുള്ള കറണ്ട്, ഞാൻ അടുത്തൊരു പേജ് എടുക്കുവാണേ, ഞാൻ എഴുതിയ കാര്യങ്ങൾ ഇതിലേക്ക് എഴുതാം. സീരീസ് കണക്ഷനിലുണ്ടായിരുന്ന കറണ്ട് എന്ന് പറയുന്നത് EMF ഡിവൈഡഡ് ബൈ ഇക്വാലൻ്റ് റെസിസ്റ്റൻസ്, അത് 10R ആയിരുന്നു. ഇനി പാരലൽ കണക്ഷനിലാണ് നമ്മൾ ആ റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യുന്നതെങ്കിൽ E ഡിവൈഡഡ് ബൈ R/10 എന്ന് വരും, അല്ലെങ്കിൽ 10 ഇൻറ്റു E ഡിവൈഡഡ് ബൈ R എന്ന് വരും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ പാരലലിലുള്ള കറണ്ട്, പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള കറണ്ട് N ടൈംസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. N ടൈംസ് എന്ന് പറഞ്ഞാൽ സീരീസിലുള്ള കറണ്ടിൻ്റെ N ടൈംസ് ആണ് പാരലലുള്ള കറണ്ട്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള കറണ്ടിൻ്റെ N ടൈംസ്. അപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? E ഡിവൈഡഡ് ബൈ 10R ഇൻറ്റു N ഇസ് ഈക്വൽ ടു 10E ഡിവൈഡഡ് ബൈ R. അങ്ങനെ വന്നില്ലേ? ഇതിൽ ഈ ആറും ഇയും നമുക്ക് വെട്ടിപ്പോകില്ലേ? ഈ 10 ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ N ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു 10 അല്ലെങ്കിൽ 100 എന്ന് വരില്ലേ? സിമ്പിൾ ന്യൂമറിക്കലാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് എഴുതണമെന്ന് മാത്രം. തെറ്റിക്കാൻ എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ, പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം ഒന്നുമല്ല. ക്ലിയർ ആണോ? ഇനി അടുത്തത് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ. വാട്ട് ഇസ് ദ ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ? ആക്സിലറേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറ്റ് T is equal to 2. ഈ പോയിന്റിൽ T is equal to 2 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ ആക്സിലറേഷൻ്റെ ഫോർമുല എന്താ മക്കളെ? ആക്സിലറേഷൻ്റെ ഫോർമുല ഇസ് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് അല്ലേ? സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ആക്സിലറേഷൻ്റെ ഫോർമുല ഇതാണ്, മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. ഈ ക്വസ്റ്റിൽ ഒമേഗ നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടില്ല, പക്ഷെ കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് അറിയോ? ടൈം പീരീഡ് തന്നിട്ടുണ്ടല്ലോ. ടൈം പീരീഡ് എത്ര? ഒരു സൈക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ആവുന്ന 8 സെക്കൻഡിലല്ലേ? അപ്പോൾ 8 സെക്കൻഡ് ആണ് ഇതിൻ്റെ ടൈം പീരീഡ്. ടൈം പീരീഡ് 8 സെക്കൻഡ് ആണെങ്കിൽ ഒമേഗയുടെ വാല്യൂ എത്രയാണ്? ഒമേഗ എന്ന് പറയുന്നത് 2π/t ആണ് അല്ലേ? 2π/8 അല്ലെങ്കിൽ π/4 റേഡിയൻ പെർ സെക്കൻഡ്. ഇതാണ് നമ്മുടെ ഒമേഗയുടെ വാല്യൂ വരെ. ഇനി നോക്കുക, നമുക്ക് ഏത് പോയിന്റിലെ കണ്ടുപിടിക്കണ്ടേ? ഈ പോയിന്റിലല്ലേ? ഈ 2 സെക്കൻഡ് ആകുമ്പോഴല്ലേ? 2 സെക്കൻഡ് ആകുമ്പോൾ ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂ എത്ര മക്കളെ? എക്സിൻ്റെ ഗ്രാഫ് നോക്കി അറിയാം, 1 ആണ് എക്സിൻ്റെ വാല്യൂ അല്ലേ? അപ്പോൾ നമ്മൾ ആക്സിലറേഷൻ്റെ ഫോർമുലയിൽ ഇട്ട് കൊടുത്താൽ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് π/4 ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് π²/16 എന്ന് വരും, ഇൻറ്റു 1. ഇത്രയുമാണ് ആക്സിലറേഷൻ്റെ വാല്യൂ വരിക. അപ്പോൾ മൈനസ് π²/16 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇതൊന്നും സെക്ഷൻ ബിയിൽ ചോദിക്കാനേ പാടില്ല, സെക്ഷൻ എയിൽ ചോദിക്കേണ്ട ചോദ്യമാണ്. ആക്സിലറേഷൻ്റെ ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ, മൈനസ് π²/16. ക്ലിയർ ആണോ? ഇനി 39th ക്വസ്റ്റ്യൻ. 2 തിൻ ലെൻസസ്, റേ ഒപ്റ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണ്, ഓഫ് സെയിം ഫോക്കൽ ലെങ്ത് എഫ്. ഒരെണ്ണം കോൺവെക്സ് ആണ്, ഒരെണ്ണം കോൺകേവ് ആണ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ പോസിറ്റീവ് ആയിരിക്കും, മറ്റേതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. വെൻ ദേ ആർ പ്ലേസ്ഡ് ഇൻ കോണ്ടാക്ട് ഇക്വലന്റ് ഫോക്കൽ ലെങ്ത്. അപ്പോൾ നമുക്ക് അറിയാം മക്കളെ, ഇക്വലന്റ് ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1/f is equal to 1/f1 പ്ലസ് 1/f2. ഇതല്ലേ ഫോർമുല? ഇതിൽ F1 എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്, F2 എന്നുള്ള നെഗറ്റീവ് വാല്യൂ ആണ്, സെയിം ആണ്. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്യുമ്പോൾ 0 വരില്ലേ? ദാറ്റ് മീൻസ് 1/f is equal to 0 വരില്ലേ? 1/f ആണ് 0 വരുന്നത്. ശ്രദ്ധിക്കണം, അപ്പോൾ തെറ്റിക്കരുത്. നമ്മളത് 1/f ആണ് 0 വരുന്നത്. 1/f 0 വരുന്ന എഫിൻ്റെ വാല്യൂ എത്രയാണ്? എഫിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും അല്ലേ? 1/f 0 ആണ്, അല്ലെങ്കിൽ എഫിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഇൻഫിനിറ്റി. നമ്മൾ തെറ്റിക്കും, വളരെ പെട്ടെന്ന് ചിലപ്പോൾ തെറ്റിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. തെറ്റിച്ചെന്നെങ്കിലും വിഷമിക്കൊന്നും വേണ്ട, പറഞ്ഞു മാത്രം. എന്താണ്? 0 അല്ല, ഇൻഫിനിറ്റി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. 2 ഓപ്ഷൻ നമ്മൾ തെറ്റിക്കാൻ വേണ്ടി 2 കൊടുത്തിട്ടുണ്ട് അല്ലേ? 1/f 0 ആയിരിക്കും, എഫ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. സാറ്റലൈറ്റ് ഇസ് ഓർബിറ്റിംഗ് ജസ്റ്റ് അബവ് ദ സർഫേസ് വിത്ത് എ പീരിയഡ് t. ഡെൻസിറ്റി d ആണെങ്കിൽ, g ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെങ്കിൽ 3π/gd. ഇത് ഗ്രാവിറ്റേഷനിൽ ഒരു റിസൾട്ടാണ് ഈ ക്വസ്റ്റ്യൻ. ശരിക്കും നമ്മളത് എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഇത് കിട്ടും. 3π/gd എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ സ്ക്വയർ ആണ്, t സ്ക്വയർ ആണ്. ഇനി അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാനൊന്ന് എഴുതാം. അഥവാ നിങ്ങൾ എഴുതി പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അതെങ്ങനെ വരും എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ടൈം പീരിയഡിൻ്റെ ഇക്വേഷൻ എന്താ മക്കളെ? ടൈം പീരിയഡ് എന്ന് പറയുന്നത് 2πr
ഡിവൈഡഡ് ബൈ, അതായത് അതിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ നമ്മൾ സർക്കംഫറൻസ് ലെങ്ത് ഡിവൈഡഡ് ബൈ ഓർബിറ്റൽ വെലോസിറ്റി. ഇതാണ് ടൈം പീരീഡിൻ്റെ ഫോർമുല. ഇനി നമ്മൾ നോക്കുക, ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റൂട്ട് ഓഫ് GM/r. GM/r പ്ലസ് h എന്ന് വരും. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഓർബിറ്റ് ചെയ്യുന്നത് ജസ്റ്റ് അബവ് ദ സർഫസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ജസ്റ്റ് അബവ് ദ സർഫസ് എന്നാണ് ഓർബിറ്റിങ്ങിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് അബവ് ദ സർഫസ് എന്ന് പറഞ്ഞാൽ ആറും h ഇല്ല, h 0 ആണ്. 6 തന്നെയാണ് ഇവിടുത്തെ ഓർബിറ്റിംഗ് റേഡിയസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് എന്ത് വരും? ദിസ് ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു r⁵3/2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് GM എന്ന് വരും. ഇനി ഈ ടൈമിനെ സ്ക്വയർ ചെയ്താൽ, ഈ സ്ക്വയർ റൂട്ടൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ഇങ്ങനെ കിട്ടും 4π² r³ ഡിവൈഡഡ് ബൈ g ഇൻറ്റു m. എം എന്ന് പറഞ്ഞാൽ മാസ് അല്ലേ മക്കളെ. മാസിനെ നമുക്ക് ഡെൻസിറ്റിയുടെ ടേംസിൽ എഴുതി കൂടെ, കാരണം ഈ ക്വസ്റ്റ്യനിലെ ഡെൻസിറ്റിയുടെ ടേമിലാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ. വോളിയം എന്ന് പറഞ്ഞാൽ 4/3π r³ അല്ലേ അല്ലേ. പ്രവീൺ ഒരു കമൻറ്റ് ചെയ്തിട്ട് ഞാൻ നോക്കിയിട്ട് പറയാൻ പോലെ കേട്ടോ. ഡോണ്ട് വറി, ടെൻഷൻ ആവുമെന്ന് വേണ്ട, നമുക്ക് നോക്കാം എന്താണ് അത് സിറ്റുവേഷൻ ഉള്ളത് നോക്കിയിട്ട് പറയാം. ഓക്കെ, ഇനി ഇതിലേക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഈ ഇതിലേക്ക് നമ്മൾ മാസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഡെൻസിറ്റിയുടെ ടേമിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് വരും? 4π² r³ ഡിവൈഡഡ് ബൈ g ഇൻറ്റു d ഇൻറ്റു 4/3π r³ എന്ന് വരും. അപ്പോൾ അതിൽ ഈ 4 എന്നുള്ള വാല്യൂ നമുക്ക് കട്ട് ചെയ്ത് പോവും, r³ കട്ട് ചെയ്ത് പോവും, ഒരു π പോവും, ഈ 3 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 3π/gd എന്ന് വരും. ഇത് നമ്മൾ ശരിക്കും ഗ്രാവിറ്റേഷനിൽ ഓർത്തിരിക്കേണ്ട പഠിച്ചു പോകേണ്ട ഒരു റിസൾട്ടാണ്. t² = 3π/gd നമുക്ക് അറിയാണ്ട ഓർത്തിരിക്കേണ്ട ഒരു റിലേഷനാണ്. ആ റിലേഷൻ നമ്മൾ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എഴുതാം. കാരണം ഈ 3π/gd ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ അഥവാ ഓർമ്മയില്ലെങ്കിൽ നമ്മളിങ്ങനെ ഡെഡ്യൂസ് ചെയ്തെടുക്കണം. 3π/gd എന്നുള്ളത് t² ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരും. ക്ലിയർ ആണോ? അടുത്തത്, കാൽക്കുലേറ്റ് ദ മാക്സിമം ആക്സിലറേഷൻ ഓഫ് എ മൂവിങ് കാർ സോ ദാറ്റ് ദ ബോഡി ലൈയിങ് ഓൺ ദ ഫ്ലോർ റിമെയിൻ സ്റ്റേഷനറി. നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണത് അല്ലേ. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ആലോചിക്കുക, ഒരു ബോഡി ഇങ്ങനെ ഉണ്ടെങ്കിൽ, കിടക്കുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് μ ഇൻറ്റു നോർമൽ റിയാക്ഷനാണ്. വേറെ ഫോഴ്സുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അതിനെ എന്ത് എഴുതാം? μ ഇൻറ്റു mg എന്ന് എഴുതാം. അപ്പോൾ ഇവിടുത്തെ ആക്സിലറേഷൻ, മാക്സിമം ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ മാസ് അല്ലേ, ബൈ മാസ് അല്ലേ. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു μg എന്ന് നമുക്ക് പറയാം. മ്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. മ്യൂവിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.15 ആണ്. g 10 ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് 1.5. വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ആ ക്വസ്റ്റ്യനിലില്ല. 1.5 എന്നുള്ളതാണ് ആൻസർ. ക്ലിയർ ആണോ? ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഡൈപോളിൻ്റെ കേസാണ്. ഡൈപോളിൻ്റെ ഫിഗറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് പൊട്ടൻഷ്യൽ, ഈ പി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ ഓഫ് ദ ഡൈപോളാണ് കണ്ടുപിടിക്കേണ്ടത്. പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്താ മക്കളെ? ഡൈപോളിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ അതറിഞ്ഞാലല്ലേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. ഈ പറയുന്ന ഡൈപോളിൻ്റെ പല ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. പൊട്ടൻഷ്യൽ ഓഫ് ഡൈപോൾ എന്ന് പറയുന്നത് ഇതാണ്. എന്താ? 1/4πε0 p cos θ ഡിവൈഡഡ് ബൈ r² മൈനസ് a² cos² θ. അല്ലെങ്കിൽ ഈ ആറും എയൊക്കെ അങ്ങോട്ടും മാറും കേട്ടോ. XL ഒക്കെ ആയിട്ട് മാറും. പല രീതിയിൽ ഞാനൊരു നൊട്ടേഷനിൽ അങ്ങ് എഴുതിയെന്ന് മാത്രം. ഇനി നോക്കിയ മക്കളെ, ഇതിലെ ഈ പി എന്ന് പറയുന്ന പോയിന്റിൻ്റെ പ്രത്യേകത, ഇത് ആക്സിയൽ പോയിന്റിലല്ലേ. അപ്പോൾ തീറ്റയുടെ വാല്യൂ എത്രയാണ്? തീറ്റയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇതിന് ഇത്രയേ ഉള്ളൂ. 1/4πε0 ഞാൻ k എന്ന് എഴുതുന്നു ഇൻറ്റു ഡൈപോൾ മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ r² മൈനസ് a². എന്താ ഈ ആറും എയും? എന്ന് പറയുന്നത് ഡൈപോളിൻ്റെ സെൻട്രിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരമാണ്. അത് 5 സെൻറ്റിമീറ്റർ ആണ്. എ എന്ന് പറയുന്ന ഡൈപോളിൻ്റെ ലെങ്ത്തിൻ്റെ പകുതിയാണ്, അല്ലെങ്കിൽ എൽ എന്നൊക്കെ വിളിക്കുന്നത് 3 സെൻറ്റിമീറ്റർ. 5ഉം 3ഉം ആണ് നമ്മുടെ ആ രണ്ട് വാല്യൂസ്, ആറും എയും. അപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ വരും: k ഇൻറ്റു പി ഡിവൈഡഡ് ബൈ 5² മൈനസ് 3². ഇത് ഇൻറ്റു 10⁻⁻4 എന്ന് എഴുതണം, കാരണം സെൻറ്റിമീറ്ററിലാണ്. 5² മൈനസ് 3² എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് ദിസ് ഇസ് ഈക്വൽ ടു
കെ ഇൻറ്റു പിയുടെ വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് എഴുതാം കേട്ടോ. പിയുടെ വാല്യൂ എത്രയാണ് മക്കളെ? പി എന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻ്റ് ആണ്. ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ചാർജ് ഇൻറ്റു ലെങ്ത് ഓഫ് ദ ഡൈപോൾ ആണ്. ലെങ്ത് ഓഫ് ദ ഡൈപോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മളിത് എഴുതുമ്പോൾ Q ഇൻറ്റു 6 ഇൻറ്റു 10⁻² എന്ന് വരും, ഡിവൈഡഡ് ബൈ 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് 16 ഇൻറ്റു 10⁻⁴ അല്ലേ? അപ്പോൾ നോക്കിയേ, നമുക്ക് എന്താ വരിക? ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ K ഇൻറ്റു Q ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 10⁻² എന്നാണ് വരിക. അല്ലെങ്കിൽ 6/16 നമ്മളൊന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ 3/8 K ഇൻറ്റു Q ഇൻറ്റു 10⁻². ഇത്രയും വോൾട്ടാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇനി നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ 10⁻² ഇല്ല ഓപ്ഷൻസിൽ, നോക്കിയാൽ മനസ്സിലാവും. കാരണം ഈ ക്വസ്റ്റ്യനിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് 10⁻² വോൾട്ടിലാണ് നമുക്ക് ആൻസർ വേണ്ടത്. അപ്പോൾ 3/8 Q ഇൻറ്റു K എന്നുള്ളത് മാത്രമേ നമുക്ക് ആൻസർ ആവശ്യമുള്ളൂ. കാരണം 10⁻² വോൾട്ടിലാണ് നമ്മുടെ എല്ലാ ഓപ്ഷൻസും കിടക്കുന്നതെന്നാണ് ഇതിൻ്റെ അർത്ഥം. ക്ലിയർ ആണോ? അപ്പോൾ അതൊരു ലെങ്തി എന്ന് പറയാൻ പറ്റില്ല, ഡയറക്റ്റ് ഇക്വേഷനാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ നമ്പറുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ക്ലിയർ ആണോ? ഇനി ഈ സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഡയറക്റ്റ്ലി നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഇമ്പിഡൻസിൻ്റെ ഫോർമുല എന്താ? ഇമ്പിഡൻസിൻ്റെ ഫോർമുല Z is equal to √R² പ്ലസ് R² പ്ലസ് XC മൈനസ് XL ദ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ് ഫോർമുല. ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 10 ആണ്. XC XL ഡയറക്റ്റ്ലി തന്നില്ല, നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 6 10 ആണെന്ന് തന്നിട്ടുണ്ട്. XCയും XLൊക്കെ നമ്മളിതിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നും കിട്ടും. XCയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/C ഒമേഗയാണ്. 1/10⁻³ ബൈ പൈ ഇൻറ്റു 10⁻⁻6 ആണ്. ഒമേഗ എഫ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒമേഗ എന്ന് പറയുമ്പോൾ 2πf ആണ് അല്ലേ? അപ്പോൾ 2π എന്ന് പറഞ്ഞാൽ 100π ആണ് ഒമേഗയുടെ വാല്യൂ. അപ്പോൾ അതും കൂടെ വരും. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ XCയുടെ വാല്യൂ നമുക്ക് പൈ അങ്ങ് കട്ടായി പോവും. ഇത് നമ്പർ ചെയ്യുന്ന സമയത്ത് 1/0.1 അല്ലെങ്കിൽ 10 എന്ന് കിട്ടും. 10 ആണ് XC കിട്ടുക. ഇനി XL എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് L ഒമേഗ അല്ലേ? അതും 50/π ഇൻറ്റു 100π ഇൻറ്റു 10⁻⁻. അപ്പോൾ നമുക്ക് 5 എന്ന് വരും, 5 ഓം എന്ന് വരും. അപ്പോൾ ആറിൻ്റെ വാല്യൂ 10 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ XCയുടെയും XLൻ്റെയും വാല്യൂസ് ഇവിടെ കിട്ടും. ഒന്ന് 10ഉം മറ്റത് 5ഉം ആണ്. അപ്പോൾ നമ്മുടെ ഫോർമുലയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് Z-ൻ്റെ വാല്യൂ എന്താ വരിക? ഫോർമുലയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ Z is equal to √10² പ്ലസ് 10 - 5 ദ ഹോൾ സ്ക്വയർ അല്ലേ? This is equal to √125 എന്ന് വരില്ലേ? അല്ലെങ്കിൽ 5√5 എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷനിലുള്ള ആൻസർ. √125 അല്ലെങ്കിൽ √5 × 25 ദാറ്റ് ഇസ് 5√5. ഓക്കെ ആണോ? അപ്പോൾ അതാണ് നമ്മുടെ ഓപ്ഷനിലുള്ള ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ ദ ഫോളോയിങ് ലോജിക് സർക്യൂട്ട് ട്രൂത്ത് ടേബിൾ. വളരെ സിമ്പിളായിട്ടുള്ള ലോജിക് സർക്യൂട്ടിൻ്റെ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിരുന്നു. ആ സർക്യൂട്ടിൻ്റെ പോർഷൻ മിസ്സാക്കിയവർക്ക് ഇത് നഷ്ടമാണ്. കാരണം വളരെ എലമെൻ്ററി ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഇതൊരു നോട്ട് ഗേറ്റ് ആണ്. അപ്പോൾ ഇത് A ബാർ ആയിരിക്കും. ഇതൊരു നോട്ട് ഗേറ്റ് ആണ്, B ബാർ ആയിരിക്കും. ഇതൊരു നാൻഡ് ഗേറ്റ് ആണ് ഈ തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്താ വരിക? ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ A ബാർ ഡോട്ട് B ബാർ ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്നുള്ളതാണ് വരിക. കാരണം നാൻഡ് ആയതുകൊണ്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഡി മോർഗൻസ് തിയറം പ്രകാരം ഇറ്റ് ഇസ് A ബാർ ദ ഹോൾ ബാർ. അത് A ആണ്. A ഓർ B എന്നുള്ളതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഓർ ഗേറ്റിൻ്റെ A ഓർ B എന്ന് പറഞ്ഞാൽ ലോജിക് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്കറിയാലോ അല്ലേ? A ഓർ B ആണെങ്കിൽ എയും ബിയും 0 ആണെങ്കിൽ നമ്മുടെ ആൻസർ 0 ആയിരിക്കും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ തന്നെ നമ്മുടെ ആൻസർ 1 ആവണം. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഇതാണ്, ഓപ്ഷൻ 4. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ലോജിക് ഗേറ്റ്. ക്ലിയർ അല്ലേ? അതിൽ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഇനി നമുക്ക് ഇതിൽ വന്നിരിക്കുന്നതിലെ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് റേ ഓപ്റ്റിക്സിലെ. പക്ഷേ ഇതും നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഈ ഒരു കോമ്പിനേഷൻ്റെ ഫോക്കൽ ലെങ്ത് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 3 ലെൻസ് ഉണ്ട് മക്കളെ.
അല്ലേ? 3 ഭാഗമുണ്ട്. ഇതൊരു പ്ലാനോ കോൺകേവ് ആണ്, ഇതൊരു ബൈ കോൺവെക്സ് ആണ്, ഇതും ഒരു പ്ലാനോ കോൺകേവ് ആണ്. അപ്പോൾ 1, 2, 3 നമുക്ക് 3 ലെൻസുകളുണ്ട്. ഈ 3 ലെൻസിൻ്റെയും ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് കോമ്പിനേഷൻ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉണ്ടല്ലോ, 1/f = 1/f1 + 1/f2 + 1/f3. അപ്പം ഇനി ആ ഫോർമുല ഇട്ട് കൊടുക്കുന്നതിന് മുൻപ് നമുക്ക് നോക്കാം ഈ ആദ്യത്തെ പ്ലാനോ കോൺവെക്സ് ലെൻസിൻ്റെ ഫോർമുലയ്ക്ക് എഫിൻ്റെ വാല്യൂ f = എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഡയറക്റ്റ് ഫോർമുല ഉണ്ട്, r/n-1, അല്ലേ? ഇത് നെഗറ്റീവ് ആവും എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കോൺകേവ് ആയതുകൊണ്ട് ഒരു നെഗറ്റീവ് സൈൻ കൂടി ഉണ്ടാവും. അല്ലെങ്കിൽ അത് ആറിൻ്റെ സൈൻ കൺവെൻഷൻ വെച്ച് വരുന്നതാണ്. 6 നെഗറ്റീവ് ആവുന്നത് കൊണ്ടാണ് ആ നെഗറ്റീവ് വാല്യൂ വരുന്നത്. അങ്ങനെയും വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ നോക്കിയേ, ഇപ്പോൾ ആദ്യത്തെ ഇത് 1 ആക്കി എടുത്താൽ അതിൻ്റെ f1 എന്ന് പറയുന്നത് ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ 6 നെഗറ്റീവ് ആണ്. ഇത് ഇങ്ങനെയല്ലേ? ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പോൾ ഈ പറയുന്ന അതിൻ്റെ ആ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളത് കൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു -20 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ എന്നിൻ്റെ വാല്യൂ എത്ര മക്കളെ? 1.6 - 1 ആണ്, അല്ലേ? അപ്പോൾ നമുക്ക് -20 ഡിവൈഡഡ് ബൈ 0.6 എന്ന് കിട്ടും. അതാണ് f1ൻ്റെ വാല്യൂ. ഇനി f2 എന്ന് പറഞ്ഞാൽ ബൈ കോൺവെക്സ് ലെൻസ് ആണ്. ബൈ കോൺവെക്സ് ലെൻസിന് ഇതേപോലെ ഒരു ഫോർമുല ഉണ്ട്, r/2 × n-1, അല്ലേ? r/2 × n-1. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ ഇട്ട് കൊടുത്താൽ 20 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. അപ്പോൾ 1.5 - 1 അല്ലെങ്കിൽ 20/2 എന്ന് വരും. ഇത് 1.5 - 1 എന്ന് പറഞ്ഞാൽ 0.5 × 2 1, അപ്പോൾ 20 സെൻറ്റിമീറ്റർ എന്നാണ് വരും f2ൻ്റെ വാല്യൂ. ഇനി f3 എന്ന് പറഞ്ഞാൽ ഇതേ വാല്യൂ ആണ്, f1ൻ്റെ അതേ വാല്യൂ ആണ്. സെയിം ടൈപ്പ് ഓഫ് ലെൻസ് ആയതുകൊണ്ട് അതേ വാല്യൂ ആണ്. അപ്പം 3 എണ്ണമാണ് വരുന്നത്, അല്ലേ? f1 f3 സെയിം ആണ്, വിച്ച് ഇസ് -20/0.6, അല്ലേ? ഇനി f2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 20. ഇതെല്ലാം സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഒന്ന് കണ്ടുപിടിക്കാം. ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം 1/f = 1/f1 + 1/f2 + 1/f3 എന്നാണ് വരിക. ഇനി അതിൽ പോസിറ്റീവ് ആയിട്ടുള്ളത് ഒരു 20 സെൻറ്റിമീറ്ററിൻ്റെ ആയതുകൊണ്ട് ഞാനത് ഇങ്ങനെ എഴുതുന്നു, 1/20. ഇത് f2ൻ്റെ ആണ്. -2 × 0.6 ഡിവൈഡഡ് ബൈ 20 എന്നാണ് നമുക്ക് അതിൽ വരും. അപ്പോൾ നമുക്ക് എന്ത് വരും മക്കളെ? ഇത് ചെയ്യുമ്പോൾ 1/20 - 0.2/20 എന്ന് വരും, അല്ലേ? 0.2 അല്ല, 1.2/20, അല്ലേ? ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? -0.2 ഡിവൈഡഡ് ബൈ 20 എന്ന് വരും, അല്ലെങ്കിൽ -1/100 എന്ന് വരും. ഇത് 1/fൻ്റെ വാല്യൂ ആണ്. അപ്പോൾ എഫിൻ്റെ വാല്യൂ എത്രയാണ്? എഫിൻ്റെ വാല്യൂ -100 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു ഇത്തിരി ലെങ്തിയാണ്, 2-3 സ്റ്റെപ്പിലൊക്കെ നമുക്ക് ചെയ്യണം. ഇനി ആൻസർ ഉണ്ടോ നോക്കിയേ, ഉണ്ടല്ലോ, -100 സെൻറ്റിമീറ്റർ നമ്മുടെ ആൻസർ ഉണ്ട്. അപ്പോൾ 3 ലെൻസാണ് ഇത്, നമുക്ക് തിരിച്ചറിയണം. 3ൻ്റെയും ഫോക്കൽ ലെങ്ത് ഇൻഡിപെൻഡൻ്റ്ലി കണ്ടുപിടിക്കണം, എന്നിട്ട് ഫൈനൽ ഫോക്കൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, റെസിസ്റ്റൻസ് ഓഫ് എ പ്ലാറ്റിനം വയർ at 0 degrees Celsius is 2 ohm and 6.8 at 80 degrees Celsius. ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റെ ഫോർമുല എന്താ മക്കളെ? നമുക്കറിയാലോ, അല്ലേ? ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഫോർമുലയാണ്, റെസിസ്റ്റൻസ് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ മൈനസ് റെസിസ്റ്റൻസ് അറ്റ് 0 degree Celsius is equal to, അല്ലെങ്കിൽ ഡെൽറ്റ ആർ is equal to റെസിസ്റ്റൻസ് അറ്റ് 0 degree Celsius ഇൻറ്റു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. ഇങ്ങനൊരു ഇക്വേഷൻ നമുക്കുണ്ടല്ലോ, അല്ലേ? അല്ലെങ്കിൽ R is equal to R0 × 1 + ആൽഫ ഡെൽറ്റ ടി, അങ്ങനെയും പറയാം. അപ്പോൾ നമുക്കിതിലെ വാല്യൂസ് നോക്കുക. ടി എന്ന് പറയുന്നത് 80 0, അപ്പോൾ RT എന്ന് പറയുന്നത് 6.8 2 ആണ്. അപ്പോൾ എനിക്കിത് ഇങ്ങനെ എടുക്കാം, 6.8 - 2 is equal to 0 ഡിഗ്രിയിൽ 2 ആയിരുന്നു അതിൻ്റെ വാല്യൂ, ഇൻറ്റു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്നത് 80 ആണ്, 80 - 0, അല്ലേ? അപ്പോൾ നമ്മൾ ആൽഫയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും മക്കളെ? ആൽഫ is equal to എന്താ വാല്യൂ വരിക? 4.8 ഡിവൈഡഡ് ബൈ 2 × 80 എന്ന് വരും, അല്ലേ? 4.8/2 × 80 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 2.4 ഡിവൈഡഡ് ബൈ 80,
അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം 240 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 10⁻². അങ്ങനെ എഴുതി കൂടെ? കട്ട് ചെയ്ത് പോകാൻ എളുപ്പത്തിനാണ്. 3 ഇൻറ്റു 10⁻² എന്നാണ് വരിക. 3 ഇൻറ്റു 10⁻². ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ ആദ്യത്തേത് ഓപ്ഷൻ 1. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ അതാണ്. അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും ഈ സെക്ഷൻ ബിയിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ന്യൂമറിക്കലാണ്. ആ ഫോർമുല നമുക്ക് ഓർമ്മ വേണം. ആ ഫോർമുല വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുള്ളൊരു പ്രാക്ടീസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അത്ര ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 48. അപ്പോൾ നമ്മളതിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുകയാണ്. ഹൊറിസോണ്ടൽ ബ്രിഡ്ജസ് ബിൽറ്റ് അക്രോസ് എ റിവർ. സ്റ്റുഡൻറ്റ് സ്റ്റാൻഡിങ് ഓൺ ദ ബ്രിഡ്ജ് ത്രൂസ് എ സ്മോൾ ബോൾ വെർട്ടിക്കലി അപ്വേർഡ്സ്. നേരെ മുകളിലേക്ക് ഒരു ബോൾ എറിയുകയാണ് വിത്ത് എ വെലോസിറ്റി. ഒരു സ്പീഡിൽ എറിയുന്നു. അതൊരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നിട്ടാണ് മുകളിലേക്ക് എറിയുന്നത്. ബോൾ സ്ട്രൈക്സ് ദ വാട്ടർ സർഫസ് ആഫ്റ്റർ 4 seconds. ഹൈറ്റ് ഓഫ് ദ ബ്രിഡ്ജ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യണം. കാരണം ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് മുകളിലേക്ക് എറിയുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രിഡ്ജ് എന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ ബ്രിഡ്ജ് എന്ന് വിചാരിക്കാം. ഇത് ബ്രിഡ്ജാണ്. ഇതാണ് വാട്ടർ ലെവൽ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് എറിഞ്ഞാൽ, ഇതിങ്ങനെ കുറച്ച് ദൂരം മുകളിലേക്ക് പോവും, എന്നിട്ട് ഇങ്ങനെ തിരിച്ചിങ്ങനെ താഴത്തേക്ക് വരും, എന്നിട്ട് വാട്ടറിലേക്ക് വരും. ഇങ്ങനെയല്ലേ? അങ്ങനെയാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ എറിയുന്ന സ്പീഡ്, ഇവിടെ നിന്ന് എറിയുന്ന സ്പീഡ് എന്ന് പറയുന്നത് 4 m/s ആണ്. നമുക്ക് വേണ്ടത് ഈ വാല്യൂ ആണ്. ഏത് വാല്യൂ? ഈ ബ്രിഡ്ജിൻ്റെ ലെവലും വാട്ടറിൻ്റെ ലെവലും തമ്മിലുള്ള ഡിഫറൻസ്. ഈ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്, എച്ചിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് നോക്കുക, ടോട്ടൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ടോട്ടലി എടുക്കുന്ന സമയം 4 സെക്കൻഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയേ, ടൈം ടേക്കൺ ടു, ഞാനിപ്പോൾ ഇതിനെ 0.1 എന്ന് വിളിക്കുന്നു. ഇവിടെ ഈ സെയിം ലെവലിൽ ഈ ബോൾ എത്തുന്നതിനെ 0.2 എന്ന് വിളിക്കുന്നു. സോ ടൈം ടേക്കൺ ടു ട്രാവൽ ബിറ്റ്വീൻ 1 and 2, ഈ 2 പോയിന്റ്സും തമ്മിലുള്ള ടൈം എന്തായിരിക്കും മക്കളെ? ഈ 2 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഒരു ലെവലിൽ നിന്ന് മുകളിലേക്ക് എറിയുന്നു, അതേ ലെവലിലേക്ക് തന്നെ എത്താൻ എടുക്കുന്ന സമയം. ഈ ഫോർമുല നമ്മുടെ അടുത്ത് ഡയറക്റ്റ്ലി ഉണ്ട്. ഇറ്റ് ഇസ് 2u/g അല്ലേ? നമ്മൾ നിലത്ത് നിന്നൊരു സാധനം നേരെ മുകളിലേക്ക് എറിഞ്ഞാൽ എറിയുന്ന വെലോസിറ്റി u ആണെങ്കിൽ 2u/g ആണ് താഴെ എത്താൻ എടുക്കുന്ന സമയം. അപ്പോൾ നമുക്ക് ഇതേ ലെവലിൽ എത്താൻ എടുക്കുന്ന സമയം 2u/g ആണെന്ന് പറയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു u എന്ന് പറഞ്ഞാൽ 4 എന്നാണ് വാല്യൂ വന്നിരിക്കുന്നത്, ഡിവൈഡഡ് ബൈ 10, അല്ലെങ്കിൽ നമുക്ക് 0.8 സെക്കൻഡ്സ് എന്ന് പറയാം. അപ്പോൾ 0.8 സെക്കൻഡ്സ് ആണ് ഇവിടെ 1-ൽ തുടങ്ങി 2 എത്താൻ എടുക്കുന്ന സമയം. അപ്പോൾ ഇനി 2ഉം 3ഉം, അതായത് ബാക്കിയുള്ള ഡിസ്റ്റൻസ്, ഇപ്പോൾ ടൈം ടു ട്രാവൽ ബിറ്റ്വീൻ 2 and 3, 2ഉം 3ഉം തമ്മിൽ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയായിരിക്കും മക്കളെ? ടോട്ടൽ സമയം 4 സെക്കൻഡ് അല്ലേ? അപ്പോൾ 2ഉം 3ഉം തമ്മിലുള്ള ബാക്കിയുള്ള സമയം എത്രയാണ്? 4 - 0.8 അല്ലെങ്കിൽ 3.2 സെക്കൻഡ്സ്. അപ്പോൾ 3.2 സെക്കൻഡാണ് ഈ 2-ൽ നിന്ന് 3യിലേക്ക് എടുക്കുന്ന സമയം. ഇനി ശ്രദ്ധിക്കുക, ഇത് u എന്നുള്ള സ്പീഡിൽ ഇവിടെ എറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ സ്പീഡും 4 m/s തന്നെയായിരിക്കും. നമ്മൾ നേരെ മുകളിലേക്ക് ഒരു ബോഡിനെ പ്രൊജക്റ്റ് ചെയ്താൽ അത് മുകളിൽ പോയി താഴെ എത്തുമ്പോൾ മുകളിലേക്ക് ഏത് വെലോസിറ്റിയിലാണോ നമ്മൾ എറിഞ്ഞത് അതേ സ്പീഡിലാണ് അത് താഴത്തേക്ക് എത്തുക. അപ്പോൾ ഇവിടുത്തെ സ്പീഡ് 4 ആയിരുന്നെങ്കിൽ ഈ സ്പീഡും എത്രയായിരിക്കും? 4 m/s ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് എഴുതാം. ഇനി ഈ 2ഉം 3ഉം തമ്മിലുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ s = ut + ½ at² എന്നൊരു ഇക്വേഷൻ അല്ലേ? അപ്പോൾ h = 4 ഇൻറ്റു t എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞാൽ 3.2 ആണ്, ut പ്ലസ് ഹാഫ് a എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, 10 ആണ്, ഇൻറ്റു 3.2 സ്ക്വയർ. അപ്പോൾ നമ്മളിത് ചെയ്താൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. ഇറ്റ് ഇസ് 12.8 പ്ലസ് 1/2 ഇൻറ്റു 10 ഇൻറ്റു 3.2 സ്ക്വയർ. അപ്പോൾ 3.2ൻ്റെ സ്ക്വയർ നമ്മൾ നോക്കുമ്പോൾ അപ്രോക്സിമേറ്റ് വാല്യൂ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇല്ല, അടുത്തടുത്തുള്ള ആൻസേഴ്സാണ്. എനിവേ നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 9.8ൻ്റെ ഒക്കെ അടുത്തൊരു വാല്യൂ വരും അപ്രോക്സിമേറ്റ്ലി. ഞാനൊരു നോർമൽ കണക്കാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 98/2 എന്നൊക്കെ പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ വാല്യൂ എത്ര വരും? 12.8 പ്ലസ് ഒരു 9.8നേക്കാൾ കുറച്ചും കൂടി കൂടുതലായിരിക്കും ഇതിൻ്റെ വാല്യൂ. നമുക്കൊരു 9
അപ്പോൾ ഇതിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ 14 ആണ് അപ്രോക്സിമേറ്റ്ലി കിട്ടുക അല്ലേ. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ എത്ര വരും? 5253ൻ്റെ അടുത്തൊരു വാല്യൂ, 5253ൻ്റെ അടുത്തൊരു വാല്യൂ അല്ലേ. ഞാൻ അപ്രോക്സിമേറ്റ്ലി അതിൻ്റെ അടുത്തുള്ള ഒരു ആൻസർ സെലക്ട് ചെയ്യാം. അത് തന്നെയായിരിക്കും നമ്മുടെ ആൻസർ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 56 ആയിരിക്കും. ഞാൻ ചെറിയ അപ്രോക്സിമേറ്റ് ചെയ്തുകൊണ്ടാണ് കറക്റ്റ് എക്സാക്ട്ലി ആൻസറിലേക്ക് എത്താത്തത്. നമുക്ക് വേണമെങ്കിൽ 3.2ൻ്റെ സ്ക്വയറൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കറക്റ്റ് ആൻസർ കിട്ടും 56 മീറ്റർ. ഇനി 2 ക്വസ്റ്റ്യനും കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത്. ഒന്ന് ഇത് ലോങ് സെമി കണ്ടക്ടർ വയർ മാഗ്നറ്റിക് ഫീൽഡിന് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ 3 ഷേപ്പാണുള്ളത്. ഒന്ന് ഈ വയർ, ഒന്ന് ഈ രണ്ടാമത്തെ വയർ, പിന്നെ ഒന്ന് സെമി സർക്കിൾ അല്ലേ. 3 ഷേപ്പ്, ഓരോന്നും കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിയാൽ മക്കളെ, ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ആദ്യത്തെ ഈ ഞാനിതിനെ 1 എന്ന് വിളിക്കണം, ഇതിനെ 2 എന്ന് വിളിക്കണം, ഇതിനെ 3 എന്ന് വിളിക്കണം. കാരണം 1ഉം 2ഉം ഐഡൻറ്റിക്കൽ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. 1, 2, 3. 3 എന്ന് പറഞ്ഞാൽ സെമി സർക്കിൾ ഷേപ്പാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ സ്ട്രെയിറ്റ് കണ്ടക്ടർ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഇക്വേഷൻ എഴുതാം. എന്താ ഈ സ്ട്രെയിറ്റ് കണ്ടക്ടർ കാരണം പീലുള്ളതിൻ്റെ ഇക്വേഷൻ? B1 എന്ന് അതിനെ എഴുതുന്നു. നമുക്കറിയാം μ0/4π × I/r എന്നുള്ളതാണ്, അല്ലെങ്കിൽ μ0I / 4πr. r എന്നുള്ളത് ക്യാപിറ്റൽ R ആണ് നമ്മുടെ ഡിസ്റ്റൻസ്. ഇനി ഇത് തന്നെയായിരിക്കും B2ൻ്റെ വാല്യൂ. B2ൻ്റെ വാല്യൂ ഇത് തന്നെയായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഡയറക്ഷൻ കൂടെ നോക്കണം എന്നുള്ളതാണ്. നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ B1ഉം B2ഉം രണ്ടും ഇവിടെ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആയിരിക്കും. അപ്പോൾ B1ഉം B2ഉം ഈക്വൽ ആണെന്ന് മാത്രമല്ല, ഇത് രണ്ടും ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പറാണ്. ഇനി നമ്മൾ ഈ സെമി സർക്കിൾ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ B3 നമ്മൾ നോക്കാമെന്ന് വിചാരിക്കുക. അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് μ0I / 4r എന്നുള്ളതാണ് അല്ലേ. സെമി സർക്കിൾ ആകുമ്പോൾ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ μ0I / 4r എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് മക്കളെ? അതിങ്ങനെ സെമി സർക്കിൾ ഇതായതുകൊണ്ട് ആ ഷേപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഈ സെമി സർക്കിളിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. അപ്പോൾ അത് വേറൊരു ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതിൽ ഇൻ ടു ദ പ്ലെയിൻ എന്നുള്ളത് നെഗറ്റീവും ഔട്ട് ഓഫ് ദ പ്ലെയിൻ എന്നുള്ളത് പോസിറ്റീവ് ആക്കി എടുത്തു കഴിഞ്ഞാൽ μ0I / 4r എന്നുള്ളത് കോമൺ ആണ്. ഇൻറ്റു 1 - ഇത് 2 പ്രാവശ്യം ഉള്ളതുകൊണ്ട് ആഡ് ചെയ്ത് 2/π എന്ന് വരും. 1 - 2/5. ഇത്രയും ഏത് ഡയറക്ഷനിലാണ്? ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആണെങ്കിൽ. ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആണെങ്കിൽ ഇതിൻ്റെ നേരെ തിരിച്ച് μ0I / 4r × 2/π - 1 അങ്ങനെ എഴുതാം. പക്ഷെ നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കിയാൽ മക്കളെ, ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ ഈ ഫോമിലാണ് കിടക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതി. ഓപ്ഷൻസിൽ ഈ ഫോമിലല്ലേ എഴുതുന്നത് 1 - 2/π എന്നുള്ളതാണ്. അപ്പോൾ 1 - 2/π എന്ന് എഴുതുമ്പോൾ ഇറ്റ് ഇസ് പോയിൻറ്റഡ് എവേ ഫ്രം ദ പേജ് അല്ലേ, ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദി പേപ്പർ, അല്ലെങ്കിൽ എവേ ഫ്രം ദ പേജ്. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അതുപോലെ സിമിലർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് നമ്മുടെ ബുക്കിലൊക്കെ ഉള്ളത് നമ്മൾ ചെയ്യുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്ര ഒരു ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ആ ചാപ്റ്ററിൽ ഒരുപാട് സിമിലർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കുന്നതാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഏതാണ്ട് 1.5 മണിക്കൂറായി തോന്നുന്നു അല്ലേ നമ്മുടെ ഫിസിക്സിൻ്റെ ഡിസ്കഷൻ തുടങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. എനിവേ, അപ്പോൾ നോക്കിയേ 50th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വയർ ക്യാരിയിങ് കറണ്ട് I along the positive x-axis as a length L, it is kept in a magnetic field, magnitude of force acting on the wire. ഫോഴ്സിൻ്റെ വാല്യൂ, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കറണ്ട് ക്യാരിയിങ് ഇതിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ I × L × B എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിലെ ഈ L എന്ന് പറയുന്ന ലെങ്ത് വെക്ടർ എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ ഡയറക്ഷനിലുള്ള വെക്ടറാണ്. അത് അലോങ് ദ പോസിറ്റീവ് എക്സ് ആക്സിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു കറണ്ട് I നെ ക്യാപിറ്റൽ I എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ I × L × I ക്യാപ്പ്, അതാണ് ഒരു വെക്ടർ, ക്രോസ് B എന്ന് പറഞ്ഞാൽ എന്താ 2I + 3j - 4k. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് ഈ ഫോഴ്സിൻ്റെ വെക്ടർ നമുക്ക് കിട്ടും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ I × I എന്ന് പറഞ്ഞാൽ 0 ആണ്. I × j എന്ന് പറഞ്ഞാൽ നമുക്കറിയാം k ക്യാപ്പ് ആണ്. സോ 3L × k ക്യാപ്പ് എന്നുള്ളതായിരിക്കും ഒന്ന് വരിക. I എന്നുള്ളത് ഇവിടെ കോമൺ ആയിട്ടുണ്ട്. പ്ലസ് I × k എന്ന് പറഞ്ഞാൽ -j ആണ്. ഈ നെഗറ്റീവും ഇവിടെ ഉള്ളത് കൊണ്ട് അത് പോസിറ്റീവായി മാറും. സോ നമുക്കിവിടെ പ്ലസ് 4L × j ക്യാപ്പ് എന്ന് വരും. അപ്പോൾ ഇതാണ് ഫോഴ്സ് വെക്ടർ. ഫോഴ്സിൻ്റെ വെക്ടർ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്താ? I × 3L × k ക്യാപ്പ് + 4L × j ക്യാപ്പ്. പക്ഷെ നമുക്ക് വേണ്ടത് ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണ്ടേ? ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക?
റൂട്ട് ഓഫ് കെയിൻ്റെ കോമ്പൗണ്ടിൻ്റെ സ്ക്വയർ പ്ലസ് ജെയിൻ്റെ കോമ്പൗണ്ടിൻ്റെ സ്ക്വയർ അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഫോഴ്സിൻ്റെ ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ഞാൻ വേണമെങ്കിൽ അത് ഈ രണ്ടാമത്തെ പേജിൽ എഴുതാം. നമുക്ക് ഫോഴ്സിൻ്റെ വെക്ടർ ഇങ്ങനെ കിട്ടി. ഫോഴ്സ് വെക്ടർ ഇസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു 3L ഇൻറ്റു കെ ക്യാപ് പ്ലസ് 4L ഇൻറ്റു ജെ ക്യാപ്. ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി I ഇൻറ്റു എൽ. എല്ലിന് ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നത് I ഇൻറ്റു എൽ ഇൻറ്റു റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ആയിരിക്കും. റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ ഇറ്റ് ഇസ് 5 ഇൻറ്റു I ഇൻറ്റു എൽ എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ. മനസ്സിലായോ മക്കളെ? അപ്പോൾ 5 ഇൻറ്റു I ഇൻറ്റു എൽ അല്ലെങ്കിൽ ഓപ്ഷൻ 1 ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ കാണുന്നതിൽ ഓപ്ഷൻ 1 ആണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിൽ പറയാനുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു, എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്ന് നോക്കുക, ആൻസർ കീ ഒക്കെ ഒഫീഷ്യലി അടുത്ത ദിവസങ്ങളിലൊക്കെ വരും. അപ്പോൾ നിങ്ങൾ റിലാക്സ് ചെയ്യുക, എക്സാം കഴിഞ്ഞു. എന്നാലും നിങ്ങളെ ആൻസറുകൾ ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസ്കഷൻ വെച്ചിട്ടുള്ളത്. ഇനി കെമിസ്ട്രിയുടെ ഒരു ഡിസ്കഷനും കൂടെ ലൈവായിട്ട് ഇത് കഴിഞ്ഞാൽ ഇതിനോട് തൊട്ട് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യും. സോ അത്രയാണ് മക്കളെ ഇതിൽ പറയാനുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഈ ഫിസിക്സിൻ്റെ ലൈവ് ഡിസ്കഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ ആൻസർ കീ നിങ്ങൾക്ക് PDF ഡോക്യുമെൻ്റ് ആയിട്ട് കിട്ടും. ദെൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്സിലുണ്ട്. അപ്പോൾ ഓൾ ടുഗെദർ ഫിസിക്സ് അത്ര ബുദ്ധിമുട്ടാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ലെങ്തി ആയിരുന്നു. എന്നാലും നമുക്കൊരു 140 മാർക്കൊക്കെ മേടിക്കാൻ വളരെ അധികം ബുദ്ധിമുട്ടില്ലാതെ മേടിക്കാൻ പറ്റുന്ന ഒരു പേപ്പറായിരുന്നു. ഓക്കെ, സോ അത്രയാണ് ഇതിൽ ഇപ്പോൾ പറയാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഫിസിക്സിൻ്റെ ഡിസ്കഷൻ ഇപ്പോൾ ഇവിടെ നിർത്തുവാണ്. ഇപ്പോൾ തന്നെ കെമിസ്ട്രിയുടെ ഡിസ്കഷൻ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.